നമുക്ക് പുതിയ കഥയിലേക്ക് കിടന്നാലോ? ഒട്ടും സമയം കളയുന്നില്ല. നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം. കഥയുടെ തുടക്കത്തിൽ തന്നെ. സമയം രാത്രി 9:15. മുത്തേ, ഇന്ന് രാത്രി നീ വീഡിയോ കോൾ വിളിക്കുമ്പോൾ ആ ബ്ലാക്ക് നൈറ്റ് ഇടോ. അതിൽ നിന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഞാനൊന്നും വിളിക്കില്ല. വിളിച്ചില്ലേ ഞാൻ മിണ്ടില്ല. അങ്ങനെ പറയില്ലേടാ ചക്കരേ. മീര എന്തൊരു സൗണ്ടാടി. TV ഓഫ് ചെയ്ത് നീ ബുക്ക് എടുക്കുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? അമ്മ വരുന്നുണ്ട്, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഓക്കെ. TV-യുടെ വോളിയം കൂട്ടി സോഫയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കാമുകനോട് സൊള്ളിയും കൊണ്ടിരിക്കുകയാണ് മീര. അമ്മ ഫോൺ വിളി കേൾക്കാതിരിക്കാനുള്ള തന്ത്രമാണ്. അപ്പോഴേക്കും അടുക്കള വാതിലിനപ്പുറം ആള് പ്രത്യക്ഷപ്പെട്ടു. പതിയെ അടക്കിയുള്ള അവനോടുള്ള സംസാരം അമ്മ കേട്ടോ ആവോ? അവൾ അല്പം വിയർത്തു. മീരയുടെ കയ്യിൽ ഫോണും കൂടി കണ്ടപ്പോൾ, ഡി മീരേ, ആ TV ഓഫ് ചെയ്ത് വല്ലതും ഇരുന്ന് പഠിച്ചൂടെ നിനക്ക്? TV വെച്ചുകൊണ്ട് ഫോണിൽ നീ എന്തെടുക്കുക? അച്ഛൻ ഡ്യൂട്ടി കഴിഞ്ഞങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ പഠിത്തമൊക്കെ. അതും പറഞ്ഞവർ ഉൾവലിഞ്ഞു. എൻ്റെ പൊന്നമ്മേ, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞതാ. എപ്പോഴും പഠിക്കുക എന്നല്ലാതെ അമ്മയ്ക്ക് വേറൊന്നും പറയാനില്ലേ? കുറച്ചു നേരം ഞാനൊന്ന് TV കണ്ടോട്ടെ. ഈ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റ്. അടുക്കളയിൽ എന്നെ വന്നൊന്ന് സഹായിച്ചാലെന്താ നിനക്ക്? മോളും കണക്കാ അച്ഛനും കണക്കാ, പിന്നെങ്ങനെയാ? അടുക്കളയിൽ കിടന്ന പാത്രങ്ങളുമായി മല്ലിടുന്നതിൻ്റെ ഇടയ്ക്ക് വാസന്തി മോളെ പിരികയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്ടെന്ന് കറണ്ട് പോയി. വാച്ചിലെ സെക്കൻഡ് മിനിറ്റ് സൂചി 9:30 കഴിഞ്ഞ് വളരെ വേഗത്തിലാണ് ഓടുന്നത്. നശിച്ച കറണ്ടൊന്ന് പോകാൻ കണ്ട നേരം. മീര മൊബൈലിലെ വെട്ടം തെളിയിച്ചുകൊണ്ട് പിറുപിറുത്തു. ഡി മീരേ, ഒരു മെഴുകുതിരി എടുത്തിങ്ങോട്ട് വന്നേ. എന്താ അമ്മേ, ഡെയിലി ഈ നേരത്ത് കറണ്ട് പോകുന്നുണ്ടല്ലോ. നല്ലൊരു മൂവിയാണ് മിസ്സായത്. മെഴുകുതിരി എടുത്തു വന്ന മീര പരിഭവത്തോടെ പറഞ്ഞു. ഇത്രയും നേരം താൻ TV കാണുകയായിരുന്നു എന്ന് അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പറച്ചിലായിരുന്നു അത്. നല്ല കാറ്റും വീശുന്നുണ്ടല്ലോ. അച്ഛൻ ഇതുവരെ വന്നില്ലല്ലോ മീരേ. കാറ്റിനോടൊപ്പം ശക്തിയായി മഴയും തുടങ്ങി. പതിവില്ലാത്ത പലതും നടക്കുന്നതിന് മുന്നോടിയായി ചില അശുഭ ലക്ഷണങ്ങൾ. പെട്ടെന്നാണ് കോളിംഗ് ബെല്ലടിച്ച ശബ്ദം കേട്ടത്. മീരെ, അച്ഛനായിരിക്കും. എന്താ വരാൻ വൈകിയതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നീ ചെന്ന് വാതിൽ തുറക്ക്, ഞാനിപ്പോൾ വരാം. വാസന്തിയുടെ അത്രയും നേരത്തെ നെരുവിരിക്ക് ശമനമായി. ഒരു മെഴുകുതിരി അടുക്കളയിൽ വെച്ച് മറ്റൊരെണ്ണവുമായി മീര ഡോർ തുറക്കാനായി ചെന്നു. അല്പസമയത്തിന് ശേഷം, മീരെ, അച്ഛനും മോളെ അവിടെ എന്തെടുക്കുക? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. എന്നെ പേടിപ്പിക്കാനാ രണ്ടാളുടെയും പരിപാടിയെങ്കിൽ നടക്കില്ലാട്ടോ. മറുപടിയൊന്നും കേൾക്കാത്തത് കൊണ്ട് വാസന്തി മെഴുകുതിരിയും എടുത്ത് ഹാളിൽ ചെന്ന് നോക്കി. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടപ്പുണ്ട്. കാറ്റിനും മഴക്കും ഒട്ടും കുറവില്ല. മോളെ മീരെ, നീ എവിടെയാ? ഈ വാതിലും തുറന്നിട്ടുകൊണ്ട് ഈ പെണ്ണിന്റെ ഒരു കാര്യം. വാസന്തി പുറത്തേക്ക് നടക്കാനൊരുങ്ങിയതും പെട്ടെന്ന് കറണ്ട് വന്നു. അവരെല്ലാ സ്ഥലത്തും മോളെ നോക്കി. ഒരു സ്ഥലത്തും മോളെ കാണാനില്ലായിരുന്നു. വാസന്തിയുടെ മനസ്സിൽ എന്തോ പേടി തോന്നി. ഉമ്മറത്തെ അവളുടെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരി നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഗേറ്റിങ്ങൽ ഒരു നിഴലനക്കം കണ്ടത്. ശരിക്കും നോക്കിയപ്പോൾ കോൺസ്റ്റബിൾ ദിവാകരൻ, മീരയുടെ അച്ഛൻ. നിങ്ങളിവിടെ നിപ്പുണ്ടായിരുന്നോ? മീര എവിടെ? മോളെവിടെയാണെന്ന് എന്നോടാ ചോദിക്കുന്നേ. ഞാനിപ്പോഴല്ലേ വന്നേ. അപ്പോൾ നേരത്തെ ബെല്ലടിച്ചത് നിങ്ങളല്ലേ? വാസന്തിയുടെ മുഖത്ത് ഭയം വരാൻ തുടങ്ങി. ഞാനിത് ഇപ്പോഴാണ് വന്നേ. എന്താ സംഭവിച്ചത്? മീര എവിടെ? തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ഘോര ശബ്ദത്തെ കീറിമുറിച്ചുകൊണ്ട് കാരക്കോട് ടൗണിലെ പോലീസ് സ്റ്റേഷനിലെ പഴയ ടെലിഫോൺ ശബ്ദിച്ചു. സ്റ്റേഷനിൽ 2 കോൺസ്റ്റബിൾമാരും SI സദാശിവനും നല്ല ഉറക്കത്തിലാണ്. കുറേ നേരം കിടന്നടിച്ചപ്പോൾ SI ഞെട്ടി ഉണർന്നു. തൻ്റെ ഉറക്കം ശല്യപ്പെടുത്തിയതിലുള്ള അരിശം മുഴുവനും പുറത്തു കാണിച്ചുകൊണ്ട് SI ചെവി തോണ്ടി ഹെഡ് കോൺസ്റ്റബിൾ ഭാസ്കരനോട് കൽപ്പിച്ചു. എടോ ഭാസ്കര, ആ ഫോണൊന്ന് എടുക്കണോ? ഈ രാത്രിയിലും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇവറ്റകൾക്കൊന്നും ഉറക്കമില്ലേ? അതും പറഞ്ഞ് അദ്ദേഹം വീണ്ടും ഉറക്കത്തിലേക്ക് വീണു. സാർ, SI സാറേ. എന്താണ് കാണുന്നേ? അത് പിന്നെ സാർ, കോൺസ്റ്റബിൾ ദിവാകരനാണ് വിളിച്ചേ. എന്തേ, അയാളുടെ തള്ള പറ്റോ? സാർ, ദിവാകരന്റെ മോളെ കാണാനില്ലെന്ന്. ഇപ്പോഴാണ് സംഭവം. ഒന്ന് അവിടം വരെ ചെല്ലാനാ പറയുന്നേ. അയാളുടെ മോള് വല്ലവൻ്റെയും കൂടെ ഒളിച്ചോടി പോയി കാണും. അതിന് ഈ മഴയത്ത് നമ്മൾ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എന്നാലും സാർ, നടക്ക്. പട്ടി ചാടിയാലും പെണ്ണ് ചാടിയാലും ഒക്കെ പോലീസുകാരൻ്റെ നെഞ്ചത്തോട്ടാണല്ലോ. പോയി വണ്ടി എടുക്ക്. കോൺസ്റ്റബിൾ ദിവാകരൻ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞ പ്രകാരം 1 മണിക്കൂറിൻ്റെ അകം സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തി. സ്റ്റേഷനിൽ നിന്ന് 10 കിലോമീറ്റർ മാറി മാറാടി വില്ലേജിനടുത്തുള്ള ഒരു കോളനിയിലാണ് ദിവാകരൻ്റെ വീട്. മെയിൻ റോഡിൽ നിന്ന് മാറി കോളനിയിലേക്ക് വേറെ റോഡാണ്. ഒരുപാട് വീടുകൾ ആ റോഡിൻ്റെ ഇരു സൈഡിലും തിങ്ങി നിറഞ്ഞതുകൊണ്ടാണ് കോളനി എന്ന് വിളിക്കുന്നത്. എൻ്റെ മോള്, ഞാൻ പറഞ്ഞിട്ട് അവൾ വാതിൽ തുറന്നേ. ഞാൻ കാരണം എൻ്റെ മീര. കരയില്ലേ വാസന്തി, നമുക്ക് വഴിയുണ്ടാക്കാം. വാസന്തി നല്ല കരച്ചില്ലാണ്. കോൺസ്റ്റബിൾ ദിവാകരനൻ നിസ്സഹായനായി ഭാര്യയുടെ അടുത്തിരിപ്പുണ്ട്. SI വിവരം കൊടുത്ത പ്രകാരം തൊട്ടടുത്തുള്ള ജംഗ്ഷനിൽ പെട്രോളിംഗ് ശക്തമാക്കി. എങ്കിലും കാര്യമായ പുരോഗതി ഒന്നുമില്ല. കാരണം ഈ നട്ടപ്പാതിരാക്കി എന്തു വെച്ചാണ് അന്വേഷിക്കേണ്ടത്? ഒളിച്ചോട്ടമോ തട്ടിക്കൊണ്ടുപോകലോ? കൂടുതൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നുണ്ടായിരുന്നില്ല.
പിന്നെ മഴയും എല്ലാത്തിനും ഒരു തടസ്സമാണ്. സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രിയുടെ അന്ധകാരവും പിന്നിട്ട് നേരം പുലരാൻ ഏതാനും മണിക്കൂറുകൾ ഉള്ളൂ ഇനി. എങ്കിലും വെളിച്ചം അവിടെ ഇവിടെ വീണ് തുടങ്ങിയിട്ടുണ്ട്. മഴ ഇപ്പോൾ ഒന്ന് തോർന്നിട്ടുണ്ട്. പോലീസ് അയൽവാസികളോടൊക്കെ ഓരോന്ന് ചോദിച്ചറിയുന്നുണ്ട്. ചുറ്റും ആൾക്കാരൊക്കെ കൂടി നല്ല ബഹളമാണ്. നമ്മുടെ നാട്ടുകാരല്ലേ, അവരെന്താ പറയാൻ പാടില്ലാത്തത്? ഓരോരുത്തർ പുതിയ കഥകൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങി. പോലീസ് ഇവരെ കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവരും എരിവും പുളിയും ചേർത്തങ്ങ് കാച്ചി. അവളാൾ ശരിയല്ല സാറേ, എന്തൊക്കെയോ വശപ്പിശകുണ്ട്. പിന്നെ ഇതൊക്കെ ഇവരോട് പറഞ്ഞാൽ നമ്മളോട് തട്ടിക്കയറാൻ വരില്ലേ? ഒറ്റ മോളെ തലയെ കയറ്റി വെച്ചതല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ആ കൊച്ചു വല്ലവൻ്റെയും കൂടി ഒളിച്ചോടി കാണും സാറേ. തള്ളയുടെയും തന്തയുടെയും വളർത്തുദോഷം, അല്ലാതെ എന്ത് എന്ന് ചിലര്. സത്യം പറയാലോ സാറേ, ദിവാകരൻ സാറിന് ഈ കൈക്കൂലിയുടെ ഇടപാടൊക്കെ ഉണ്ടേ. അതിവിടെ പരസ്യമായ രഹസ്യമാണ്. എന്തോ പന്തികേടുണ്ട് സാറേ. ചിലപ്പോൾ ഈ ഇടപാടിനെ ചുറ്റിപ്പറ്റി വല്ല പ്രശ്നം നടന്നിട്ടുള്ളത് കാരണം പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയതാവാനും സാധ്യതയുണ്ട് സാറേ എന്ന് വേറെ ചിലർ. അതൊരു പാവം പെൺകൊച്ചാ സാറേ, എല്ലാവരോടും നല്ല സ്നേഹ, അതിൻ്റെ തലയിലെഴുത്ത്, അല്ലാതെ എന്തു പറയാനാ? അങ്ങനെയും പറയുന്നുണ്ട് ചിലർ. ഇനി ആരെന്ത് പറഞ്ഞിട്ടെന്താ, ഒക്കെ പോലീസിന്റെ തലയിലാണല്ലോ. പോലീസ് അച്ഛനമ്മമാരുടെയും ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ മൊഴിയെടുത്തു. SI ഒരു സിഗരറ്റും കത്തിച്ച് ജീപ്പിൽ കയറി ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. ആ പെണ്ണ് വല്ലവൻ്റെയും കൂടി ഇറങ്ങിപ്പോയതിന് പോലീസുകാരെന്ത് പഴിച്ചു? ഇനി ഇവിടെ ഒന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. വല്ല ആറ്റിലോ തോട്ടിലോ നോക്കിയാലായി. കഴിഞ്ഞോട് ചോദ്യം പറച്ചിലൊക്കെ. ഒരു മനുഷ്യത്വവുമില്ലാതെ SI പറയുന്നത് കേട്ട് ഹെഡ് കോൺസ്റ്റബിൾ അന്തം വിട്ടു നിന്നു. യെസ് സാർ, ഇനി ഇവിടെ നിന്നിട്ടെന്താ? ഈ നേരം വരെ ഒരു തുമ്പും കിട്ടിയില്ല. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇന്നലെ രാത്രി തൊട്ട് വന്ന് നിൽക്കാൻ തുടങ്ങിയത് ഇവിടെ. നമുക്ക് പോകാം, വല്ല വിവരം കിട്ടി അറിയിക്കാമെന്ന് പറഞ്ഞേക്ക്. SI പോകാനായി ഒരുങ്ങിയതും CID ജീപ്പ് അതിന് മുമ്പിലായി വന്നു നിന്നു. വന്നിറങ്ങിയതും അയാൾ SIയുടെ നേരെ ചാടി. തൻ്റെ ഫോണിലേക്ക് എത്ര നേരമായിട്ടോ അടിക്കുന്നത്? താനിവിടെ എന്തെടുക്കുക? സോറി സാർ, ഞങ്ങൾ അയൽക്കാരോടൊക്കെ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു. എന്നിട്ട് കഴിഞ്ഞോ? ഓ സാർ, പോകാൻ ഒരുങ്ങുകയായിരുന്നു. പോകാൻ വരട്ടെ, SP സാർ വരുന്നുണ്ട്. ഇതൊരു നിസാര കേസല്ലേ സാറേ, അതിനൊക്കെ എന്തിനാ SP സാർ നേരിട്ട് വരുന്നത്? IG-യുടെ ഓർഡറാണ് SP ഈ കേസിൽ ഇടപെടണമെന്ന്. കോൺസ്റ്റബിൾ ദിവാകരന്റെ അളിയൻ ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റാണ്. ഈ മിസ്സിംഗ് കേസ് വേണ്ട വിധത്തിൽ തന്നെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അയാളുടെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ച് IG-ക്ക് വിളിച്ചു പറയിപ്പിച്ചു. എന്തായാലും താൻ SP സാറിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക. ഓക്കെ സാർ. CI പോയി കുറച്ച് സമയത്തിനകം ആള് ലാൻഡ് അടിച്ചു. ഒരു ബുള്ളറ്റിൽ SP അലക്സ് റോയ് കുരിശിങ്കൽ. വെൽ ഫിറ്റഡ് ബോഡിയും സ്റ്റൈലൻ റൈബാൻ സൺഗ്ലാസും ധരിച്ച് ഇറങ്ങി വരുന്ന ആ മുതലിനെ കണ്ടോ നിങ്ങൾ? ദേഷ്യം മൂക്കത്താ. അങ്ങേർക്ക് പറ്റാത്തത് നടന്ന ഇടിച്ച് നിരപ്പാക്കി കളയും. അതാണ് ശീലം. അതുകൊണ്ട് ഈ തണ്ട് കാണിക്കുന്ന SI പോലും ആളെ കണ്ടാൽ പേടിച്ചനുസരിക്കും. അല്ലെങ്കിൽ SP സാറ് മുള്ളിപ്പോകും. അതെല്ലാവർക്കും അറിയാം. റോയ് സാറെ കണ്ടതും എല്ലാവരും സെല്യൂട്ട് അടിച്ചു. എന്താ സദാശിവ, വല്ലതും കിട്ടിയോ? എല്ലാവരുടെയും മൊഴിയെടുത്തു സാർ. രാത്രി ഏകദേശം 9:30-നും 10-നും ഇടയ്ക്കാണ് സംഭവം നടക്കുന്നത്. വീട്ടിൽ ആ കൊച്ചും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്നേരം. നമ്മുടെ കോൺസ്റ്റബിൾ ദിവാകരൻ സാർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ നല്ല മഴയും ഇടിയും ഉണ്ടായിരുന്നല്ലോ. കറണ്ട് പോയ സമയത്താണ്. ഡെയിലി കറണ്ട് പോകാറുണ്ടോ? കറണ്ട് കട്ട് ഡെയിലി ഉണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങളായി ഈ ഏരിയയിൽ 9:30-ന് ശേഷമാണ് കറണ്ട് പോക്ക്. എന്താണ് അവളുടെ പേര്? മീര ദിവാകരൻ. മീര എന്ത് ചെയ്യുന്നു? ബാംഗ്ലൂരിലുള്ള മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ 1.5 വർഷമായി നഴ്സാണ്. നാട്ടിൽ ലീവിന് വന്നതാണ്. ഓക്കെ. SP വരാന്തയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവാകരൻ്റെയും ഭാര്യയുടെയും അടുത്തേക്ക് ചെന്നു. ദിവാകര, കാര്യങ്ങളുടെ ഗൗരവം ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടേ തീരൂ. അതുകൊണ്ട് സഹകരിക്കണം. സാർ ചോദിച്ചോളൂ. എന്താണ് അന്നേരം നടന്നതെന്ന് കൃത്യമായൊന്ന് പറയൂ. വാസന്തി കരച്ചിലൊന്നടക്കി തേങ്ങിക്കൊണ്ട് ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തെടുത്തു. കറണ്ട് പോയ സമയത്ത് ഞാൻ കിച്ചണിലായിരുന്നു. മോൾ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും പുറത്താരോ കോളിംഗ് ബെല്ലടിച്ചു. കറണ്ട് പോയാൽ കോളിംഗ് ബെല്ല് എങ്ങനെയാ അടിക്കുക? സദാശിവൻ ഒന്ന് അമർത്തി ചിരിച്ചു. യു സ്റ്റുപ്പിഡ്, SP പറഞ്ഞു. സോറി സാർ, അതൊരു വയർലെസ് ഡോർബെല്ലാണ് സാർ. മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഇവിടെ രാത്രി കറണ്ട് കട്ടുള്ളതുകൊണ്ട് ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതൊരു ഉപകാരമാണ്. ദിവാകരനാണത് പറഞ്ഞത്. ശേഷം വാസന്തി തുടർന്നു. മോളുടെ അടുത്ത് മെഴുകുതിരി കൊണ്ട് വാതിൽ തുറക്കാൻ ചെല്ലാൻ പറഞ്ഞു. മോളുടെ അച്ഛനായിരിക്കും വന്നിട്ടുണ്ടാകുക എന്നാണ് വിചാരിച്ചത്. പിന്നെ ശബ്ദമൊന്നും കേൾക്കാതെ കണ്ടപ്പോൾ ചെന്ന് നോക്കിയതാണ്. അപ്പോഴേക്കും കറണ്ട് വരികയും ചെയ്തു. പക്ഷെ മോളെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവളുടെ കയ്യിലെ മെഴുകുതിരി തറയിൽ കിടപ്പുണ്ടായിരുന്നു. മോളുടെ സ്വഭാവത്തിൽ ഈ ഇടയ്ക്ക് അസ്വാഭാവികമായി വല്ലതും തോന്നിയിരുന്നു? ഇല്ല സാർ, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ? ദിവാകരൻ സാറാണ് അതിന് മറുപടി പറഞ്ഞത്. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സാർ. അവരുടെ സങ്കടം കണ്ടപ്പോൾ SP-ക്ക് പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ തോന്നിയില്ല. സമാധാനമായിരിക്കെ. സദാശിവ, ഇവിടെ 2 കോൺസ്റ്റബിൾസിനെ നിർത്തിയേക്ക്. ഓക്കെ സാർ. SP ബുള്ളറ്റിൻ്റെ അടുത്തേക്ക് നടന്ന് അതിൽ ചാരി നിന്നുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ചു. അപ്പോഴേക്കും സദാശിവൻ SP-യുടെ അടുത്തേക്ക് വന്നു.
പിന്നെ മീരയുടെ കോളോ മറ്റോ വന്നാൽ നമ്മളെ അറിയിക്കാൻ അവരുടെ അടുത്ത് പറയണം. ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയ അല്ലേ, എന്നിട്ടും ഇവിടെ ഒരു CCTV ക്യാമറ പോലും ഇല്ലേ? വെക്കാനുള്ള തീരുമാനമായിട്ടുള്ളൂ എന്നാ കോളനി പ്രസിഡന്റ് പറഞ്ഞത്. ഇനി അഫയേഴ്സ് അവളുടെ റൂം നോക്കിയില്ലേ? പുറത്തേക്ക് പുക ഊതിവിട്ടുകൊണ്ട് SP വീണ്ടും ചോദ്യങ്ങൾ വിതറി. അത് പിന്നെ സാർ ഒന്നൊന്നുമല്ലാന്നാ തോന്നുന്നത്. റൂമിലെ ബുക്കിൽ നിന്നൊരു ഫോട്ടോ കിട്ടി, അവളും വേറൊരു പയ്യനും. ഇതാ സാർ. കാമുകനായിരിക്കാം. വേറെ സംശയത്തൊക്കെ ഒന്നും അവിടുന്ന് കിട്ടിയില്ല സാർ. ദിവാകരൻ സാറ് ഐഡന്റിഫൈ ചെയ്തു. പേര് പറഞ്ഞത് ജോണി എന്നാണ്. പിന്നെ ഈ പ്രശ്നത്തിന്റെ പുറത്ത് വീട്ടിൽ ചെറിയ വഴക്കൊക്കെ നടന്നിരുന്നു എന്ന് ദിവാകരൻ സാർ പറഞ്ഞു. പിന്നീടെല്ലാം നിർത്തിയെന്ന് അവൾ പറഞ്ഞതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ ഫോൺ വീട്ടിലേക്ക് തിരഞ്ഞു നോക്കിയെങ്കിലും കിട്ടിയില്ല. പിന്നീട് പുറത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ കുറച്ചു മാറി പൂച്ചട്ടികൾക്കിടയിൽ നിന്ന് സ്വിച്ച് ഓഫ് ആയ രീതിയിൽ ഒരു ഫോൺ കിട്ടി. പരിശോധിച്ചപ്പോൾ മീരയുടെ ആണെന്ന് മനസ്സിലായി. ഇതാണ് സാർ ഫോൺ. 2 സിമ്മുണ്ട് ഇതിൽ. കോളിൽ നോക്കിയപ്പോൾ ഇന്നലെ രാത്രി ഇൻകമിങ് ഒരൊറ്റ കോൾ മാത്രമാണ്. പക്ഷേ അരുൺ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. 1.5 മണിക്കൂർ ഡ്യൂറേഷനുണ്ട്. അവൻ്റെ ഫോട്ടോ കിട്ടാൻ ഫോൺ ഫുള്ള് തപ്പിയപ്പോൾ വേറെയും 1-2 പേരുമായുള്ള ഫോട്ടോസ് കൂടി കണ്ടു. SP ഫോണിലെ ഫോട്ടോസൊക്കെ നോക്കി. എന്തായാലും അവരെയൊക്കെ ഒന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക. പിന്നെ ഫോണിലെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു വെച്ചേക്ക്, ആവശ്യം വരും. എന്നാലും ഒരു കണക്ഷൻ അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോടോ. അയൽക്കാരൊക്കെ എന്ത് പറയുന്നു? അത്ര നല്ല അഭിപ്രായങ്ങളൊന്നുമല്ല സാർ. അവരാരും ഒന്നും കണ്ടില്ല. വല്ല വണ്ടിയോ മറ്റോ സംശയാസ്പദമായ രീതിയിൽ ഈ പരിസരത്ത് നിർത്തിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഇല്ല സാർ. കറണ്ട് ഇല്ലാത്തത് കാരണം ആരും ഒന്നും കണ്ടില്ല, ശ്രദ്ധിച്ചില്ല, ശബ്ദമൊന്നും കേട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ മഴയുമല്ലേ. അവർ വീടിൻ്റെ ചുറ്റുപാടും ഒന്ന് വീക്ഷിച്ചു. അപ്പോഴാണ് വീട് കഴിഞ്ഞൊരു 10 അടി മാറി മതിലിനോട് ചേർന്ന് എന്തോ ഒരു വണ്ടി നിർത്തിയ പാട് ശ്രദ്ധയിൽപ്പെട്ടത്. വണ്ടി വന്ന് നിർത്തിയപ്പോൾ മണ്ണിൽ ടയർ പൂന്തി ഉണ്ടാക്കിയ കുഴികളായിട്ടാണ് കാണുന്നത്. അതിലാണെങ്കിൽ ഇന്നലത്തെ മഴയിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ഈ വണ്ടിയിലായിരിക്കണം അവൾ കയറിപ്പോയിട്ടുള്ളത്, അല്ലെങ്കിൽ അവളെ കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ഇതുകൊണ്ട് ഒന്നും കിട്ടില്ല. മഴ പെയ്ത് വെള്ളം നിറഞ്ഞ ടയറിന്റെ പാടൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. വണ്ടി നേരെയായിരിക്കണം പോയിരിക്കുന്നത്. തിരിച്ചു പാടുകളൊന്നും കാണുന്നില്ല. എടോ, ഇവിടെ അടുത്തൊന്നും CCTV ക്യാമറ ഇല്ലേ? മെയിൻ റോഡിൽ നിന്ന് കോളനിയിലേക്ക് തിരിയുന്ന റോഡ് സൈഡിൽ ഒരെണ്ണമുണ്ട്, പക്ഷേ കുറേയായി വർക്കിംഗ് അല്ല. പിന്നെ ഈ സൈഡിലേക്ക് അങ്ങനെ തൊട്ടടുത്ത് CCTV ഒന്നുമില്ല സാർ. 3-4 കിലോമീറ്റർ അപ്പുറമാണ് സ്വകാര്യ സ്ഥാപനങ്ങൾ പോലുമുള്ളത്. നേരെ പോയാൽ 1 കിലോമീറ്റർ മാറി ഒരു ATM ഉണ്ട്. പക്ഷെ ആ CCTV 2 ദിവസമായി വർക്കിംഗ് അല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അന്വേഷിച്ചു. ഒന്നും വിടണ്ട. നമ്മുടെ കയ്യിൽ ഒരു സൂചനയും ഇല്ലാത്തതിനാൽ ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എല്ലാം കളക്ട് ചെയ്തേക്ക്. നേരെ പിന്നെയും 1 കിലോമീറ്റർ കൂടി പോയാൽ മാറാടി വില്ലേജ് ആയില്ലേ? എങ്കിൽ തൊട്ടടുത്ത 2 കിലോമീറ്റർ പരിധിയിൽ വരുന്ന CCTV ഫുട്ടേജ് കൂടി കളക്ട് ചെയ്യണം. പിന്നെ ടൗണിലെയും തൊട്ടടുത്ത ജംഗ്ഷനിലെയും ചെക്ക് ചെയ്തേക്ക്. മഴ കാരണം നിരത്തിൽ വാഹനങ്ങൾ കുറവായതിനാൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഉടൻ വേണം. എന്നിട്ട് താൻ ഓഫീസിലോട്ട് വാ. പിന്നെ മീരയുടെ ഫോണും എടുത്തോണ്ട്, കൂടാതെ മിസ്സിംഗ് എന്ന് പറഞ്ഞ അവളുടെ ഫോട്ടോ വെച്ച് എല്ലാ സ്റ്റേഷനിലേക്കും അയക്ക്. മിസ്സാകുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഐഡന്റിഫിക്കേഷൻ മാർക്സും എല്ലാം നോട്ട് ചെയ്തേക്ക്. പിന്നെ മാറാടി വില്ലേജിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഏർപ്പാടാക്കണം. വല്ല വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ശരി സാർ. SP വീണ്ടും ആ പരിസരമൊക്കെ നന്നായി ഒന്ന് വീക്ഷിച്ചു. ഒരു 10 അടി കൂടി മാറി ഓപ്പോസിറ്റ് റോഡ് സൈഡിലെ പുല്ലിൽ നിന്ന് റോയിക്ക് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ഒരു കർച്ചീഫ് കിട്ടി. റോയി അത് ഒരു കമ്പ് കൊണ്ടെടുത്ത് മണത്ത് നോക്കി. സദാശിവ, ഇത് ലാബിലേക്ക് അയച്ചേക്ക്. ഓക്കെ സാർ. പിന്നെ ഈ മിസ്സിംഗ് കേസ് തികച്ചും കോൺഫിഡൻഷ്യലായിരിക്കണം. പുറത്ത് മീഡിയകൾ അറിയാതെ നോക്കണം. തീർച്ചയായും സാർ. SI മീരയുടെ ഫോൺ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത അവളുടെ കാമുകന്മാരാണെന്ന് സംശയിക്കുന്ന 2-3 പേരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഓരോരുത്തരെയായി വിസ്തരിക്കാൻ തുടങ്ങി. എന്താണ് നിന്റെ പേര്? അരുൺ എന്നാ സാർ. എന്താണ് പേര് പറയാൻ നിനക്കൊരു മടി? അങ്ങനെയൊന്നും ഇല്ല സാർ. ഞങ്ങളെ മെനക്കെടുത്താതെ ഉള്ളതുപോലെ പറഞ്ഞാൽ നിനക്ക് കൊള്ളാം. മീര മിസ്സിംഗ് ആണെന്ന കാര്യം അറിഞ്ഞോ? അറിഞ്ഞു സാർ. എങ്ങനെ അറിഞ്ഞു? കൂട്ടുകാർ പറഞ്ഞതാ സാർ. അല്ലാതെ ഇന്നലെ രാത്രി നീ അവളെ വിളിച്ചോണ്ട് പോയതല്ലേ? സത്യം പറഞ്ഞോ, എവിടെയാണ് മീര? അവളെ നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാർ, ഞാൻ ആരെയും ഒളിപ്പിച്ചു വെച്ചിട്ടില്ല സാർ. ഞാൻ നിരപരാധിയാണ് സാർ. നുണ പറയുന്നോടാ റാസ്കൾ. ഇന്നലെ മീര മിസ്സിംഗ് ആകുന്നതിന് തൊട്ടു മുമ്പ് വരെ നീ അവളോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഒളിച്ചോട്ടത്തെക്കുറിച്ചായിരുന്നില്ലേ നിങ്ങളുടെ പ്ലാനിങ്? അങ്ങനെയൊന്നുമല്ല സാർ. ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. സത്യം ഞാൻ പറയുന്നത്. അവൻ തല താഴ്ത്തി കരയാൻ തുടങ്ങി. SI അടുത്തവനിലേക്ക് നീങ്ങി. നിന്റെ പേരോ? ജോണി മോനെ, നീയല്ലേ അവളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമുണ്ടാക്കിയേ. എന്നിട്ട് അവളുടെ പാരൻസ് സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ ആ റിലേഷൻ വേണ്ട എന്ന് പറയാം. പിന്നീട് രഹസ്യമായി നിങ്ങളുടെ ബന്ധം തുടരാം. എന്നിട്ട് അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ അവളെ കണ്ടെത്തി കൊണ്ടുപോവുക. അതല്ലേ ഇന്നലെ നടന്നേ? ഇതൊക്കെ സാറിൻ്റെ അനുമാനങ്ങളല്ലേ? അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല. സാറിനി എത്ര തന്നെ ചോദിച്ചാലും ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല.
SI ബാക്കിയുള്ളവരെ കൂടി ചോദ്യം ചെയ്തെങ്കിലും കാര്യമായി ഒന്നും കിട്ടിയില്ല. ശേഷം അവരെ അവിടെ മാറ്റി നിർത്തി SI CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാൻ പോയി. ആവശ്യമായവ കളക്ട് ചെയ്ത് എവിഡൻസ് കവറും എടുത്തിട്ട് SI നേരെ SP ഓഫീസിലേക്ക് വിട്ടു. SI റോയ് സാറിൻ്റെ ഓഫീസിലെത്തുമ്പോൾ ചെയറിൽ CI അനിരുദ്ധും DYSP ശ്രീനാഥ് സാറും ഹാജരായിരുന്നു. SI സെല്യൂട്ട് അടിച്ച് ചെയറിലേക്ക് ഇരുന്നു. കൂടുതൽ മുഖവരയിടാതെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എന്താ ഈ ഫുട്ടേജ് റിവ്യൂ? സാർ എല്ലാം പരിശോധിച്ചു. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വാഹനം പോലും ആ സ്പോട്ടിലെ CCTVയിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല, SI പറഞ്ഞു. അപ്പോൾ ആ വണ്ടി ഇതിനിടയിൽ എവിടെയോ തിരിഞ്ഞു പോയിട്ടുണ്ടാവണം അല്ലേ സാർ? DYSP പറഞ്ഞു. DYSP അത് പറഞ്ഞതും CI അനിരുദ്ധ് ഒന്ന് ആലോചിച്ചതിന് ശേഷം പറഞ്ഞു, സാർ ATMനും അപ്പുറം ഒരു പോക്കറ്റ് റോഡുണ്ട്. അത് 4 കിലോമീറ്റർ പോയാൽ ഹൈവേയിലേക്കാണ് കൂടിച്ചേരുന്നത്. ദിവസം ധാരാളം വണ്ടികൾ ഷോർട്ട് കട്ട് പിടിക്കുന്ന റോഡാണ്. പക്ഷെ വലിയ വണ്ടികൾക്കൊന്നും അതിലൂടെ പോകാൻ കഴിയില്ല. IC, അപ്പോൾ ആ വഴി തന്നെ. മീരയെ കൊണ്ടുപോയത് ഒരു ചെറിയ വണ്ടിയിലായിരിക്കണം, വല്ല കാറോ വാനോ അങ്ങനെ എന്തെങ്കിലും. ആ റോഡ് ഹൈവേയിൽ കൂടി ചേരുന്നിടത്ത് CCTV ക്യാമറ വല്ലതും ഉണ്ടോ? SP ചോദിച്ചു. നോ സാർ, 10 കിലോമീറ്റർ ചുറ്റളവിൽ CCTV ക്യാമറകളൊന്നും തന്നെയില്ല. ചുരുക്കം ചില വീടുകളും 1-2 പെട്ടിക്കടകളും മാത്രമേ ഉള്ളൂ. അതും ആ റോഡിന്റെ കുറച്ചു മാറിയാണ്. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തതും CI പറഞ്ഞു. വളരെ പ്ലാൻഡ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സ്റ്റേഷനിലേക്ക് മറ്റേ പയ്യന്മാരെ വിളിപ്പിച്ചോ? എല്ലാവരും വന്നോ? SP ചോദിച്ചു. ഒരുത്തനൊഴികെ എല്ലാവരും വന്നു. വിളിച്ചപ്പോൾ നാട്ടിലില്ല, വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഫോൺ ട്രേസ് ചെയ്തപ്പോൾ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ 1-2 കാര്യങ്ങൾ ഫോണിലൂടെ ചോദിച്ചറിഞ്ഞു. ഇവർക്കാർക്കും ഇതിൽ പങ്കില്ല എന്ന മട്ടിൽ തന്നെയാണ് സംസാരിച്ചത്. ഒന്നുകൂടി ശരിക്ക് പെരുമാറിയാൽ ചിലപ്പോൾ സാർ പെർമിഷൻ തന്നാൽ SI ചോദിച്ചു. അപ്പോൾ താൻ പറഞ്ഞു വരുന്ന അവൾ ഒളിച്ചോടി പോയെന്നാണോ? DYSP ചോദിച്ചു. അങ്ങനെ ഉറപ്പ് പറയാനൊക്കില്ല. മേ ബി ഇവരാരെങ്കിലും ഇവൾക്ക് വേറെയും അഫയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ വഞ്ചിച്ചതിൻ്റെ പേരിൽ വല്ലതും ചെയ്യാൻ വേണ്ടി. അല്ല, അങ്ങനെയും വരാലോ, SI പറഞ്ഞു. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. മീരയെ അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തിനു ഫോൺ അവിടെ ഉപേക്ഷിച്ചു പോയി? അവർ തമ്മിലുള്ള ഫോട്ടോസ് വെച്ച് നമ്മൾ അവരെ കണ്ടുപിടിക്കുമെന്ന് തീർച്ചയല്ലേ? അപ്പോൾ ഫോൺ കൊണ്ടുപോകുകയല്ല വേണ്ടത്. മാത്രമല്ല, ഫോൺ പൂച്ചട്ടിക്ക് എടുത്തു നിന്ന് സ്വിച്ച് ഓഫ് ആയ രീതിയിലാണ് ലഭിച്ചത്. അവളുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞ പോലെ. പിന്നെ ഈ മഴയുള്ള രാത്രി തന്നെ എന്തിനു ചൂസ് ചെയ്തു? SP അവളുടെ ഫോൺ എവിഡൻസ് കവറിൽ നിന്നെടുത്തു. നോക്കൂ, ഫോട്ടോ ഡീറ്റെയിൽസ് നോക്കിയാൽ അറിയാം. അവളുടെ ഫോണിലെ ഈ ഫോട്ടോസൊക്കെ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ എടുത്തതാണ്. അവൾ എത്ര ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനൊരു സീൻ ക്രിയേറ്റ് ചെയ്യാതെ ആരും സംശയിക്കാത്ത വിധം ഈ അടുപ്പം മുതലെടുത്ത് വേറെ എത്ര നല്ല അവസരങ്ങൾ അവളെ തൻ്റെ അടുത്തെത്തിക്കാനുണ്ട്. എന്തുകൊണ്ട് ആ വഴിക്കൊന്നും ചിന്തിച്ചില്ല? SP പറഞ്ഞു. അപ്പോൾ ഒളിച്ചോട്ടമായിരിക്കണമല്ലേ? ഇതല്ലെങ്കിൽ അതിനല്ലേ പിന്നെ ചാൻസ് ഉള്ളൂ? SI ചോദിച്ചു. അതിന് സാധ്യതയുമില്ല. വീട്ടിൽ നിന്ന് മീരയുടെ യാതൊന്നും മിസ്സിംഗ് അല്ല. റൂമിൽ നിന്ന് ഒളിച്ചോട്ടമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സൂചനയുമില്ല. പണവും മറ്റും പോയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ മഴയുടെ രാത്രി തന്നെ ഒളിച്ചോടാൻ നോക്കുന്നതിന് പകരം വേറെ എത്ര അവസരങ്ങളുണ്ട്. മാത്രമല്ല, ഫോൺ നിലത്തെറിഞ്ഞു പോകണമായിരുന്നു. പിന്നെ സംഭവം നടന്നിട്ടിപ്പോൾ 18 മണിക്കൂറോളം കഴിഞ്ഞു. ഇതുവരെ അവളുടെ ഫോൺ കോൾ പോലും വന്നിട്ടില്ല. ഫോട്ടോ വെച്ച് അന്വേഷണം തുടർന്നു. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാത്തിനും അപ്പുറം വി ഹാവ് എ ക്ലിയർ എവിഡൻസ്. സ്തബ്ധിച്ചിരിക്കുകയാണ് 3 പേരും. സാർ പറഞ്ഞു വരുന്നേ? SP ലാബ് സ്ക്രീൻ അവരുടെ നേരെ തിരിച്ചുകൊണ്ട്. നിങ്ങളിത് കണ്ടോ? മീരയുടെ വീടിന് 20 അടി മാറി പുല്ലിൽ നിന്ന് എനിക്ക് കിട്ടിയ കർച്ചീഫിന്റെ റിപ്പോർട്ടാണ്. കർച്ചീഫിൽ ക്ലോറോഫോമിന്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതായത് മീര സ്വമേധയെ ഇറങ്ങിപ്പോയതല്ല, അവളെ ബലമായി പിടിച്ചു മയക്കി തട്ടിക്കൊണ്ടുപോയതാണ്, SP പറഞ്ഞു. സാർ, SI ചോദിച്ചു. ഒട്ടും സംശയിക്കേണ്ട, ഷീസ് കിഡ്നാപ്പഡ്. വാതിൽ തുറക്കുമ്പോൾ മീരയെ തന്നെയായിരിക്കണം അയാൾ പ്രതീക്ഷിച്ചിരുന്നത്. കിച്ചണിൽ ലൈറ്റ് തെളിയുന്നത് റോഡ് സൈഡിൽ കാർ പാർക്ക് ചെയ്ത ഭാഗത്ത് നിന്ന് വളരെ വ്യക്തമായി കാണാം. അല്ലെങ്കിൽ മീരയുടെ അമ്മയാണ് വാതിൽ തുറന്നിരുന്നെങ്കിൽ അയാൾ അവരെ ആക്രമിക്കാനുള്ള വല്ലതും കയ്യിൽ കരുതിയിട്ടുണ്ടാകണം. പിന്നെ ദിവാകരൻ വരുന്ന സമയമായതുകൊണ്ട് മഴയാണെങ്കിൽ കോളിംബെല്ല് കേട്ടാൽ തന്നെ അവർ വാതിൽ തുറക്കുമെന്ന് അയാൾ ഊഹിച്ചു കാണും. ഒന്നുകിൽ ദിവാകരനോട് വിദ്വേഷമുള്ള ആരോ ഒരാൾ, അല്ലെങ്കിൽ മീരയുമായി ബന്ധപ്പെട്ട ആരോ. എനിവേ, ദിവാകരന്റെ എല്ലാ കണക്ഷൻസും നോട്ടീസ് ചെയ്യണം. അയാൾക്ക് പരിചയമുള്ളവർ, അയാളുമായി ഇടപാടുള്ളവർ, ശത്രുതയ്ക്ക് സാധ്യതയുള്ളവർ, അങ്ങനെയെല്ലാം. മീര വർക്ക് ചെയ്യുന്ന ആശുപത്രിയിലൊന്ന് അന്വേഷിക്കണം. റീസെൻ്റ്ലി എനി ഇഷ്യൂസ് വല്ലതും അവളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നൊക്കെ. ഹരിയപ്പ്, നമുക്ക് ഒട്ടും സമയമില്ല, SP പറഞ്ഞു. ഓക്കെ സാർ. അവർ സല്യൂട്ട് ചെയ്ത് പിരിഞ്ഞുപോയി. സന്ധ്യ മയങ്ങി തുടങ്ങി. പക്ഷികൾ കൂടണയുന്ന ധൃതിയിലാണ്. എടാ രമേശ, ഒന്ന് പെട്ടെന്നാവട്ടെടോ. ഇരുട്ടുമ്പോഴേക്ക് തീർക്കണം. കുറച്ചു കഴിഞ്ഞാൽ പോലീസ് പെട്രോളിംഗ് എന്ന് പറഞ്ഞിറങ്ങും. നമുക്ക് പണിയാകും. അതൊക്കെ നമുക്ക് തീർക്കാം. വാരി ചാക്കിലാക്കുന്ന പണിയല്ലേ ഉള്ളൂ. പക്ഷെ അണ്ണാ, ഇന്നും കാശ് കിട്ടിയില്ലേ ഞാൻ എൻ്റെ പണി നോക്കി പോകും. ചിലക്കാതെ നീ പറഞ്ഞത് ചെയ്യേ. ഹൈവേയിലൂടെ പെരിങ്ങോട് പാലത്തിന്റെ അടിയിൽ മണൽ വാരാൻ ഇറങ്ങുകയാണ് സഹദേവനും കൂട്ടാളികളും. വെള്ളം കുറവാണ്, ഒഴുക്കും തീരെയില്ല. അവിടെ എവിടെയായി മണൽ കൂമ്പാരങ്ങളും കാണാം. തോർത്ത് കെട്ടി ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് രമേശൻ അത് ശ്രദ്ധിച്ചത്.
സഹദേവണ്ണ അങ്ങോട്ട് നോക്ക്, പാലത്തിന്റെ താഴെ അതാ ഒരു ചാക്ക്. ഇനി നമുക്ക് മുന്നേ വേറെ ആരെങ്കിലും വന്ന് മണൽ വാരിയോ? 2 ദിവസം ലീവ് എടുത്താൽ ഇങ്ങനെ ആരെങ്കിലും പണി തരും. വാ പൊളിച്ചു നിൽക്കാതെ പോയി നോക്കട ചക്ക. രമേശൻ വെള്ളത്തിലൂടെ ഇഴഞ്ഞ് പാലത്തിന്റെ അടിയിലെ മണലിലേക്ക് കയറി. അവൻ ചാക്കിന്റെ അടുത്ത് ചെന്നു. അസഹനീയമായൊരു ദുർഗന്ധം അവൻ അനുഭവപ്പെട്ടു. മുകൾ ഭാഗം കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നു. മണലിൽ ഭിത്തിയോട് ചാരി വെച്ചിരിക്കുന്ന ചാക്കിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോരയുടെ പാട് കണ്ട് രമേശൻ ഞെട്ടി പിന്നോട്ട് മാറി. സഹദേവണ്ണ ഓടിവാ. ആ പൂർണിമ കേൾക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം പുഴയിൽ കുളിക്കാൻ വന്ന യുവാക്കളാണ് സംഭവം ആദ്യം കണ്ടത്. പോലീസ് വന്ന് ചാക്ക് തുറന്നു നോക്കിയപ്പോൾ അതൊരു പെൺകുട്ടിയുടെ നഗ്നമായ മൃതദേഹമാണെന്ന് മനസ്സിലായി. ആരാണ് ഈ പെൺകുട്ടിയെന്ന് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇൻക്വസ്റ്റ് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ അവർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തായാലും കൂടുതൽ ദുരൂഹതകൾ ചുരുളഴിയാനുണ്ടെന്ന് തന്നെ അനുമാനിക്കാം. ക്യാമറമാൻ സുകേഷിനൊപ്പം ധന്യ. വിവരം കേട്ടറിഞ്ഞ് ഒരുപാട് ജനങ്ങൾ പാലത്തിന്മേലും പരിസരത്തുമായി തടിച്ചുകൂടിയിട്ടുണ്ട്. മാത്രമല്ല മീഡിയക്കാർ വേറെയും. ഒരു കൂട്ടം പോലീസ് മാധ്യമങ്ങളെയും ജനങ്ങളെയും നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ്. ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സും ഫോറൻസിക് ലാബിൽ നിന്നുള്ള ടീമും എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു. സഹദേവനാണ് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. മീരയുടെ മിസ്സിംഗ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ SI വിവരം CIയെ അറിയിച്ച് സംഭവ സ്ഥലത്തേക്ക് എത്തി. അല്പസമയത്തിനകം CIയും DYSPയും പോലീസ് ഫോഴ്സുമായി എത്തുകയായിരുന്നു. പോലീസ് വണ്ടി കണ്ടാണ് ജനങ്ങൾ തടിച്ചുകൂടിയത്. DYSPയുടെ നേതൃത്വത്തിൽ ബോഡി ചാക്കിൽ നിന്ന് പുറത്തെടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി പാതി പുതപ്പുകൊണ്ട് മൂടിയിട്ടുണ്ട്. അപ്പോഴേക്കും SP എത്തി. റോയ് ജീപ്പിൽ നിന്നിറങ്ങിയതും മാധ്യമപ്രവർത്തകരുടെ ഒരു പട തന്നെ അദ്ദേഹത്തെ വളഞ്ഞു ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. പോലീസ് അവരെ നിയന്ത്രിക്കാൻ മാറ്റി നിർത്തി. SPയെ കണ്ടതും SIയും CIയും DYSPയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് സല്യൂട്ട് ചെയ്തു. സാർ, സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പെൺകുട്ടിയുടെ മുഖം വ്യക്തമല്ല. മാത്രവുമല്ല വളരെ ക്രൂരമായിട്ടാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊസീജിയേഴ്സ് കഴിഞ്ഞ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം, DYSP പറഞ്ഞു. ആരാ സംഭവം ആദ്യം കണ്ടത്? ഇവിടെ പുഴയിൽ കുളിക്കാൻ വന്ന 2 യുവാക്കളാണ് സാർ, CI പറഞ്ഞു. താന് അവരെ ഇങ്ങോട്ട് വിളിക്ക്. ഓക്കെ സാർ. SI സഹദേവനെയും രമേശനെയും അങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ സ്ഥിരം കുളിക്കാൻ വരാറുണ്ടോ? ഇല്ല സാർ, ആഴ്ചയിൽ 2 തവണയൊക്കെ. സഹദേവന്റെ നുണ കേട്ട് രമേശൻ അവനെ നോക്കി. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ലാസ്റ്റ് എന്നാ വന്നത്? 2 ദിവസം മുമ്പ്. ഓക്കെ, അനിരുദ്ധ് ഇവരുടെ മൊഴി എടുത്തിട്ട് വിട്ടോ. SP ഒന്ന് ആലോചിച്ചതിന് ശേഷം, സദാശിവ, മീരയുടെ പാരൻസിനെ പോലീസ് ജീപ്പ് വിട്ട് കൊണ്ടുവരാൻ ഏർപ്പാടാക്കൂ. ബോഡി അവർ ഐഡന്റിഫൈ ചെയ്യോ എന്ന് നോക്കാം, SP പറഞ്ഞു. ഏകദേശം തെളിവെടുപ്പൊക്കെ കഴിഞ്ഞിരുന്നു. ഫോട്ടോഗ്രാഫേഴ്സ് തിരിച്ചും മറിച്ചും എല്ലാ ആംഗിൾസിലും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞോ? ഓ സാർ. ബോഡി മലർന്നാണ് കിടത്തിയിരിക്കുന്നത്. അദ്ദേഹം ബോഡി വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചു. ഒറ്റ നോട്ടത്തിൽ തന്നെ അത് സ്ത്രീയാണെന്ന് മനസ്സിലാകാം. ചോര പുരണ്ട് ഉണങ്ങിയ ജട കുത്തിയ മുടി, നഗ്നമായ ബോഡിയാകെ ചോരപ്പാടുകളാണ്. ദേഹമാകെ സകലതും ചെറുതും വലുതുമായ ഒരുപാട് മുറിവുകളുണ്ട്. മുഖം വെട്ടിക്കീറിയ പോലെ. അതിനാൽ ആരാണെന്ന് വ്യക്തമല്ല. ശരീരം കണ്ടിട്ട് ഒരുപാട് പ്രായം തോന്നിക്കുന്നില്ല. വിരലുകളിൽ നെയിൽ പോളിഷിന്റെ അംശം കാണാം. ചെറുതായി ദുർഗന്ധവും വമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രഥമ ദൃഷ്ടിയാൽ ഇത് തികച്ചും ഒരു ക്രൂരമായ കൊലപാതകം തന്നെ. ചോര വാർന്ന് മരിച്ചതാവാം. കൂടുതൽ നേരം ആരും അതിലേക്ക് നോക്കി നിൽക്കില്ല. അത്രയ്ക്കും ഭീതി ഉളവാക്കുന്ന ഒരു രൂപമായിരുന്നു അത്. തൊട്ടടുത്ത് തന്നെ ഫോറൻസിക് വിദഗ്ധർ ബോഡി കിട്ടിയ ചാക്ക് പരിശോധിക്കുന്നുണ്ട്. അതിലും നന്നായി ചോരപ്പാടുകളുണ്ട്. SP കുനിഞ്ഞ് ചോരയിൽ ഉരതി. ചോര ഉണങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംഭവം നടന്നിട്ട് സമയം ഒരുപാട് പിന്നിട്ടിട്ടുണ്ട്. SP ബോഡി നോക്കിക്കൊണ്ടിരിക്കെ CI അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. സാർ, മീരയുടെ പാരൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അവരെ കാണിക്കേ. SI അവരെ ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ബോഡി കണ്ടതും മീരയുടെ അമ്മ പൊട്ടിക്കരഞ്ഞു. അവർ ദിവാകരൻ സാറുടെ നെഞ്ചിലേക്ക് മുഖമാഴ്ത്തി. ദിവാകരൻ സാറും കരച്ചിൽ പിടിച്ചു നിർത്താൻ പാടുപെടുന്നുണ്ട്. ആരെയും വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. പിന്നെ അവരെ കൂടുതൽ നേരം അവിടെ നിർത്തിയില്ല. SI അവരെ അവിടെ നിന്നും കൊണ്ടുപോയി. SP അലക്സ് റോയി DYSPയോടായി പറഞ്ഞു, മീരയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്സൊക്കെ നോട്ട് ചെയ്തില്ലേ? പിന്നെ പ്രൊസീജിയേഴ്സ് കഴിഞ്ഞെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ഐഡന്റിഫിക്കേഷൻ മാർക്ക് പോസ്റ്റ്മോർട്ടം ഡോക്ടറെ ഏൽപ്പിച്ചേക്ക്. സദാശിവനെ നേരിട്ട് അയക്കണം. ഓക്കെ സാർ. ഫോറൻസിക് വിദഗ്ധർ സാമ്പിൾസ് കളക്ട് ചെയ്ത് പോകാനായി ഒരുങ്ങി. സാർ, ബോഡിക്ക് 2-3 ദിവസത്തെ പഴക്കമുണ്ട്. അതുകൊണ്ടാണ് സ്മെല്ലെടുക്കുന്നത്. മാത്രമല്ല ബ്ലഡ് ശരിക്കും കറ പോലെ ബോഡിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഫിംഗർ പ്രിന്റ്സ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ചാക്കിൽ മുളകുപൊടി വിതറിയിട്ടുണ്ട്. ബോഡിയിൽ നിന്നും മുളകുപൊടിയുടെ അംശങ്ങൾ കിട്ടി. കൂടുതൽ വിവരങ്ങൾ സാമ്പിൾസ് പരിശോധിച്ചതിന് ശേഷം പറയാം. ഓക്കെ, റിപ്പോർട്ടൊന്ന് ഫാസ്റ്റ് ആക്കണം. ശരി സാർ. സമയം അതിക്രമിക്ക് എങ്ങും ഇരുട്ട് വീണു തുടങ്ങി. ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി ആംബുലൻസിൽ കൊണ്ടുപോയി. SIയും അവരുടെ കൂടെ പോയി. നാളെയാണ് പോസ്റ്റ്മോർട്ടം. അതുവരെ മോർച്ചറിയിൽ സൂക്ഷിക്കും. മീഡിയ SPയെ കാണണമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അവരുടെ മുമ്പിൽ ചെല്ലാൻ തയ്യാറായില്ല. സാർ, നമ്മളെ എങ്ങനെ ഇത്? DYSP തുടക്കമിട്ടു.
ബോഡിക്ക് 2-3 ദിവസം പഴക്കമുണ്ടെന്നാണ് ഫോറൻസിക്കിൽ നിന്നും പറഞ്ഞത്. അതായത് മരിച്ചിട്ട് 72 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. മീര മിസ്സായിട്ട് കഷ്ടി 21 മണിക്കൂർ. അതായത് ഇത് മീരയുടെ ബോഡി അല്ല. പിന്നെ ഇത് ആരുടെ? കണ്ടുപിടിക്കണം. എന്തായാലും പോസ്റ്റ്മോർട്ടം ആൻഡ് ഫോറൻസിക് റിപ്പോർട്ട് കൂടി വരട്ടെ. അതിനു മുമ്പ് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എല്ലാ സ്റ്റേഷനിലും ഒന്ന് വിളിച്ചന്വേഷിക്കണം. ദെൻ പെട്രോളിംഗ് ഒന്നുകൂടി ശക്തമാക്കണം. സംശയാസ്പദമായ രീതിയിൽ ഏത് വണ്ടി കണ്ടാലും കസ്റ്റഡിയിൽ എടുത്തിരിക്കണം. എനിവേ വി ആർ അറ്റ് ക്രൂഷ്യൽ പോയിന്റ്. ഓക്കെ സാർ. എന്നാലും ആരായിരിക്കും സാർ ഇതിൻ്റെ പിന്നിൽ? ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇത്രയും ബ്രൂട്ടലായി DYSP ചോദിച്ചു. മീര, അവളെയും ഇത്രയും നേരം വരെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അവൾ എവിടെയായിരിക്കും? CI ചോദിച്ചു. എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, ഉത്തരങ്ങൾ മൗനം മാത്രം. ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ക്ലോക്കിലെ സെക്കൻഡ് സൂചി പാഞ്ഞു. സമയം അർദ്ധരാത്രി 1 മണി. ഞാൻ പതിയെ അബോധാവസ്ഥയിൽ നിന്നുണർന്നു. ഞാനിത് എവിടെയാണ്? കണ്ണുകൾ വല്ലാതെ വേദനിക്കുന്നു. കൺപോളകൾ തുറക്കാൻ കഴിയുന്നില്ല. അത്രയ്ക്കുണ്ട് തലയ്ക്ക് ഭാരം. ശരീരം ഒന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. എങ്കിലും എൻ്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. മങ്ങിയ കാഴ്ചയിലൂടെ ഞാൻ കണ്ടു, ഞാനിരിക്കുന്നത് ഒരു കസേരയിലാണ്. എൻ്റെ 2 കൈയും കെട്ടിയിരിക്കുന്നു. മാത്രമല്ല ഞാൻ പൂർണ്ണ നഗ്നയാണ്. എൻ്റെ മേൽ ഒരു വസ്ത്രം പോലുമില്ല. ഞാനാണെങ്കിൽ വിയർത്തു കുളിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് എന്നെ ഇവിടെ? ഒന്നും കൂടി ഊർജം സംഭരിച്ച് ഞാൻ എൻ്റെ കണ്ണുകൾ വലിച്ചു തുറക്കാൻ നോക്കി. ഇല്ല, കഴിയുന്നില്ല. തളരുന്നു. വെള്ളം വേണം, വെള്ളം. ഞാനിരിക്കുന്നത് ഒരു വലിയ റൂമിലാണ്. കുറഞ്ഞ വെട്ടമാണ് അവിടെയുള്ളത്. ചുമരുകളിൽ മുഴുവനും എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വായിക്കാൻ കഴിയുന്നില്ല. വളരെയധികം ദുർഗന്ധം വമിക്കുന്ന ഒരു മുറി. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. എങ്കിലും ഞാൻ പിടിച്ചു നിന്നു. അപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. നിലത്തൊക്കെ അവിടെ ഇവിടെയായി ചോര തളം കെട്ടിക്കിടക്കുന്നു. കസേരയ്ക്കടുത്ത് എൻ്റെ വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു കിടക്കുന്നു. എന്നിൽ നിന്ന് കുറച്ചു മാറിയ ഒരു ടേബിളിൽ കുറേ ആയുധങ്ങൾ. അതിലെല്ലാം ചോര പറ്റിയിട്ടുണ്ട്. പിന്നെ സിറിഞ്ചുകൾ, മരുന്നുകുപ്പികൾ. അതിന് താഴെ കുറച്ച് ഫോട്ടോസ് വീണ് കിടക്കുന്നു. എൻ്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അതിലെല്ലാം ഞാനായിരുന്നു. വളരെ പണിപ്പെട്ട് വീണ്ടും ഞാൻ അതിലേക്ക് തന്നെ നോക്കി. അതെ, ബാംഗ്ലൂർ ആശുപത്രിയിൽ വച്ചൊക്കെയുള്ള ഫോട്ടോസ്. ഭയം കൊണ്ട് എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി വന്നു. ശ്വാസമെടുക്കാൻ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി. കൈകൾ ഞാൻ ശക്തിയായി വലിച്ചു. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. അത്രയ്ക്ക് മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഞാൻ അതിയായി കിതയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ. പെട്ടെന്ന് ഞാൻ നിശബ്ദയായി. ഒരു സൗണ്ട് കേൾക്കുന്നു. അത് കൂടി വരികയാണ്. ഞാൻ കാതോർത്തു. ആരോ പാടുകയാണ്. നിന്റെ മരണവും നിന്നെ വേട്ടയാടുന്നതും ഞാനാണ്. ഐ ആം യുവർ ഹണ്ടർ. അടുത്ത നിമിഷം തൻ്റെ തോളിൽ ആരോ കൈവച്ചു. പേടികൊണ്ട് എൻ്റെ തൊണ്ട പറ്റി. അയാൾ എൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരിക്കുന്നു. എനിക്കെൻ്റെ ഹൃദയം ഇപ്പോൾ നിൽക്കുമെന്ന അവസ്ഥയിലായി. അയാൾ കുറച്ചു നിമിഷം അത് തുടർന്നു. എൻ്റെ കിതപ്പ് കൂടി വന്നു. പിന്നീട് അയാൾ കൈ പിൻവലിച്ചു. എന്നിട്ട് ധൃതിയിൽ ടേബിളിൻ്റെ അടുത്തേക്ക് നടന്നു. നീണ്ട അടിവരെയുള്ള ഒരു കറുത്ത ക്യാപ്പ് കൂടി വരുന്ന കോട്ടായിരുന്നു വേഷം. പിന്നെ ഷൂസും. കയ്യിൽ കറുത്ത ഗ്ലൗസ് അണിഞ്ഞിരിക്കുന്നു. ആ മുഖം ഒന്ന് കാണാനായി ഞാൻ അയാളെ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ നേർക്ക് തിരിഞ്ഞു. മാസ്ക് ധരിച്ച ഒരാൾ. കയ്യിൽ ഒരു കത്രികയും ഷേവറുമുണ്ട്. കണ്ടാൽ തന്നെ പേടി തോന്നുന്ന രൂപം. പേടിച്ചിട്ട് എൻ്റെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല. എന്നിട്ട് ഞാൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു, ആരാത്? ആ ചോദ്യത്തിന് ഒരു പരിഹാസം നിറഞ്ഞ ചിരിയായിരുന്നു മറുപടി. വീണ്ടും ആ പാട്ട് പാടിക്കൊണ്ട് എൻ്റെ പിന്നിൽ വന്നു നിന്നു. എനിക്ക് വെപ്രാളമായി. ഞാൻ ഉറക്കെ കരഞ്ഞു. അപ്പോൾ അയാൾ തല മാത്രം മുന്നിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ചുണ്ടുകളിൽ കൈവച്ച് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഞാൻ നിശബ്ദയായി. അയാൾ പിറകോട്ട് വലിഞ്ഞ് എൻ്റെ നീളം മുടി കയ്യിലെടുത്തത് ഞാൻ അറിഞ്ഞു. അത് കത്രിക കൊണ്ട് മുറിക്കുന്ന ശബ്ദം മാത്രം ഇപ്പോൾ അവിടെ കേൾക്കാം. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞാൻ നിന്നു. 5 മിനിറ്റ് അങ്ങനെ പോയി കാണും. തല പെട്ടെന്ന് വല്ലാതെ വേദനിച്ചപ്പോഴാണ് ഞാനതറിഞ്ഞത്. കത്രിക വിട്ട് അയാൾ ഷേവറെടുത്ത് എൻ്റെ മുടി ചുരണ്ടുകയാണ്. വളരെ ധൃതിയിൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായി വേദനിക്കുന്നുണ്ട്. തലയിൽ നിന്നും ചോര പൊടിയുന്നുണ്ടെന്ന് എൻ്റെ കവിളത്തേക്ക് ഒലിച്ചിറങ്ങിയ തുള്ളികൾ എൻ്റെ തുടയിലേക്ക് വീണപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. തല നീറിപ്പോയിരുന്നു. അയാൾ ജോലി കഴിഞ്ഞെന്ന വണ്ണം ടേബിളിൽ കത്രികയും ഷേവറും കൊണ്ടുവച്ചു. എന്നിട്ട് അയാൾ കൈകൊണ്ട് ഭംഗിയായിട്ടുണ്ടെന്ന് കാണിച്ചു. ഒരു ചെറിയ കണ്ണാടിൻ്റെ നേരെ പിടിച്ചു. അതിലെന്നെ കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടി. തല മൊട്ടയടിച്ചിരിക്കുന്നു. മനഃപൂർവ്വം വരുത്തിയ മുറിവുകളിൽ നിന്ന് ചോര ധാരധാരയെ ഒഴുകുന്നു. എനിക്ക് ദേഷ്യവും സങ്കടവും ഭയവും എല്ലാം ഒരുമിച്ച് വന്നു. ഞാൻ അലറി വിളിച്ചു, ഹു ആർ യു? എന്നെ എന്തിനാ ഇവിടെ കെട്ടിയിട്ട് പീഡിപ്പിക്കുന്നേ? ഞാൻ എന്താ തന്നോട് ചെയ്തേ? എന്നെ അഴിച്ചുവിട്. പറഞ്ഞത് കേട്ടില്ലേ? എന്നെ അഴിച്ചുവിടാൻ, പ്ലീസ് എന്നെ അഴിച്ചുവിട്. ഞാൻ എന്ത് ചെയ്തിട്ടാ? ഞൊടി നേരം കൊണ്ട് അയാൾ ടേബിളിലെ ഒരു ചോര പുരണ്ട കടാര എടുത്ത് എൻ്റെ സ്വകാര്യ ഭാഗത്ത് കുത്തിയിറക്കി. വേദന കൊണ്ട് ഞാൻ അലറി വിളിച്ചു. അത് വലിച്ചൂരി അയാൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ എൻ്റെ കയ്യിലും കാലിലും വയറ്റിലും നെഞ്ചിലുമെല്ലാം ആഴത്തിലുള്ള മുറിവുണ്ടാക്കി. 2 കൈയിലെയും ഞരമ്പ് മുറിച്ചു.
പച്ച ഇറച്ചിയിൽ നിന്ന് ഇറ്റിറ്റൊഴുകുന്ന ചോരത്തുള്ളികൾ കണ്ട് അയാൾ ഉറക്കി ചിരിച്ച് സന്തോഷിച്ചു. എൻ്റെ വേദന അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിലും ഭേദം ഒറ്റ വെട്ടിനെന്നെ കൊന്നൂടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. മീര, നിന്റെ ജീവിതം ഇവിടെ തീർന്നു. ഞാൻ ശരിക്കും അവശയായി. ചോര വാർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറാൻ തുടങ്ങി. മരണത്തെ മുന്നിൽ കണ്ടു നിൽക്കവേ അവസാനമായി ഞാൻ ചോദിച്ചു, എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അപ്പോൾ അയാൾ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പാപം ചെയ്തവൻ്റെ ആത്മാവിന് ശിക്ഷ മരണമാണ്. നിന്റെ പാപക്കറ കഴുകിക്കളയാൻ കർത്താവ് എന്നെ നിയോഗിച്ചിരിക്കുന്നു. എന്നിട്ട് പതിയെ മുഖത്തെ മാസ്ക് മാറ്റി. ആ മുഖം കണ്ട് ഞാൻ സ്തംഭിച്ചുപോയി. ഞാൻ എന്തെങ്കിലും ഒന്ന് പറയും മുമ്പ് ആ മൂർച്ചയുള്ള കടാര എൻ്റെ കഴുത്തിൽ കുത്തിയിറക്കി. അവസാന ശ്വാസത്തിന് വേണ്ടി ഞാൻ പിടഞ്ഞു. ഒടുവിൽ അതും നിലച്ച് പതിയെ എൻ്റെ കണ്ണുകൾ അടഞ്ഞു. അടുത്ത ദിവസം രാവിലെ 10 മണി SP-യുടെ ഫോൺ ശബ്ദിച്ചു. DYSP ആയിരുന്നു അത്. സാർ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബോഡി മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഡോക്ടർ സാറിനെ നേരിട്ട് കാണണമെന്നാണ് പറഞ്ഞത്. ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ സാർ, മോർണിംഗിൽ ഒരു ന്യൂസ് കണ്ടോ? ഇല്ല, എന്താ മാറ്റർ? ഫോൺ വയ്ക്കാതെ തന്നെ SP TV ഓൺ ചെയ്ത് ന്യൂസ് ഇട്ടു. പ്രധാന വാർത്തകൾ. ഇന്നലെ പെരിങ്ങോട് പാലത്തിൻ്റെ അടിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 9-ാം തീയതി രാത്രി കാണാതായ കാരക്കോട് പോലീസ് സ്റ്റേഷൻ കോൺസ്റ്റബിൾ ദിവാകരൻ്റെ മകൾ മീരയുടെ ജഡമാണ് ഇതെന്ന വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ നായരുടെ അനന്തരവളാണ് മീര. പോലീസ് ഈ വിവരം മീഡിയയിൽ നിന്നും ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചിരിക്കുകയാണ്. ജഡം മീരയുടെ ആണോ അല്ലയോ എന്ന് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. പോലീസ് മീഡിയയെ ഫേസ് ചെയ്യാൻ കാണിക്കുന്ന ഈ മടി കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയോ? SP മുഴുവനും കേൾക്കാതെ TV ഓഫ് ചെയ്തു. മീഡിയ എങ്ങനെ അറിഞ്ഞു? അറിയില്ല സാർ. ഇവിടെ ആശുപത്രിക്ക് പുറത്ത് മീഡിയ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും സാർ. ഞാനൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിലെത്താം. ആശുപത്രിക്ക് മുമ്പിൽ വണ്ടി ഇറങ്ങിയപ്പോൾ മീഡിയ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയും മീഡിയയെ ഒഴിവാക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് അകത്ത് പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള മറുപടി തരാമെന്ന് പറഞ്ഞ് ഡോക്ടറുടെ മുറിയിലേക്ക് നടന്നു. അവിടെ DYSPയും SIയും ഉണ്ടായിരുന്നു. SP-യെ കണ്ടതും അവർ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചു. ശേഷം മൂവരും ഡോക്ടർക്ക് മുമ്പിലായിരുന്നു. സാർ, മാറ്റർ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് നേരിട്ട് വിളിപ്പിച്ചത്. ഫോറൻസിക് റിപ്പോർട്ട് ഞാൻ കണ്ടു. ഈ ബോഡിക്ക് ഏകദേശം ഒരു 20-25 ഇടയ്ക്ക് പ്രായം തോന്നിക്കും. നിങ്ങൾ തന്ന ഐഡന്റിഫിക്കേഷൻ മാർക്സ് ഈ കുട്ടിയുമായി മാച്ച് ആകുന്നില്ല. ഈ കുട്ടിയുടെ കഴുത്തിന് പിന്നിലായി ഒരു കുരിശ് പച്ച കുത്തിയിട്ടുണ്ട്. ശരീരത്തിൽ കത്തിയോ മറ്റോ കുത്തിയിറക്കി ഉണ്ടാക്കിയ 10 ചെറുതും 5 വലുതുമായ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ ഇന്റേണൽ ഓർഗൻസിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, എവിടെ കത്തിയിറക്കിയാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകും, മരണം പെട്ടെന്ന് സംഭവിക്കുമെന്ന് കൃത്യമായി കണക്കുകൂട്ടിയാണ് ഓരോ ആഴത്തിലുള്ള മുറിവും ചെയ്തിരിക്കുന്നത്. ഐ തിങ്ക് ഒരു പ്രൊഫഷണൽ മാത്രമേ ഇങ്ങനെയൊക്കെ സാധിക്കൂ. ഇതെല്ലാം പെൺകുട്ടി ബോധത്തോടെ ഇരിക്കുമ്പോഴാണ് ചെയ്തിട്ടുള്ളതും. ചോര വാർന്നാവും മരണം. പിന്നീട് അതിലും മൂർച്ചയേറിയ മറ്റെന്തോ കൊണ്ട് പെൺകുട്ടിയുടെ മുഖം വെട്ടിക്കീറി. മരണം ഉറപ്പാക്കാനാവണം കഴുത്തിൽ കയറുകൊണ്ട് മുറുക്കിയ പാട് കാണാനുണ്ട്. വെസ്റ്റിലും കെട്ടിയ പാടുകളുണ്ട്. മരണം സംഭവിച്ചിട്ട് കൃത്യമായി പറഞ്ഞാൽ 75 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. ബ്ലഡിൽ ക്ലോറോഫോമിന്റെ അളവ് അമിതമായി കാണപ്പെടുന്നുണ്ട് എന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. ബോഡിയിൽ 2-3 ഇടത്ത് സിറിഞ്ച് കുത്തിയ പാടുണ്ട്. അമിതമായ ക്ലോറോഫോം കുത്തിവെച്ച് പാതി മയക്കത്തിലാവണം ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഡോക്ടർ ഒന്ന് നിർത്തിയ ശേഷം, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ ഒരിക്കലും നിസ്സാരക്കാരനായി കാണരുത്. ഈസ് വെരി ബ്രില്യൻ. താങ്ക് യു ഡോക്ടർ. ഐ ട്രസ്റ്റ് യു. ഇത് രഹസ്യമായിട്ട് തന്നെ വയ്ക്കണം. ഓഫ് കോഴ്സ്. ഡോക്ടറുടെ റൂം വിട്ട് പുറത്തേക്ക് നടക്കുമ്പോൾ പത്രക്കാരെ എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്നായിരുന്നു SP-യുടെ മനസ്സിൽ. വരാന്തയിലെത്തിയത് മീഡിയ വളഞ്ഞു. എന്താണ് സാർ നിങ്ങൾ ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് സാർ മരിച്ച പെൺകുട്ടി? ഈ കൊലപാതകത്തിന് പിന്നിലെ പ്രതിയെക്കുറിച്ച് വല്ല സൂചനയും? മീര ദിവാകരന്റെ മിസ്സിങ്ങുമായി ഈ കേസിന് വല്ല ബന്ധവും ഉണ്ടോ? മരിച്ച പെൺകുട്ടി മീര ദിവാകരനാണെന്ന അഭ്യൂഹങ്ങൾ സത്യമാണോ? മീഡിയ തുരുതുരാ ചോദ്യങ്ങൾ എറിഞ്ഞു. എല്ലാവർക്കുമായി SP ഒറ്റ ഉത്തരം നൽകി. കഴിഞ്ഞ ദിവസം മിസ്സായ മീരയുടെ ബോഡിയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ബോഡി ആരുടെയാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. മീരയെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല. മീഡിയ പോലീസിനോട് സഹകരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്രയും പറഞ്ഞതിന് ശേഷം മറ്റു ചോദ്യങ്ങൾക്കൊന്നും വകവയ്ക്കാതെ SP ജീപ്പിൽ കയറി ഓഫീസിലേക്ക് വിട്ടു. ഓഫീസിലെത്തിയപ്പോൾ അവിടെ CI ഉണ്ടായിരുന്നു. അല്പസമയത്തിനകം DYSPയും SIയും എത്തി. രണ്ടുപേരുടെയും മുഖത്ത് നിരാശ വന്നു. ഒടുവിൽ DYSP തന്നെ ആ കാര്യം പറഞ്ഞു. സാർ, തൊട്ടടുത്തുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും അന്വേഷിച്ചു. ഒരു മിസ്സിംഗ് കേസ് പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തെങ്കിലും കിട്ടിയാൽ അവരെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SP സാർ മൗനം പാലിച്ചു. മീഡിയക്കാരുടെ ഊഹം പോലെ ഈ കൊച്ചിൻ്റെ മരണവും മീരയുടെ മിസ്സിങ്ങും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടാകുമോ? CI ചോദിച്ചു. ബന്ധമുണ്ടെങ്കിൽ മീരയുടെ ജീവനും ആപത്തല്ലേ? പക്ഷെ ഇതുവരെ അവളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല താനും.
ഇനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. ദിവാകരൻ സാറിന് പറയത്തക്ക ശത്രുക്കളുമില്ല. പിന്നെ മീര വർക്ക് ചെയ്ത ആശുപത്രിയിലൊക്കെ അന്വേഷിച്ചപ്പോൾ അവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. എവിടെയും ഒരു നെഗറ്റീവ് വൈബ് കാണുന്നില്ല. പിന്നെ എന്തായിരിക്കും ഈ കിഡ്നാപ്പിന് പിന്നിലുള്ള ഉദ്ദേശം? ഡിവൈഎസ്പി സംശയത്തിൽ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷ കൈവിടാനായിട്ടില്ല. നൈറ്റ് പെട്രോളിങ്ങിന് കൂടുതൽ പോലീസുകാരെ ഏർപ്പാടാക്കണം. പകലും ഒരു വണ്ടി പോലും ചെക്ക് ചെയ്യാതെ കടത്തിവിടരുത്. ഈ കേസുകൾ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ മീരയുടെ മരണം ചിലപ്പോൾ നമുക്ക് തടയാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ബോഡി ഡംപ് ചെയ്യാൻ കൊലയാളിക്ക് പുറത്തു വന്നേ പറ്റൂ. അതാണ് നമുക്കുള്ള അവസരവും, SP പറഞ്ഞു. ഓക്കെ സാർ. പെട്ടെന്ന് SIയുടെ ഫോൺ ശബ്ദിച്ചു. SPയുടെ പെർമിഷൻ വാങ്ങി അദ്ദേഹം ഫോൺ എടുത്തു. SPയും DYSPയും CIയും എന്തെന്ന മട്ടിൽ SIയുടെ വാക്കുകളിലേക്ക് ശ്രദ്ധിച്ചു. ഹലോ, ആണോ? എപ്പോ? ഓ, എവിടെയാണ്? എത്ര ദിവസമായി? SP സാറോട് പറയാം. ശരി, ഓക്കെ. SI ഫോൺ വെച്ചതും എന്താണ് കാര്യമെന്നറിയാൻ അവർ കാതുകൂർപ്പിച്ചു. സാർ, നമ്മുടെ സ്റ്റേഷനിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ്സായിട്ടുണ്ട്. തെക്കുംകര ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കോഡൂർ പോലീസ് സ്റ്റേഷനിൽ വേറെ ഒന്നും. ഇതിലാരെങ്കിലും മിസ്സായിട്ട് എത്ര ദിവസമായെന്നാ പറഞ്ഞത്? പേരെങ്ങനെയാണ്? തെക്കുംകരയിൽ ഇന്നലെ മുതലാണ് കാണാതായത്. പേര് ജാസ്മിൻ ജേക്കബ്. കോഡൂറിലെ കൊച്ചിനെ 5 ദിവസമായി. പേര് അമേയ തോമസ്. ബോഡിയുടെ പഴക്കം വെച്ച് കോഡൂർ കേസ് നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആണ്. നമുക്ക് നേരിട്ട് തന്നെ പോയി അന്വേഷിക്കാം. ഒരു കാര്യം ചെയ്യേ, സദാശിവൻ തെക്കുംകരയിലെ മിസ്സായ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക. നമുക്ക് കോഡൂറിലേക്ക് വിടാം. ആൻഡ് വി ഹാവ് എ ക്ലിയർ ഐഡന്റിഫിക്കേഷൻ മാർക്ക് ടാറ്റു. അത് വെച്ച് കാര്യങ്ങൾ എളുപ്പമാകും. ഓക്കെ സാർ, ഇപ്പോൾ തന്നെ പുറപ്പെടാം. പിന്നെ മീരയുടെ പേരൻസിനെ വിവരം അറിയിച്ചേക്ക്. അവർക്ക് ആശ്വാസമായിരിക്കും ഈ വാർത്ത. ശരി സാർ. കാരക്കോട് ടൗണിന്റെ 10-30 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളാണ് കോഡൂരും തെക്കുംകരയും. കോഡൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കോൺടാക്ട് ചെയ്ത് മിസ്സായ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും പരാതിയുടെ പകർപ്പും മെയിൽ വഴി കളക്ട് ചെയ്തു. കോഡൂർ സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ അപ്പുറം ഒരു പോക്കറ്റ് റോഡുണ്ട്. ആ റോഡ് നേരെ പോയി ഒരു വലിയ ക്രിസ്ത്യൻ പള്ളിക്കടുത്തായാണ് വീട്. സമയം വൈകുന്നേരമായിട്ടുള്ളൂ എങ്കിലും നല്ല മഴക്കോളുള്ളത് കാരണം മാനം ഇരുണ്ടു തുടങ്ങിയിരുന്നു. പള്ളിക്ക് മുമ്പിലെ ചായക്കട അതിനാൽ പൂട്ടിപ്പോയിട്ടുണ്ട്. തൊട്ടടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ 2-3 പിള്ളേർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് ആ പരിസരത്തെത്തിയപ്പോൾ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. SPയും കൂട്ടരും അടങ്ങുന്ന പോലീസ് ജീപ്പ് ആ ചെറിയ വീടിന്റെ മുറ്റത്തേക്ക് വന്നു നിന്നപ്പോൾ ഉമ്മറത്ത് പത്രം വായിച്ചിരിക്കുന്ന വയോധികൻ ഒന്ന് ശങ്കിച്ചു. മുണ്ടും ബനിയനും തോളിൽ ഒരു തോർത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. അദ്ദേഹം എഴുന്നേറ്റ് അവരെ സംശയത്തോടെ നോക്കി. SP ജീപ്പിൽ നിന്നിറങ്ങി ചുറ്റുമൊന്ന് വീക്ഷിച്ചു. ഒരു വീട് വാർത്തിട്ടിട്ടുണ്ട് എന്നേ പറയാനുള്ളൂ. തേപ്പ് പണി തൊട്ട് ഇനിയും കുറെ പണികൾ അതിന്മേൽ ബാക്കിയുണ്ട്. പോലീസ് ഡ്രസ്സിലല്ലായിരുന്നു അവർ. എങ്കിലും പോലീസ് ജീപ്പ് കണ്ട അയാൾ വല്ലാതെയായിട്ടുണ്ട്. അമേയയുടെ വീടല്ലേ? DYSP തുടക്കമിട്ടു. അതെ. തോമസ് എൻ്റെ മകനാണ്. അമേയയുടെ അപ്പാപ്പനാണ് ഞാൻ. കയറിയിരിക്കൂ. എനിക്കങ്ങോട്ട്. SPയും DYSPയും അകത്ത് കയറി കസാരയിലേക്ക് ഇരുന്നു. CI ജീപ്പിൽ തന്നെ ചാരി നിന്നു. ഞങ്ങൾ കോഡൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. അമേയുടെ മിസ്സിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണ്. അത് കേട്ടതും അദ്ദേഹത്തിന്റെ കണ്ണ് നിറയുന്നത് ഞങ്ങൾ കണ്ടു. എൻ്റെ കുട്ടി ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നിട്ടും അദ്ദേഹം തോർത്തുകൊണ്ട് കണ്ണു തുടച്ചു. ഇവിടെ വേറെ ആരും? തോമസ് SP ചോദിച്ചു. അവൻ പോയിട്ട് 4 വർഷമായി. അറ്റാക്കായിരുന്നു. അവളുടെ അമ്മ അകത്തുണ്ട്. മോളെ കാണാതായ വിവരം അറിഞ്ഞത് മുതൽ ഒരേ ഇരിപ്പാണ്. അമേയ ടൗണിലെ തുണിക്കടയിൽ സെയിൽസ് ഗേളാണല്ലേ? എത്ര കാലമായി അവിടെ? DYSP ചോദിച്ചു. 3 മാസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് ഇവിടെ അടുത്തുള്ള കടയിൽ തുന്നൽ പണിയായിരുന്നു. പിന്നെ അവറാച്ചൻ മുതലാളിയാണ് മൂപ്പരുടെ തുണിക്കടയിൽ ജോലി ശരിയാക്കി തന്നത്. പഠിക്കാൻ മിടുക്കിയായിരുന്നേ. പറഞ്ഞിട്ടെന്താ? തോമസ് പോയപ്പോൾ കടങ്ങളായി. വേറെ വഴിയില്ലാതെ വന്നപ്പോൾ എൻ്റെ കുട്ടി പഠിപ്പ് നിർത്തി പറ്റുന്ന പണിക്കൊക്കെ പോയി. അവൾ കൊണ്ടുവരുന്നതും എൻ്റെ പെൻഷനും കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു പോണത്. എല്ലാം പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ വന്ന കാര്യത്തിലേക്ക് കിടന്നു. അമേയ ഭയങ്കര ദൈവവിശ്വാസിയാണല്ലേ? ആണോന്നോ? എല്ലാ ദിവസവും മുടങ്ങാതെ രാവിലെ പള്ളിയിലേക്ക് പോകും. പാവങ്ങളായ നമുക്ക് എന്നും കർത്താവ് കൂട്ടുണ്ട്. കർത്താവ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഒരു നാൾ തീർത്തു തരും എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. കഴുത്തിന് പിന്നിലായി ഒരു കുരിശ് പച്ച കുത്തണമെന്ന് എൻ്റെ കുട്ടിയുടെ വലിയ ആഗ്രഹമായിരുന്നു. കാശ് ചിലവാക്കണ്ട എന്നോർത്ത് മടിച്ചു നിന്നപ്പോൾ ഞാനാ പറഞ്ഞ് ചെയ്തോളാൻ. അവളുടെ സന്തോഷം ഞങ്ങളുടെ വലുത്. അത് കേട്ടത് 3 പേരും ഒന്ന് ഞെട്ടി. അവർ ഊഹിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഞെട്ടൽ പുറത്തു കാണിക്കാതെ SP അവസാനമായി ഒരു കാര്യം കൂടി ചോദിച്ചു. അമേയെ കാണാതായിട്ട് 5 ദിവസമായി എന്ന് പരാതിയിൽ പറയുന്നുണ്ട്. അതായത് 6-ാം തീയതി. എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ പരാതിപ്പെടാതിരുന്നു? അപ്പോൾ വാതിലിനപ്പുറം ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അമേയയുടെ അമ്മയാണ്. ആ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞത് അവരാണ്. അത് 8-ാം തീയതി അവളുടെ കൂട്ടുകാരി ഷാഹിനയുടെ കല്യാണമായിരുന്നു. അവളുടെ കൂടെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്. അതുകൊണ്ട് 6-ാം തീയതി ജോലി കഴിഞ്ഞാൽ അവളുടെ വീട്ടിൽ പോകുമെന്നും കല്യാണമൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഇങ്ങെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. എനിക്ക് വിടാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. മോളുടെ വാശിക്ക് സമ്മതിക്കുകയായിരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കണമെങ്കിൽ ആ കുട്ടിയുടെ നമ്പറും തന്നിരുന്നു. 8-ന് രാത്രിയായിട്ടും കാണാതായപ്പോൾ ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ചു.
ആരും എടുക്കുന്നുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു ഉച്ചയായപ്പോൾ ആ നമ്പറിൽ നിന്ന് ഇങ്ങോട്ട് വിളി വന്നത്. അവരോട് ചോദിച്ചപ്പോൾ അവർക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവർ ഷാഹിനയുടെ നമ്പർ തന്ന പ്രകാരം ആ കുട്ടിക്ക് വിളിച്ചപ്പോഴാണ് അറിയുന്നത് എൻ്റെ മോള് കല്യാണത്തിന് ചെന്നിട്ടേ ഇല്ലെന്ന്. അപ്പോൾ തന്നെ കടയിൽ പോയി. അവരും പറഞ്ഞത് 6-ാം തീയതി തൊട്ട് അമേയ ലീവാണെന്നാണ്. പിന്നെ ഇന്നലെ വരെ പോകാൻ സാധ്യതയുള്ളിടത്തൊക്കെ അന്വേഷിച്ചു, എന്നിട്ടും ഒരു വിവരവും കിട്ടിയില്ല. പിന്നെ ഇടവകയിലെ സേവിയാറച്ചൻ പറഞ്ഞത് പ്രകാരമാണ് ഇന്ന് പരാതി തന്നത്. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയതെന്ന് അറിയാഞ്ഞിട്ട് നെഞ്ചിൽ തീയാണ് സാറുമാരെ. അവൾ വരും, ഞങ്ങൾ രണ്ടാളെയും വിട്ടു പോകാൻ എൻ്റെ കുട്ടിക്ക് കഴിയൂല. അവർ തേങ്ങി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. അദ്ദേഹവും സങ്കടം പിടിച്ചു നിർത്താൻ പാടുപെടുകയാണ്. അവരുടെ ആ അവസ്ഥ കാണുമ്പോഴേ ആരുടെ കണ്ണ് നിറയും. തൻ്റെ കൊച്ചുമോള് ഇന്നോ നാളെയോ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന അപ്പാപ്പൻ, അതുപോലെ മകളെ കാണാതായതിൽ മനമുരുകി കഴിയുന്ന അമ്മ. അമേയാണ് അവരുടെ ജീവന്റെ തുടിപ്പ്. അവരോട് അവൾ 2 ദിവസം മുമ്പ് മരിച്ചു എന്നുള്ള വിവരം എങ്ങനെ അറിയിക്കുമെന്നോർത്ത് 3 പേരും മുഖത്തോട് മുഖം നോക്കി. പക്ഷേ അവർ ഒന്നും പറഞ്ഞില്ല. ഇവർ ബോഡി വന്നു കണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ട് ഉറപ്പിക്കാമെന്ന് തീരുമാനിച്ചു. തെക്കുംകര ജാസ്മിൻ്റെ വീടിൻ്റെ മുമ്പിൽ ജീപ്പ് എത്തിയപ്പോഴേക്കും മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഗേറ്റ് തുറന്ന ആ വീടിൻ്റെ വരാന്തയിലേക്ക് കയറി കോണിമ്പെല്ലടിച്ചു. അത്യാവശ്യം വലിയ വീടാണ്. മുറ്റം കുറവായതുകൊണ്ട് ടെറസിലൊക്കെ നിറയെ ചെടികൾ താഴെ നിന്ന് നോക്കിയാൽ കാണാം. അല്പം കഴിഞ്ഞൊരു സ്ത്രീ വാതിൽ തുറന്ന് പുറത്തു വന്നു. മാഡം, ഞാൻ ജാസ്മിൻ ജേക്കബിൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. കുറച്ച് കാര്യങ്ങൾ അറിയാനാണ് വന്നത്. വരൂ, കയറിയിരിക്കൂ. അവർ ജാസ്മിൻ്റെ അമ്മയായിരിക്കണം. അവരുടെ മുഖത്ത് സങ്കടമുണ്ട്. അപ്പോഴേക്കും ഒരു മധ്യവയസ്കനായ ഒരാൾ അകത്ത് നിന്നും വന്ന് എൻ്റെ മുമ്പിലായിരുന്നു. മാനം ഇരുണ്ട് മഴ തകൃതിയായി പെയ്യുകയാണ്. അതുകൊണ്ട് അറിയേണ്ടതറിഞ്ഞാൽ വേഗം പോകാമെന്ന് കരുതി സദാശിവൻ മുഖവരയിടാതെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ജാസ്മിൻ വടക്കൽ നിർമ്മല നഴ്സിംഗ് കോളേജിലെ 2ാം വർഷ PG വിദ്യാർത്ഥിയാണ്. ഇവിടെ നിന്നും 1 മണിക്കൂർ യാത്രയുള്ളത് കാരണം കോളേജിനടുത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുത്ത് കൂട്ടുകാരുമായി താമസിക്കുന്നു. അവിടെ വെച്ചാണ് കാണാതാകുന്നത്. മിസ്സായ വിവരം നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? മോളെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് അവിടം വരെ ഒന്ന് പോയി നോക്കി. ഫ്ലാറ്റ് പൂട്ടിക്കിടക്കുന്നത് കണ്ട് അവളുടെ ഫ്രണ്ട്സിനെ വിളിച്ചപ്പോൾ ആ കുട്ടി രാവിലെ തന്നെ നാട്ടിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. മോള് പോകാൻ സാധ്യതയുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ചു. ഒരു വിവരവും കിട്ടാത്തതുകൊണ്ട് പിന്നെ വൈകിച്ചില്ല, പരാതി കൊടുത്തു. ജാസ്മിക്ക് ഈ ടാറ്റു ചെയ്യുന്നതിലൊക്കെ ഭയങ്കര ക്രേസാണല്ലേ? അവൾക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യവുമില്ല. ഇതുവരെ ടാറ്റു ചെയ്തിട്ടില്ല എന്നാണോ? അതെ, അവൾ ഞങ്ങളോടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. എന്താ ചോദിച്ചേ? അപ്പോഴേക്കും സദാശിവന്റെ ഫോൺ റിങ് ചെയ്തു. നോക്കിയപ്പോൾ റോയ് സാറ്. ഒരു നിമിഷം എന്ന് പറഞ്ഞ് സദാശിവൻ അവരുടെ മുമ്പിൽ നിന്ന് മാറി ഫോൺ എടുത്തു. സദാശിവ, ഞങ്ങളിവിടെ കോഡൂറുണ്ട്. ഏകദേശം കൺഫേമായി. ബോഡി അമേയുടേതാണ്. ഓക്കെ സാർ, ഇവിടെ അന്വേഷിച്ചു, പോസിറ്റീവായിട്ടൊന്നും കിട്ടിയില്ല. ഓക്കെ, എങ്കിൽ പോന്നോളൂ. നാളെ ഇവർ വന്ന് ഐഡന്റിഫൈ ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാം. ശരി സാർ. ഫോൺ വെച്ച് സദാശിവൻ അവരുടെ നേരെ തിരിഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല സാർ, ഇപ്പോൾ ന്യൂജൻ പിള്ളേര് ഇതൊരു പതിവാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കാം. SP തിരിച്ചുള്ള യാത്രക്കിടയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ വിളിച്ച് വിവരം അറിയിച്ചു. ശേഷം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന CIയെ നോക്കി പറഞ്ഞു, അനിരുദ്ധ്, നാളെ സദാശിവനെ വിട്ട് അവരെ എന്തെങ്കിലും പറഞ്ഞ് ആശുപത്രിയിൽ എത്തിക്കണം. ഈ വിവരങ്ങൾ നമ്മൾ 5 പേരല്ലാതെ മറ്റാരും അറിയരുത്. മീഡിയയ്ക്ക് വരെ കൺഫേം ആയതിനു ശേഷം ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ സാർ. എനിക്ക് മനസ്സിലാവാത്തത് എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു കേട്ടെടുത്തോളം അതൊരു പാവം കൊച്ചാ. എന്നിട്ട് അതിനോടൊക്കെ ആർക്കാണ് ഇത്ര വിദ്വേഷം? ഞാനും അത് തന്നെയാണ് ചിന്തിക്കുന്നത്. എന്തായാലും നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും. ഒരു വല്ലാത്ത കുഴഞ്ഞു മറിഞ്ഞ കേസാണ്, ഒരു തുമ്പുമില്ലതാനും, DYSP പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ സദാശിവൻ അമ്മയുടെ വീട്ടിൽ പോയി അവളുടെ അമ്മയെയും അപ്പനെയും കൂട്ടി ആശുപത്രിയിലേക്ക് എത്തി. അവിടെ SP-യും കൂട്ടരും ഉണ്ടായിരുന്നു. അമ്മയെക്കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നത്. ആശുപത്രി കണ്ടപ്പോൾ അവരൊന്ന് ശങ്കിച്ചു. CI ഡോർ തുറന്നു കൊടുത്തപ്പോൾ അവർ ഇറങ്ങാൻ മടിച്ചു. ഞങ്ങളെന്തിനാ ഇവിടേക്ക് കൊണ്ടുവന്നത്? അമേയ? ഒക്കെ പറയാം സാർ, നിങ്ങൾ ആദ്യം ഇറങ്ങ്. മടിച്ച് അവർ ഇറങ്ങി. 2 പേരുടെയും മുഖം പേടിച്ചു വല്ലാതെയായിരുന്നു. അവരെ കൂട്ടി CI സദാശിവനും DYSP ശ്രീനാഥ് സാറും മോർച്ചറിയിലേക്ക് നടന്നു. മോർച്ചറി എന്ന് ബോർഡ് കണ്ടപ്പോൾ 2 പേരും ഞെട്ടി. സാർ, ഞങ്ങൾ എന്തിനാ ഇവിടെ? എൻ്റെ മോള്, അവളെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. ഞങ്ങളെ അവളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. അവളുടെ അമ്മ അകത്തേക്ക് പോകാൻ വിസമ്മതിച്ചു. അവരുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. അപ്പാപ്പനാണെങ്കിൽ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായ മട്ടുണ്ട്. അദ്ദേഹം അവരുടെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ബോഡി പഴക്കം ചെന്നതുകൊണ്ട് മോർച്ചറിയിലെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവർ വരുന്നതിന് തൊട്ടു മുമ്പായി ബോഡി പുറത്തേക്കെടുത്ത് ടേബിളിൽ വെള്ള പുതച്ച് വെച്ചിട്ടുണ്ട്. ദൂരെയായി വെള്ള പുതച്ച ബോഡി കണ്ടപ്പോൾ തൊട്ട് അമ്മയുടെ അമ്മ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടങ്ങി. വേണ്ട, നമുക്ക് പോകാം, ഇവിടുന്ന് പോകാം, വാ. മോൾ ഇവിടെ എങ്ങനെ ഉണ്ടാവാനാ? ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്, പ്ലീസ് വാ. അവർ അദ്ദേഹത്തിന്റെ ഷർട്ട് പിടിച്ച് കുലുക്കിക്കൊണ്ട് വിതുമ്പി. അദ്ദേഹം അവരെ മുറുകെ പിടിച്ച് ബോഡിയുടെ അടുത്തേക്ക് എത്തി. സദാശിവൻ എതിർവശം വന്ന് ആ വെള്ള പുതപ്പ് മാറ്റി. മുഖം അത്രയ്ക്ക് വികൃതമാണല്ലോ.
അമ്മയുടെ അമ്മ മുഖം ഷർട്ടിൽ പൂഴ്ത്തി നിൽക്കുകയാണ്. അപ്പാപ്പൻ ഒരേ നിൽപ്പാണ്, ഒന്നും മിണ്ടുന്നില്ല. അവർക്കൊന്നും കൂടി വ്യക്തമാകാൻ വേണ്ടി മോർച്ചറി സ്റ്റാഫിന്റെ സഹായത്തോടെ ബോഡി ചിരിച്ചു പിടിച്ച് പച്ച കുത്തിയത് കാണത്തക്ക വിധം പിടിച്ചു. അത് കണ്ടപ്പോൾ അദ്ദേഹം അവരെ വിളിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. മാത്രമല്ല വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു. മോളെ. അത് കേട്ട് അവർ പതിയെ മുഖമെടുത്ത് ബോഡിയിലേക്ക് നോക്കി. ആ കുരിശു പച്ച കുത്തിയത് കണ്ടതും അവർ മെല്ലെ ബോഡിയുടെ അടുത്തേക്ക് വന്നു. അതിൽ തൊട്ടു. സദാശിവൻ ബോഡി മലർത്തി കിടത്തി. പിന്നീട് അവർ മകളെ തിരിച്ചറിഞ്ഞെന്ന വണ്ണം ബോഡിയിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എൻ്റെ പൊന്നുമോളെ, നീ ഞങ്ങളെ വിട്ട് പോയല്ലോ. ഇനി ഞങ്ങൾ എന്തിനാ ജീവിച്ചിരിക്കുന്ന കർത്താവേ? ഇത് ഞങ്ങൾ എങ്ങനെ സഹിക്കും? എൻ്റെ മോൾക്ക് ഈ ഗതി വന്നല്ലോ മോളെ. കണ്ണു തുറക്ക്. അമ്മയാടാ വന്നിരിക്കുന്നത്, കണ്ണു തുറക്കടാ. അയ്യോ. അവർ ഓരോന്ന് പറഞ്ഞ് അലറി വിളിക്കുകയാണ്. അവരെ എങ്ങനെയൊക്കെയോ പിടിച്ചു മാറ്റി ബോഡി ആംബുലൻസിലേക്ക് കയറ്റാൻ ഏർപ്പാടാക്കി. ബോഡി ആംബുലൻസിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. മീഡിയക്കാർ വീഡിയോ കവർ ചെയ്യാൻ തമ്മിൽ മത്സരിക്കുകയാണ്. അമ്മയുടെ അപ്പാപ്പനും അമ്മയും ആംബുലൻസിലേക്ക് നടക്കവേ റോയ് സാറ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം വിതുമ്പി, സാറേ, എൻ്റെ കുട്ടി ഒക്കെ കർത്താവിൻ്റെ തീരുമാനമായിരിക്കുമല്ലേ. എന്നാലും സാറേ, ഞങ്ങൾക്കുള്ള ഒരേ ഒരു പ്രതീക്ഷയായിരുന്നു അവൾ. എൻ്റെ കുഞ്ഞിനെ ഈ ഗതി വരുത്തിയവരെ വെറുതെ വിടരുത് സാറേ, വിടരുത്. എല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പോൾ പോയിക്കോളൂ. അവിടുത്തെ പള്ളിയിൽ മറവ് ചെയ്യാൻ വേണ്ടതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നിറകണ്ണുകളോടെ അവർ ആംബുലൻസിൽ കയറിപ്പോയി. സദാശിവ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. അടക്കം കഴിഞ്ഞിട്ട് പോന്നാൽ മതി. ഓക്കെ സാർ. അടക്കം കഴിഞ്ഞ് എല്ലാവരും എസ് പി സാറുടെ ഓഫീസിൽ ഒത്തുചേർന്നു. ജാസ്മിൻ്റെ മിസ്സിംഗ് തെക്കുംകര പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കി. അമ്മയെ വർക്ക് ചെയ്തിരുന്ന തുണിക്കടയിൽ ഒന്ന് ചെന്ന് ഇൻക്വയറി നടത്തണം. പിന്നെ അതിൻ്റെ മുതലാളി അവറാച്ചൻ, അവരുടെ വീട്ടിലും ഒന്ന് പോകണം. മീരയുമായി അമ്മയ്ക്ക് എന്തെങ്കിലും വിധേന പരിചയമുണ്ടോ എന്ന് അന്വേഷിക്കണം. പരിചയമുണ്ടെങ്കിൽ അത് മീരയിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കും. ഇന്ന് തന്നെ ആയിക്കോട്ടെ. എസ് പി ഓരോരുത്തർക്കും വർക്ക് ഷെഡ്യൂൾ ചെയ്തു കൊടുത്തു. പെരിങ്ങോട് പാലത്തിന്റെ അടിയിൽ നിന്ന് ലഭിച്ച അജ്ഞാത മൃതദേഹം തിരിച്ചറിഞ്ഞു. കോഡൂർ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത് 6 ദിവസം മുമ്പ് കാണാതായ അമേയ അവളുടെ ബോഡിയാണെന്ന് പോലീസ് സംശയിച്ചിരുന്നു. പിന്നീട് ബന്ധുക്കൾ വന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് അമേയുടെ ബോഡി തന്നെയാണെന്ന് ഉറപ്പിച്ചത്. അമേയ കൊലക്കേസുമായി മീര മിസ്സിങ്ങിന് വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ വർഗീസേ, നീ എന്തെടുക്കുക ഇവിടെ? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. കുറച്ച് മെഴുകുതിരി വാങ്ങാൻ പറഞ്ഞു വിട്ട് താനിവിടെ ഇരിക്കുകയാണോ? അയ്യോ ജോസച്ച, ഞാൻ കേട്ടില്ല. ഞാനിവിടെ ഈ ഫോണിൽ ഈ നാശം പിടിച്ചത്. തന്നോട് ഞാൻ പള്ളി പരിസരത്ത് ഒച്ച വെപ്പിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതല്ല അച്ചോ, ഞാൻ ആ പെരിങ്ങോട് പാലത്തിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയ കൊച്ചിൻ്റെ വാർത്ത കേൾക്കായിരുന്നു. ആ കൊച്ചിനെ തിരിച്ചറിഞ്ഞല്ലോ. കോഡൂറുള്ള ഒരു അമേയ. പാവങ്ങളാണച്ചോ. ഞാനും കേട്ടതാടാ. പോയി കുമ്പസരിക്കാമെന്ന കറിയാച്ചൻ പറഞ്ഞു. കർത്താവിൻ്റെ ഓരോ പരീക്ഷണങ്ങൾ. എന്നാലും ഏതവനാണാവോ അച്ചോ ഇത്രയും വലിയ പാപി? ആ പാവത്തിനെ കൊന്നു തള്ളിയതിൻ്റെ പാപമൊക്കെ അവൻ എവിടെ പോയി കഴുകിക്കളയും? കഷ്ടം തന്നെ. പാവം ചെയ്തവനെ കർത്താവ് നോക്കിക്കോളും. ഒരു പാപിയും കൂടുതൽ നാൾ വാഴില്ല. താനിപ്പോൾ പോയി മെഴുകുതിരി വാങ്ങിയോ? ഇപ്പോൾ പോണോ വെച്ചാൽ നല്ല മഴ വരുന്നുണ്ട്. കർത്താവിനോട് നീ ഒഴിവുകേട് പറഞ്ഞു തുടങ്ങിയോ വർഗീസേ? തൻ്റെ കപ്പ്യാർ പണി വേണ്ടച്ചോ, ഞാൻ പൊക്കോളാം. മാനം ഇരുണ്ടു മൂടി. കാറ്റ് ആഞ്ഞു വീശി. ഒടുവിൽ ശക്തിയായി മഴയും തുടങ്ങി. വർഗീസ് ഒരു കുടയെടുത്ത് നടക്കാനൊരുങ്ങിയതും ഇടതുഭാഗത്ത് സെമിത്തേരിയുടെ ഗേറ്റിനടുത്ത് ആരെയോ കണ്ട പോലെ തോന്നി. ആരാണ് അവിടെയെന്ന് വ്യക്തമാകാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കറുത്ത കോട്ടിട്ട ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് കണ്ടത്. ആരാണവിടെ? ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? വർഗീസ് അവിടേക്ക് നടക്കാനൊരുങ്ങിയതും പിറകിൽ നിന്ന് അച്ഛൻ വിളിച്ചു. എന്താ വർഗീസേ? അതച്ചോ അവിടെ. വർഗീസ് തിരിഞ്ഞ് അച്ഛനെ നോക്കി കാര്യം പറഞ്ഞ് വീണ്ടും സെമിത്തേരിയുടെ ഗേറ്റ് ഭാഗത്തേക്ക് ടോർച്ചടിച്ചതും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അയ്യോ അച്ചോ, അവിടെ ആരോ. എന്താ വർഗീസേ, നിന്റെ വെളിവൊക്കെ പോയോ? അവിടെ ആരുമില്ലല്ലോ. ഈ പെരുമഴയത്ത് ഇവിടെ ആര് വരാനാടോ? ഈ അച്ഛനെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാനല്ലേ ഇപ്പോൾ കണ്ടത്. എന്തേലും ആകട്ടെ. വർഗീസ് പിന്നീട് കണ്ടത് തോന്നലാകുമെന്ന് കരുതി മെഴുകുതിരി വാങ്ങാൻ കവലയിലേക്ക് നടന്നു. അടുത്ത ദിവസം നേരം വെളുക്കുന്നതേ ഉള്ളൂ. മഴ തോർന്നിട്ടുണ്ട്. വർഗീസ് വളരെ പരിഭ്രമത്തോടെ പള്ളിയിലേക്ക് ഓടി വന്നു. അച്ചോ, ജോസച്ചോ, ഓടി വാ അച്ചോ. എന്താടോ വർഗീസേ? തൻ്റെ നിലവിളി കേട്ട് കർത്താവ് ഇറങ്ങി വരൂലോ. എന്താ തൻ്റെ പ്രശ്നം? അച്ഛൻ കണ്ണടയിലെ പൊടി ഊതിക്കളഞ്ഞ് അതെടുത്തിട്ട് വർഗീസിനെ നോക്കി. അവൻ വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു. അതച്ചോ, അവിടെ ഗേറ്റ്. തെളിച്ചു പറയടോ. അവിടെ സെമിത്തേരിയുടെ ഗേറ്റ് തുറന്നെടുക്കുന്നു. അത്രേ ഉള്ളൂ. അതിനാണോ താൻ ഇങ്ങനെ കിടന്ന് കാറുന്നത്? അതിന്നലെ താൻ അടയ്ക്കാൻ വിട്ടതാവും. അല്ലച്ചോ, ഞാൻ അടച്ചതാ. എനിക്ക് ഉറപ്പാ. അച്ഛൻ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസക്കുറവൊന്നുമില്ലടോ. അല്ല, എന്നിട്ടിപ്പോൾ എന്താ ഇനി വേണ്ടേ? നമുക്ക് സെമിത്തേരിയിലൊന്ന് പോയി നോക്കാച്ചോ. അച്ഛനോട് ഇന്നലെ പറഞ്ഞില്ലേ അവിടെ ഒരാളെ കണ്ട കാര്യം? ഇനി അയാളെങ്ങാനും. ഒന്ന് പോ വർഗീസേ. തനിക്കിപ്പോൾ സെമിത്തേരിയിൽ ഞാൻ കൂട്ടുവരണം. അത്രയല്ലേ ഉള്ളൂ. നടക്ക്. അച്ഛനും വർഗീസും സെമിത്തേരിയിലേക്ക് നടന്നു. വർഗീസ് പറഞ്ഞ പ്രകാരം ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. വളരെ വിശാലമായൊരു സെമിത്തേരിയാണത്. വളരെ പഴക്കം ചെന്ന കല്ലറകൾ വരെ അതിലുണ്ട്.
ചില ഭാഗങ്ങളൊക്കെ കാട് പിടിച്ച് കല്ലറകൾ ഫുൾ പൊടിയും ചപ്പുമൊക്കെയായി തന്നെ കിടപ്പായിരുന്നു. ഇപ്പം മഴ പെയ്യുന്നത് കൊണ്ട് ആ ചപ്പൊക്കെ കല്ലറയിൽ പറ്റിപ്പിടിച്ച രീതിയിൽ കാണപ്പെട്ടു. അച്ഛനും വർഗീസും അതിന്റെ അകത്ത് കയറി കല്ലറകൾക്കിടയിലൂടെ കുറച്ചു നടന്ന് ചുറ്റും കണ്ണോടിച്ചു. ഇപ്പോൾ തനിക്ക് സമാധാനമായോ വർഗീസേ? ഒക്കെ തന്റെ തോന്നലാണ്. ഊവച്ചു. എന്നാലുമില്ല, താനിങ്ങ് വന്നേ, അവിടെ കുറെ പണിയുണ്ട്. അച്ഛൻ പോകാനായി നിന്നതും അച്ഛൻ അങ്ങോട്ട് നോക്ക്. വർഗീസ് സെമിത്തേരിയുടെ ഇടതുഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. അച്ഛൻ അവിടെ ആ മൂലക്കുള്ള കല്ലറയ്ക്ക് മുകളിൽ എന്തോ. വർഗീസിന്റെ സംശയം അച്ഛനും തോന്നി. കല്ലറയ്ക്ക് മുകളിൽ കുരിശു കാരണം അത്ര വ്യക്തമല്ല, എന്നാലും അവിടെ എന്തോ ഉണ്ട്. അവരാ ഭാഗത്തേക്ക് നീങ്ങി. അവിടം കുറച്ചു പഴയ കല്ലറകളാണ്. മാത്രമല്ല കല്ലറ പരിസരങ്ങളൊക്കെ പുല്ല് പൊന്തിയിട്ടുണ്ട്. അവിടെ എത്തിയതും ചപ്പുകൾ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന ഒരു കല്ലറയുടെ മുകളിൽ ഒരു ചാക്കിൽ എന്തോ കയറ്റി വെച്ചിരിക്കുന്നു. അസഹനീയമായ ദുർഗന്ധം. രണ്ടുപേരുടെയും മുഖം വിളറി വെളുത്തു. നാടിനെ നടുക്കിയ മീഡിയകളിൽ ചർച്ചയായ അമേയ കൊലക്കേസിന് പിന്നാലെ പോലീസിന് ഉറക്കമില്ലാത്ത രാത്രികൾ നൽകാനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഭീതി പടർത്താനും ഈ സംഭവം ഒരു വഴിത്തിരിവാവുകയായിരുന്നു. മാളങ്കര സെന്റ് ജോർജ് കത്തോലിക്ക ചർച്ച് വികാരിയച്ചൻ ഫാദർ ജോസ് വിളിച്ചറിയിച്ച പ്രകാരം സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നു. നിലവിൽ ചർച്ചയായി കൊല്ലപ്പെട്ട അമേയുടെ ബോഡി കണ്ടെത്തിയ സമാന രീതിയിലാണ് ഈ സംഭവത്തിലുമുള്ളത്. അതിനാൽ ചാക്ക് തുറന്നപ്പോൾ ഊഹം പോലെ അതിൽ ഒരു പെൺകുട്ടിയുടെ നഗ്നമായ മൃതദേഹം തന്നെയായിരുന്നു. മുഖത്ത് 2 വലിയ മുറിപ്പാടുണ്ടെങ്കിലും ആരാണെന്ന് തിരിച്ചറിയാൻ ഒട്ടും പ്രയാസമുണ്ടായിരുന്നില്ല. അത് മറ്റാരുമായിരുന്നില്ല, വാർത്തകളിൽ നിറഞ്ഞു നിന്ന കാരക്കോട് പോലീസ് കോൺസ്റ്റബിൾ ദിവാകരന്റെ മകൾ മീരയുടേതായിരുന്നു. മാളങ്കരയിൽ നിന്ന് കാരക്കോട് ടൗണിലേക്ക് 1 മണിക്കൂറിലധികം യാത്രയുണ്ടാകും. മാളങ്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇൻഫോർമേഷൻ കാരക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചു. വിവരം അറിഞ്ഞ ഉടനെ എസ്പിയും കൂട്ടരും അവിടേക്ക് പുറപ്പെട്ടു. അവർ എത്താൻ ലേറ്റാകും എന്നതിനാൽ കാര്യങ്ങൾ അതിന്റെ മുറയ്ക്ക് പ്രൊസീഡ് ചെയ്യാൻ എസ്പി വിളിച്ചു പറഞ്ഞിരുന്നു. എസ്പിയും കൂട്ടരും അവിടെ എത്തിയപ്പോൾ പള്ളിമുറ്റത്തൊരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു. മീഡിയ പിന്നെ എല്ലാം മണത്തറിഞ്ഞു വരുമല്ലോ. അവരെ കണ്ടതും മാളങ്കര SI വന്ന് സല്യൂട്ട് അടിച്ചു. സാർ, ഇൻക്വസ്റ്റ് കഴിഞ്ഞു, ആംബുലൻസ് റെഡിയാണ്. ഇനി സാർ കൂടി ഒന്ന് കണ്ട ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാം. DYSPയും CIയും ഫോറൻസിക് വിദഗ്ധരോട് സംസാരിക്കുക SP ബോഡിയുടെ അടുത്തേക്ക് ചെന്നു. ബോഡി സ്ട്രക്ചറിൽ വെള്ള പുതച്ച് കിടത്തിയിരിക്കുകയാണ്. SP മുട്ടുമടക്കിയിരുന്ന് ബോഡിയിലെ തുണി മാറ്റി. ദുർഗന്ധം സഹിക്കവയ്യാതെ SP ഒരു ടവലെടുത്ത് മൂക്കുപൊത്തി. അമ്മയുടേതിൽ നിന്ന് വ്യത്യസ്തമായി മുഖം മനസ്സിലാവാത്തവണ്ണം വികൃതമാക്കിയിട്ടില്ല. മാത്രമല്ല തലയിൽ മുടിയില്ലായിരുന്നു. മൊട്ടയടിച്ചിരിക്കുന്നു. ബാക്കിയെല്ലാം അമ്മയ്ക്ക് സമാനം. അതുകൊണ്ട് തന്നെ അമ്മയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ കൊണ്ട് തന്നെ മീരയുടെയും ചെയ്യാൻ തീരുമാനിച്ചു. ഡോക്ടർക്ക് വിവരം അറിയിച്ച് ബോഡി കാരക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോയി. അനിരുദ്ധ്, ഫോറൻസിക് ടീം എന്ത് പറഞ്ഞു? സാർ, അമ്മയുടെ കേസ് പോലെ തന്നെ ചാക്കിലും ബോഡിയിലും മുളക് പൊടി ഇട്ടിട്ടുണ്ട്. 2-3 ദിവസത്തെ പഴക്കമുണ്ട്. ഫിംഗർ പ്രിൻസ് ഒന്നും കിട്ടിയിട്ടില്ല. I see. അപ്പോഴേക്കും മാളങ്കര SI അങ്ങോട്ട് വന്നു. സാർ, ഫാദറും കപ്പ്യാരുമാണ് ബോഡി ആദ്യം കണ്ടത്. കപ്പ്യാര് വർഗീസ് ഇന്നലെ രാത്രി സെമിത്തേരിയുടെ ഗേറ്റിനടുത്ത് ഒരാളെ കണ്ടതായി മൊഴി നൽകിയിട്ടുണ്ട് സാർ. ആണോ? അവരിങ്ങോട്ട് വിളിക്കൂ. SI അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. താനെന്താ കണ്ടതെന്ന് സാറോട് പറ, SI പറഞ്ഞു. സാർ, ഇന്നലെ രാത്രി ഒരു 9:30 കഴിഞ്ഞ് കാണും. നല്ല മഴയായിരുന്നു. ഞാൻ മെഴുകുതിരി വാങ്ങാൻ പള്ളിയിൽ നിന്ന് കവലയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ സെമിത്തേരിയുടെ ഗേറ്റിനടുത്ത് ആരെയോ കണ്ട പോലെ. ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കറുത്ത കോട്ടിട്ട ഒരാൾ പുറംതിരിഞ്ഞു നിൽക്കുന്നു. ആരാണെന്ന് നോക്കാൻ അവിടെ പോകാൻ നിന്നതും അച്ഛൻ പിന്നിൽ നിന്നും വിളിച്ചു. പിന്നെ നോക്കിയപ്പോൾ ആരെയും കാണാനുമില്ല. ഓക്കെ, ആ പള്ളിയിലേക്ക് വരാൻ ഈ ഗേറ്റല്ലാതെ വേറെ ഗേറ്റുണ്ടോ? പള്ളിയുടെ പിന്നാമ്പുറത്തൊന്നുണ്ട്. പള്ളിവക റബ്ബർ തോട്ടമാണ് അതിനപ്പുറം. അതിലൂടെ 5 മിനിറ്റ് നടന്ന മെയിൻ റോഡായി. രാത്രി ആരും ആ വഴി പോകാറില്ല. കറണ്ട് പോക്കുണ്ടായിരുന്നോ ഇന്നലെ? ഇല്ല സാർ. ശരി, പൊക്കോളൂ. സാർ, അപ്പോൾ വന്നത്? CI ചോദിച്ചു. യെസ്, കൊലയാളി തന്നെ. പിറകുവശത്തെ ഗേറ്റിലൂടെ ആവണം അവൻ വന്നതും പോയതും. മഴയുള്ളത് കാരണം നമുക്കൊരു തെളിവും കിട്ടില്ലല്ലോ. പിന്നെ അവൻ്റെ മുളകുപൊടി പ്രയോഗം കാരണം പോലീസ് നായയും ഏക്കില്ല. ഹീ ഈസ് സോ കണ്ണിങ്. എനിവേ, മീരയുടെ പാരൻസിനെ വിവരം അറിയിക്കൂ. അവരോട് മെഡിക്കൽ കോളേജിലേക്ക് വരാൻ പറയും. പോസ്റ്റ്മോർട്ടത്തിന് മുമ്പ് തന്നെ അവരെ ബോഡി കാണിക്കാൻ ഏർപ്പാടാക്ക്. ശരി സാർ. ഉച്ചയോടടക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അപ്പോഴേക്കും SPയും കൂട്ടരും അവിടെ എത്തിയിരുന്നു. ദിവാകരൻ സാറ് അതിയായ സങ്കടത്തിലാണ്. വാസന്തി മീരയുടെ ബോഡി കണ്ട് തല കറങ്ങി വീണ് അവിടെ തന്നെ ഗ്ലൂക്കോസ് കയറ്റി കിടത്തിയിരിക്കുകയാണ്. ആകെ കൂടെ ഉള്ള ഒരു മോളല്ലേ. ഈ സങ്കടം അവരെങ്ങനെ താങ്ങാനാണ്? SPയും DYSPയും ഡോക്ടറെ ചെന്ന് കണ്ടു. സദാശിവനും CIയും ബോഡി അവരുടെ വീട്ടിലെത്തിക്കാനും ബാക്കി സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട കാര്യങ്ങൾ ഏർപ്പാടാക്കാനും പോയി. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കിയ അമേയ കൊലക്കേസ് നിലനിൽക്കെ 3 ദിവസം മുമ്പ് കാണാതായ മീര ദിവാകരന്റെ മൃതദേഹം മാളങ്കര സെന്റ് ജോർജ് കത്തോലിക്ക ചർച്ച് സെമിത്തേരിയിൽ നിന്ന് ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി. അമേയ കൊല്ലപ്പെട്ട സമാനമായ രീതിയിൽ തന്നെയാണ് മീരയും കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനാൽ തന്നെ 2 കൊലയ്ക്ക് പിന്നിലും ഒരു വ്യക്തിയാണെന്ന് തന്നെ അനുമാനിക്കേണ്ടിയിരിക്കുന്നു. 2 പെൺകുട്ടികളെ കാണാതായിട്ട് ഇത്ര ദിവസമായിട്ടും പോലീസിന് കൊലയാളിയെക്കുറിച്ച് ഇതുവരെ യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല. പോലീസ് വേണ്ട വിധത്തിൽ കേസ് കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് സംഭവങ്ങൾ ഇത്രയും വഷളായതെന്നും
പാർട്ടി ഇക്കാര്യം നിസാരമായി എടുക്കാൻ കരുതിയിട്ടില്ലെന്നും ഭരണപക്ഷ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രഭാകരൻ നായർ വ്യക്തമാക്കി. അപ്പോഴേക്കും അനിരുദ്ധും സദാശിവനും ശ്രീനാഥ് സാറും ഓഫീസിലേക്ക് കടന്നു വന്നു. SP സാർ TV ഓഫ് ചെയ്ത് അവരോട് ഇരിക്കാൻ പറഞ്ഞു. സാർ ആകെ പ്രശ്നങ്ങളാണ്. ദിവാകരൻ സാറുടെ അളിയൻ ഇടഞ്ഞു നിൽക്കുകയാണ്, DYSP പറഞ്ഞു. ഐനോ, ഇത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ സോൾവ് ചെയ്യണം. മുകളിൽ നിന്ന് എനിക്ക് നല്ല പ്രഷറുണ്ട്. എനിവേ, അതവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. മീരയുടെ ബോഡിയിലും അമ്മയുടേതിന് സമാനമായ മുറിവുകളാണുള്ളത്. കഴുത്തിലും സ്വകാര്യ ഭാഗങ്ങളിൽ വളരെ ആഴത്തിൽ മുറിവുണ്ട്. ചോര വാർന്നു തന്നെയാണ് ഇവിടെയും മരണം സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, അമ്മയുടെ ബ്ലഡിലുള്ള പോലെ ക്ലോറോഫിമിന്റെ അളവ് മീരയിലും അമിതമായി കാണപ്പെടുന്നുണ്ട്. മരിച്ചിട്ട് 57 മണിക്കൂർ കഴിഞ്ഞെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഡംപ് ചെയ്യാൻ പറ്റിയൊരു സമയത്തിനായി അവൻ കാത്തിരിക്കുകയായിരുന്നു. അമ്മയുടെ കേസിലും ഇങ്ങനെ തന്നെയായിരിക്കണം. സോ വി ക്യാൻ കൺക്ലൂഡ്, എല്ലാവരുടെയും ഊഹം പോലെ രണ്ടുപേരെയും ഒരാൾ തന്നെയാണ് കൊന്നിരിക്കുന്നത്. അതായത് ഒരു ബ്രില്യൻ സീരിയൽ കില്ലർ. സാർ, അപ്പോൾ ഇത്രയും ദിവസമൊക്കെ മറന്നിരുന്നവരെ ക്രൂരമായി ഉപദ്രവിക്കണമെങ്കിൽ കില്ലർക്കൊരു ഒളിസ്ഥലം ഉണ്ടായിരിക്കണം, DYSP പറഞ്ഞു. ശരിയാണ്. മാത്രമല്ല, അവന്റെ വേഷം വെച്ച് പെട്ടെന്ന് ആർക്കും അവനെ തിരിച്ചറിയാൻ കഴിയില്ല. നോ എവിഡൻസ്, നോ ഫിംഗർ പ്രിന്റ്സ്. ബോഡിയിലും ചാക്കിലുമൊക്കെ മുളക് പൊടി ഇട്ടിട്ടുള്ളത് കാരണം പോലീസ് ഡോഗിന് പോലും മണത്ത് കണ്ടുപിടിക്കാൻ കഴിയില്ല. അതുപോലെ മഴയുള്ള ദിവസങ്ങളാണ് അവൻ ചൂസ് ചെയ്യുന്നത് മിക്കപ്പോഴും. ഒരു കൊലയിലും ഒരു തെളിവ് പോലും അവശേഷിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് വെൽ പ്ലാൻഡ് ആയിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. സാർ, ഐ ഹാവ് എ ഡൗട്ട്. എന്തിനാണ് ചാക്കിൽ കിട്ടിയ രീതിയിലൊക്കെ കൊണ്ടിടുന്നത്? അതും ആരും ശ്രദ്ധിക്കാത്ത ഇടങ്ങളിൽ. മാളങ്കര SI പറഞ്ഞത് മീരയുടെ ബോഡി സെമിത്തേരിയുടെ കാട് പിടിച്ചു കിടക്കുന്ന കല്ലറകളുള്ള ഭാഗത്തായാണ് കിടന്നിരുന്നത് എന്നാണ്. അതുപോലെ തന്നെ അമ്മയുടെയും. എന്താണ് അതിന് പിന്നിലുള്ള ഗുട്ടൻസ് എന്താണ്? CA ചോദിച്ചു. വേറെ എന്താ, ഈസ് നോട്ട് വാണ്ട് പബ്ലിസിറ്റി. എല്ലാവരും അറിഞ്ഞതൊരു വാർത്തയാവാൻ കില്ലർ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ബൈ ചാൻസ് അമ്മയുടെ കേസിൽ അറിയാതെയാണെങ്കിലും അത് പബ്ലിസിറ്റി ആയിപ്പോയി. അതുകൊണ്ട് മീരയുടെ ബോഡി നമ്മൾ ഒരിക്കലും കണ്ടുപിടിക്കരുതെന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാവണം അവിടെ ഡംപ് ചെയ്തതും. മീരയുടെ ബോഡി മനസ്സിലാവരുത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവളുടെ മുഖം അമ്മയുടെ പോലെ വികൃതമാക്കിയില്ല? SI ചോദിച്ചു. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അമ്മയുടെ ബോഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്ത സ്ഥിതിക്ക് തീർച്ചയായും ഇനിയൊരു ബോഡി കിട്ടിയാൽ അത് മീരയുടെ ആണെന്ന് നമ്മൾ സംശയിക്കും. അവൻ ബോഡി എങ്ങനെയൊക്കെ വികൃതമാക്കിയാലും നമുക്കത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. നൗ വി കം ടു ദ പോയിന്റ്. ഇവിടം കൊണ്ട് അവൻ നിർത്തിയോ അതോ ഇനിയും അവന്റെ കസ്റ്റഡിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇല്ല എങ്കിലും അടുത്തത് തന്നെ ആരുടെയെങ്കിലും മിസ്സിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അതോ ഇത് ആകെ ജനം അറിഞ്ഞ സ്ഥിതിക്ക് അവനൊന്ന് വെയിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എനിവേ, നമ്മൾ അലർട്ടായിരിക്കണം. കൂടുതൽ പോലീസ് ഫോഴ്സിനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെട്രോളിങ്ങിന് ഏർപ്പാടാക്കണം. SP സംസാരിച്ചുകൊണ്ടിരിക്കെ CAയുടെ ഫോൺ ശബ്ദിച്ചു. അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു. വീണ്ടും 2 വട്ടം കോൾ വന്നതും, ആരാണ് അനിരുദ്ധ്? ഫോൺ എടുത്തോളൂ. സാർ, വീട്ടിൽ നിന്നാണ്. ഇറ്റ്സ് ഓക്കെ, എടുത്തോളൂ. എന്തെങ്കിലും എമർജൻസി ഉണ്ടാവും. ഓക്കെ സാർ. CA എഴുന്നേറ്റ് കുറച്ച് മാറി നിന്ന് ഫോൺ എടുത്തു. പെട്ടെന്ന് തന്നെ ഫോൺ വെക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മുഖം ആകെ പരിഭ്രമിച്ചിരുന്നു. എന്തു പറ്റി? എനി പ്രോബ്ലം? SP ചോദിച്ചു. CA ആകെ വല്ലാതെയായിരുന്നു. സാർ, എൻ്റെ പെങ്ങൾ മിസ്സിംഗ് ആണ്. വാട്ട്? അതെ സാർ, രാവിലെ സാധാരണ പോലെ ബാങ്കിലേക്ക് പോയതാണ്. പക്ഷെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അവളെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോൾ ബാങ്കിലേക്ക് വിളിച്ചു. അവർ പറഞ്ഞത് വൈകിട്ട് 4-ന് ആരുടെയോ വണ്ടിയിൽ അവൾ കയറിപ്പോയി എന്നാണ്. ഇപ്പോൾ 7 കഴിഞ്ഞില്ലേ? ഈ നേരം വരെ വീട്ടിലെത്തിയിട്ടില്ല. എനിക്കെന്തോ പേടിയാകുന്നു സാർ. ഇനി ഹിമയും അവൻ്റെ കയ്യിൽ. ഡോൺ വറി അനിരുദ്ധ്. ഹിമ ചിലപ്പോൾ വല്ല ഫ്രണ്ട്സിൻ്റെ വീട്ടിലും പോയതാവാം. 7 ആയിട്ടുള്ളൂ. അവൾ വരും. താൻ പേടിക്കാതിരി. ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു എന്നാണ് വൈഫ് പറഞ്ഞത്. പിന്നെ അവളെങ്ങനെ പറയാതെ പോകുന്ന ആളല്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ സാർ. ഹിമ ഏത് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്? SST പ്രൈവറ്റ് ബാങ്ക്. അത് ടൗണിന് മുമ്പുള്ള ആ മേലേപ്പടി വില്ലേജിലല്ലേ? അതെ സാർ. ഇതും കില്ലറുടെ പരിപാടിയാണെങ്കിൽ ഹിമയെങ്കിലും നമുക്ക് രക്ഷിക്കണം സാർ, DYSP പറഞ്ഞു. വി വാണ്ട് ടു കൺഫേം ഫസ്റ്റ്. ഹിമ ആരുടെയോ കൂടെ കാറിൽ കയറി പോയി എന്നല്ലേ പറഞ്ഞ്? ബാങ്കിന്റെ മുന്നിൽ CCTV ഇല്ലേ? ആ ഫുട്ടേജ് ചെക്ക് ചെയ്യണം. ഹിമ ആരുടെ കൂടെയാ പോയതെന്നറിയണം, SP പറഞ്ഞു. കഴിഞ്ഞ 2 മർഡറിലും അവൻ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. ഇതിപ്പോൾ അവൻ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അവൻ നമുക്കിട്ട് ഒരു ചലഞ്ച് വിളിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പകൽ സമയം പബ്ലിക്കിൽ വെച്ച് ഹിമയെ കൊണ്ടുപോകണമെങ്കിൽ സാമാന്യ ധൈര്യമൊന്നുമല്ല അവന്. എങ്ങനെയായാലും നമ്മൾ അവനെ കണ്ടുപിടിക്കില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് നമ്മുടെ ഓരോ നീക്കങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കും പോലെ, CI പറഞ്ഞു. യെസ്, അവൻ നമ്മുടെ എല്ലാ നീക്കങ്ങളും കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അവൻ ഇന്ന് നമുക്കൊരു പടി മുമ്പേ കരുക്കൾ നീക്കുന്നുണ്ട്. അതുപോലെ അവൻ ഈ പബ്ലിസിറ്റി അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യങ്ങൾ കുറച്ച് ഫാസ്റ്റ് ആകുന്ന പോലെ. അവൻ പിടിക്കപ്പെടും മുമ്പ് അവൻ്റെ ലക്ഷ്യം നിറവേറ്റാനുള്ള തന്ത്രപ്പാട്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. അവൻ ഫാസ്റ്റ് ആകുമ്പോൾ എവിടെയെങ്കിലും ഒരു ദൈവത്തിൻ്റെ തെളിവ് അവശേഷിക്കും. സദാശിവ, ഇപ്പോൾ തന്നെ ആ ബാങ്കിൽ മാനേജറെ കോൺടാക്ട് ചെയ്ത് CCTV ചെക്ക് ചെയ്യണം. അനിരുദ്ധ്, താനപ്പോഴേക്കും ട്രാഫിക് കൺട്രോൾ റൂമിൽ പോയി ബാങ്കിനടുത്തുള്ള എല്ലാ ഭാഗങ്ങളിലെയും CCTV ഫുട്ടേജസും കളക്ട് ചെയ്ത് വയ്ക്കേ. ശരി സാർ. മിസ്സായതെല്ലാം പെൺകുട്ടികൾ. ഇപ്പോൾ ഇതാ ഹിമയും. അവൻ പെൺകുട്ടികളെയാണല്ലോ ടാർഗറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ലെങ്കിൽ അവനൊരു സൈക്കോ, അല്ലെങ്കിൽ ഇവരോടൊക്കെ അവൻ എന്തോ കാരണത്താൽ റിവഞ്ച് ചെയ്യുന്നു.
അങ്ങനെയാണെങ്കിൽ ഇവർ 3 പേരും തമ്മിൽ വല്ല ബന്ധവുമുണ്ടെങ്കിൽ ആ കണക്ഷനിലൂടെ നമുക്ക് അവനിലേക്ക് എത്താൻ പറ്റില്ലേ സാർ? DYSP ചോദിച്ചു. ഈ സിറ്റുവേഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഹിമയെ കണ്ടുപിടിച്ച് രക്ഷിക്കുക എന്ന ടാർഗറ്റാണുള്ളത്. സോ ഏറ്റവും ഈസി വേയിലൂടെ മൂവ് ചെയ്യുന്നതാണ് ബുദ്ധി. കമോൺ. SP വാക്കി ടോക്കി എടുത്ത എല്ലാ പോലീസ് ഫോഴ്സിനും ഹിമയുടെ മിസ്സിംഗ് ഇൻഫർമേഷൻ പാസ് ചെയ്തു. ഒരു വാഹനങ്ങളും ചെക്ക് ചെയ്യാതെ കടത്തിവിടരുതെന്ന് താക്കീതും കൊടുത്തു. ശേഷം SPയും DYSPയും സദാശിവനും അപ്പോൾ തന്നെ ബാങ്കിലോട്ട് വിട്ടു. സദാശിവൻ ബാങ്ക് മാനേജർ നമ്പർ സംഘടിപ്പിച്ച് അദ്ദേഹത്തെ വിളിച്ച് ബാങ്കിലോട്ട് വരാൻ പറഞ്ഞു. ബാങ്കിലെത്തിയ അവർ 4 മണിക്ക് ശേഷമുള്ള ഫ്രണ്ട് CCTV ഫുട്ടേജ് നോക്കി. അതിൽ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. 4:05 ബാങ്കിന്റെ മുന്നിൽ ഹിമ ആരെയോ കാത്തു നിൽക്കുന്നു. 3 മിനിറ്റിന് ശേഷം ഒരു പഴയ മോഡൽ റെഡ് മാരുതി കാർ ഹിമയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. ഡോർ തുറന്ന് ഹിമ അതിൽ കയറിയതും അടുത്ത നിമിഷം വണ്ടി പോകുന്നു. വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വ്യക്തമല്ലായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലുള്ള ആളെ കാണാൻ വേണ്ടി SP വീണ്ടും അത് റിവൈൻഡ് ചെയ്ത് നോക്കി. കാർ വിൻഡോസ് കയറ്റിയിരുന്നു. മാത്രമല്ല ചെറുതായിട്ട് കൂളിംഗ് ഫിലിമുള്ള വിൻഡോസ് ആയിരുന്നു. അതിനാൽ വളരെ കുറഞ്ഞ രീതിയിലേ അകത്തേക്ക് കാണത്തുള്ളൂ. പക്ഷേ ഹിമ സൈഡിലേക്ക് നിന്നാണ് ഡോർ തുറക്കുന്നത്. ആ ഒരു സ്പോട്ട് മാത്രമാണ് വണ്ടിയുടെ അകം ദൃശ്യമാക്കുന്നത്. ആ സ്പോട്ടിൽ SP പോസ്റ്റ് ചെയ്ത് സൂം ചെയ്തു. ഒരു തരം ബ്ലാക്ക് കോട്ട് ധരിച്ച ഒരാൾ, മുഖം കാണാൻ കഴിയുന്നില്ല. ആ തൊപ്പിയുടെ ഭാഗം കൊണ്ട് നല്ലവണ്ണം സൈഡ് മറച്ചിരിക്കുന്നു. സാർ, ഇതാണ് കില്ലർ, കൺഫേം. മാളങ്കരയിലെ കപ്പ്യാർ വർഗീസും ഇങ്ങനെ ഒരാൾ കണ്ടതായിട്ടാണല്ലേ പറഞ്ഞേ? യെസ്, സൈഡ് വ്യൂ അല്ലേ മിസ്സായിട്ടുള്ളൂ. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെന്ന് അന്വേഷിക്ക്. ഓക്കെ സാർ. SP ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങി. മാനേജറും കൂടെ വന്നു. ബാങ്കിന്റെ തൊട്ടു മുമ്പിൽ ഒരു ബാർബർ ഷോപ്പാണ്. സൈഡിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോയും പിന്നെ 500 മീറ്ററിനപ്പുറം മേലേപ്പടി വില്ലേജ് കവല, അവിടെയും ധാരാളം കടകൾ. ഹിമ ബാങ്കിൽ നിന്നിറങ്ങുമ്പോൾ ഒന്നും പറഞ്ഞില്ലേ? നിങ്ങളുടെ ബാങ്ക് സമയം 5 മണി വരെയല്ലേ? SP മാനേജറിന് നേരെ ചോദ്യം പറഞ്ഞു. യെസ് സാർ. അല്പം നേരത്തെ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഹിമ ഉച്ചയ്ക്ക് പെർമിഷൻ വാങ്ങിയിരുന്നു. IC. DYSPയും സദാശിവനും അല്പനേരം കൊണ്ട് തിരിച്ചു വന്നു. എന്തായി? സാർ, അവരാരും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ആ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞത് വണ്ടി വന്ന് നിർത്തിയപ്പോൾ നോക്കി, പക്ഷേ അയാൾ തല താഴ്ത്തിയിരിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് മുഖം വ്യക്തമായില്ല, എന്നാലും താടി ഉള്ള പോലെ തോന്നി എന്ന് പറഞ്ഞു. സാർ, ഇനി? DYSP ചോദിച്ചു. വണ്ടി പോയത് ലെഫ്റ്റിലോട്ടാണ്. ഈ റോഡ് നേരെ പോയാൽ എത്തുന്നത് ടൗണിലേക്കല്ലേ? ഇവിടുന്ന് ഒരു കഷ്ടി 11 കിലോമീറ്റർ ദൂരമുണ്ട്. ഇടയിൽ വല്ല പോക്കറ്റ് റോഡോ മറ്റോ വരുന്നുണ്ടോ? ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്ന? നോ സാർ. 8 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു റോഡ് വരുന്നുണ്ട്. അത് ടൗണിലേക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ്. 5 മിനിറ്റ് കൊണ്ട് ടൗണിലെത്താം. പക്ഷേ ആ റോഡ് ടൗൺ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് പെട്രോളിങ്ങിലുള്ള പോലീസുകാരുണ്ട്. അതുകൊണ്ട് ആ വഴി ചൂസ് ചെയ്യാൻ സാധ്യതയില്ല. വരുന്ന എല്ലാ വണ്ടിയും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ ടൗൺ എത്താതെ വേറെ എങ്ങോട്ടും തിരിയാൻ പറ്റില്ല എന്നർത്ഥം. ടൗണിൽ എല്ലാ ഭാഗത്തും പെട്രോളിംഗ് ശക്തമാണ്. അതുകൊണ്ട് പോലീസുകാരുടെ മുമ്പിൽ അവർ പെടാതെ നോക്കും. ചിലപ്പോൾ അവൻ രാത്രിയാവാൻ വേണ്ടി എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുകയാണെങ്കിലോ? അങ്ങനെയെങ്കിൽ നമ്മളവനെ ഈ രാത്രിയോടകം പിടിച്ചിരിക്കും. അനിരുദ്ധിനെ വിളിച്ച് കാറിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്ക്. അവൻ എവിടം വരെ എത്തിയെന്നറിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമാകും. ആ സമയം കൊണ്ട് നമുക്ക് അവൻ്റെ വഴിയൊന്ന് പോയി നോക്കാം. SP വണ്ടിയെടുത്തു. വാക്കി ടോക്കിയിൽ കാർ ഡീറ്റെയിൽസ് എല്ലാം പോലീസുകാർക്ക് പാസ് ചെയ്തു. കുറച്ചു ദൂരം പോയതും അനിരുദ്ധിന്റെ കോൾ വന്നു. SP ഫോൺ സ്പീക്കറിലിട്ടു. സാർ, മേലേപ്പടി വില്ലേജ് കഴിഞ്ഞ് 2 സ്ഥലങ്ങളിലാണ് CCTV വരുന്നത്. 4:35 6 കിലോമീറ്റർ കഴിഞ്ഞ് വരുന്ന CCTVയിൽ കാർ പാസ് ചെയ്തതായി കാണുന്നുണ്ട്. പിന്നെ അടുത്ത CCTV വരുന്നത് ടൗണിന് മുമ്പുള്ള പബ്ലിക് സ്കൂളിന് അടുത്തായിട്ടാണ്. അതായത് 10 കിലോമീറ്റർ കഴിഞ്ഞ്. പക്ഷെ അതിൽ കാർ പാസ് ചെയ്തതായി കാണുന്നില്ല. അപ്പോൾ അവൻ ടൗൺ ടച്ച് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ എവിടെയോ അവൻ തങ്ങിയിട്ടുണ്ട്. സാർ, 7 കിലോമീറ്റർ കഴിഞ്ഞ് ഒരു ചർച്ച് വരുന്നുണ്ട്. ആ ചർച്ചിന്റെ 20ാം വാർഷികമാണ് ഇന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനോട് ബന്ധപ്പെട്ട പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ പള്ളിമുറ്റത്ത് വെച്ച് നടക്കും. ധാരാളം വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ പാർക്കിങ്ങിനൊക്കെ പ്രത്യേകം ഗ്രൗണ്ട് തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പരിപാടി 5 മണിക്കാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അവൻ ഇനി ആ പരിസരത്ത് എവിടെയെങ്കിലും, പാർക്കിംഗ് ഏരിയ അവനെ ഹൈഡ് ചെയ്യാൻ പറ്റിയൊരു ഇടമല്ലേ? ആരും ശ്രദ്ധിക്കില്ലല്ലോ. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. അതിന് വലിയൊരു ചാൻസ് തന്നെയുണ്ട്. കാരണം പിന്നൊരു കിലോമീറ്റർ കഴിഞ്ഞാൽ ഷോർട്ട് കട്ടായി. അപ്പോൾ അവൻ്റെ ലക്ഷ്യം ആ ഷോർട്ട് കട്ട് വഴി ടൗണിൽ എത്തുക എന്നുള്ളത് തന്നെയായിരിക്കും. ഒറ്റയ്ക്ക് ആ വഴി പോയാൽ പോലീസ് തടയും. സോ ഇരുട്ടും വരെ പാർക്കിങ്ങിൽ തങ്ങി പരിപാടി കഴിഞ്ഞ ആളുകൾ വാഹനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ കൂടെ പോകുക എന്നായിരിക്കണം. തീർച്ചയായും പരിപാടിക്ക് വന്ന മിക്ക പേരും ടൗണിലെത്താൻ ആ വഴി ചൂസ് ചെയ്യും. അപ്പോൾ അവൻ നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ട്. ഇത്തവണ അവൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ബട്ട് സാർ, 8:30 പരിപാടി തീരും. ഇപ്പോൾ സമയം 8:20. സാർ എങ്ങനെ? ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസ് ഫോഴ്സിനോട് അവിടേക്ക് എത്താൻ പറയൂ. താൻ വീട്ടിലോട്ട് വിട്ടോളൂ. വീട്ടുകാരെ സമാധാനിപ്പിക്കുക. ഹിമയെ കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ സാർ. SP ജീപ്പ് ചവിട്ടി വിട്ടു. സാർ, 4:05 പുറപ്പെട്ടിട്ട് 4:35 വരെ അവൻ എന്തെടുക്കുമായിരുന്നു? അരമണിക്കൂർ വേണോ 5 കിലോമീറ്റർ താണ്ടാൻ? SI ചോദിച്ചു. ഹിമ ബോധത്തോടെ ഇരിക്കാല്ലേ? ചിലപ്പോൾ ഒരു റിസ്ക് ഒഴിവാക്കാൻ ക്ലോറോഫോം തന്ത്രം അവളിലും പ്രയോഗിച്ചു കാണും. പിന്നെ ആരും ശ്രദ്ധിക്കാതെ ഇരിക്കാൻ അവളെ വണ്ടിയിൽ ഹൈഡ് ചെയ്യാനൊക്കെ അവൻ എവിടെയെങ്കിലും കാർ നിർത്താനും ചാൻസ് ഉണ്ടല്ലോ.
ശരിയാണ് സാർ, എന്തായാലും നമുക്ക് തലവേദന എന്ന് പറഞ്ഞാൽ മതിയല്ലോ, DYSP പറഞ്ഞു. ഡോണ്ട് ബി സില്ലി ശ്രീ, അവനെ കണ്ടുപിടിക്കേണ്ടതിപ്പോൾ നമ്മുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നമാണ്. അവനെ എൻ്റെ കയ്യിൽ കിട്ടിയേ പറ്റൂ. അവർ ചർച്ചിന് മുമ്പിലെത്തിയതും പള്ളി പിരിഞ്ഞു കഴിഞ്ഞിരുന്നു. റോഡാകെ വണ്ടി തലങ്ങും വിലങ്ങും എടുത്ത് ബ്ലോക്കാണ്. ഷിറ്റ്, വി ജസ്റ്റ് മിസ്. SP-യുടെ മുഖം ചുവന്നു തൊടുത്തു. അപ്പോഴേക്കും കുറച്ച് പോലീസുകാർ അങ്ങോട്ട് വന്നു. സാർ, ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല സാർ, ആളുകൾ പോകാനുള്ള ധൃതിയിലാണ്. അവർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. സാർ ഒന്ന് നോക്ക്, ഇതിപ്പോ റെഡ് മാരുതി ടൈപ്പ് എത്ര കാറുകളാണ്, ഇതിൽ നിന്ന് എങ്ങനെ ഇനി അവൻ പോയോ എന്നും അറിയില്ല. ഇവിടുന്ന് വേറെ വല്ല വാഹനങ്ങളിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിലോ? SI ചോദിച്ചു. SP വാക്കി ടോക്കി എടുത്ത് ഇൻഫർമേഷൻ കൊടുത്തു. നമ്മളിവിടെ വെച്ച് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ തിരക്ക് വെച്ച് അവൻ ഇപ്പോഴും ഷോർട്ട് കട്ട് കടന്നു കാണില്ല. ശ്രീയും സദാശിവനും ഇവരുടെ കൂടെ ഷോർട്ട് കട്ട് പിടിച്ചോളൂ. അവൻ ടൗൺ ജംഗ്ഷനിൽ വെച്ച് ഏത് സൈഡിലേക്കാണ് തിരിഞ്ഞു പോവുക എന്നറിയില്ലല്ലോ. ഞാൻ നേരെ പോയി ജംഗ്ഷനിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ സാർ. SP അലക്സ് റോയി ഇൻഫർമേഷൻ പാസിംഗ്. ചർച്ച് റോഡ് കഴിഞ്ഞ് വരുന്ന ഷോർട്ട് കട്ട് മീറ്റ് ചെയ്യുന്ന ടൗൺ ഭാഗത്ത് പെട്രോളിങ്ങിൽ നിൽക്കുന്ന പോലീസ് ഫോഴ്സ് ശ്രദ്ധിക്കുക. ആ വഴി വരുന്ന എല്ലാ വാഹനങ്ങളും തടഞ്ഞു നിർത്തി കൃത്യമായി പരിശോധിക്കുക. പ്രത്യേകിച്ച് റെഡ് മാരുതികൾ ഒരു കാരണവശാലും കടത്തിവിടരുത്. എല്ലാ പോലീസ് ഫോഴ്സും എത്രയും പെട്ടെന്ന് ഈ സ്പോട്ടിലും ജംഗ്ഷനിലും എത്തിച്ചേരുക. ഓവർ. ഷോർട്ട് കട്ട് ടൗണിൽ ടച്ച് ചെയ്യുന്ന സ്പോട്ടിൽ 4-5 പേരടങ്ങുന്ന പോലീസ് ടീം പെട്രോളിംഗ് തുടരുകയാണ്. പക്ഷേ ജീപ്പിലെ വാക്കി ടോക്കി ശബ്ദിക്കുന്നത് ആരും ശ്രദ്ധിച്ചില്ല. വണ്ടികൾ ഒന്നൊന്നായി ഷോർട്ട് കട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുന്നു. ചിലതെല്ലാം കൈ കാണിച്ച് നിർത്തി പരിശോധിക്കുന്നു. അന്നേരം ഒരു റെഡ് കളർ മാരുതി ഷോർട്ട് കട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറി. പോലീസ് ഓരോ വണ്ടികളും സൈഡിലോട്ട് നിർത്തിയിടാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷേ മാരുതി നിർത്തുക എന്ന വണ്ണം ലെഫ്റ്റിലോട്ട് തിരിച്ചു. പിന്നെ സ്പീഡിൽ ഓടിച്ചുപോയി. നിർത്തുമെന്ന് കരുതിയ പോലീസ് അപ്പോഴാണ് വണ്ടി ശരിക്കും ശ്രദ്ധിക്കുന്നതും. അവർ വേഗം വാക്കി ടോക്കി എടുത്ത് മാരുതി മിസ്സായ കാര്യം പാസ് ചെയ്തു. അടുത്ത നിമിഷം അവർ ജീപ്പ് എടുത്ത് കാറിന്റെ പിന്നിലേക്ക് വിട്ടു. 2-3 ജീപ്പ് പല ഭാഗങ്ങളിൽ നിന്നും അവരുമായി യോജിച്ചു. പക്ഷെ ആ റോഡ് നേരെ പോയാൽ ഒരുപാട് ഊടുവഴികളുണ്ട്. ആ കാരണത്താൽ പോലീസ് ആകെ കൺഫ്യൂസ്ഡായി. ഓരോ ജീപ്പും സ്പ്ലിറ്റായി ഓരോ വഴി വിട്ടു. കുറച്ചുപോയി ഒരു ടീം 4-5 വളവുകൾക്കപ്പുറം കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഇൻഫർമേഷൻ പാസിംഗ്. ടൗണിൽ നിന്ന് 5 കിലോമീറ്റർ മാറി ഡെന്റൽ ക്ലിനിക്കിന് ഓപ്പോസിറ്റ് റോഡിൽ ആലച്ചോട് ദേവീക്ഷേത്രത്തിനടുത്ത് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഓവർ. ഇൻഫർമേഷൻ കിട്ടിയതും കുറച്ചു നേരത്തിന്റെ ഉള്ളിൽ തന്നെ ശ്രീസാറും സദാശിവനും ടീമും അവിടെ എത്തി. SP വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ SP-യെ വിളിച്ചു. സാർ, കാറിൽ ആരുമില്ല, അവർ രക്ഷപ്പെട്ടു സാർ. ദേ ഞാനിപ്പോൾ എത്തും, 5 മിനിറ്റ്. പോലീസ് ആ പരിസരമെല്ലാം നന്നായി പരിശോധിച്ചെങ്കിലും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. SP നിരാശയോടെ പല്ലിറുമ്പി. വളരെ വിദഗ്ധമായി അവൻ കടന്നു കളഞ്ഞു. വണ്ടി നന്നായി പരിശോധിക്കേ, അവനിലേക്ക് തന്നെ എന്തെങ്കിലും ഒരു തുമ്പ് എനിക്ക് വേണം, കിട്ടിയേ പറ്റൂ. വണ്ടി പരിശോധിച്ചപ്പോൾ ഡ്രൈവിംഗ് സീറ്റിന്റെ അടിയിൽ നിന്ന് ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ഒരു ടവലും 500 രൂപയ്ക്ക് പെട്രോൾ അടിച്ച ബില്ലും കിട്ടി. ഈ പറഞ്ഞ പെട്രോൾ പമ്പിലെ CCTV ചെക്ക് ചെയ്യണം. പിന്നെ ചേസസ് നമ്പർ ഡീറ്റെയിൽസ് നാളെ രാവിലെ തന്നെ RTO ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്ത് ആരുടെ പേരിലാണോ ഈ വണ്ടി എന്ന് നോക്കണം. സദാശിവ, താൻ നേരിട്ട് പോകണം. SR. പിന്നെ ശ്രീ, താൻ ഹിമയുടെ കോൾ ലിസ്റ്റ് എടുക്കണം. എവിടെ വെച്ചാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയതെന്ന് നോക്കണം. എപ്പോഴെങ്കിലും ഫോൺ ഓൺ ആയാൽ ടവർ ലൊക്കേഷൻ നമുക്ക് പാസ് ചെയ്യാൻ പറയണം. ദെൻ ടൗൺ ഫുള്ള് പോലീസ് ചെക്കിങ് തുടരട്ടെ. എത്ര ഫോഴ്സിനെ വേണമെങ്കിലും അതിനുവേണ്ടി ഏർപ്പാടാക്കിക്കോ. ഓക്കെ സാർ. അടുത്ത ദിവസം രാവിലെ 11 മണി SP ഓഫീസിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് ശ്രീയും സദാശിവനും എത്തി. ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. സാർ, ആ കാറ് കാസർഗോഡുള്ള ഒരു മത്തായിയുടെ പേരിലാണ്. അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ പറഞ്ഞത് അയാളുടെ വണ്ടി ഒരാഴ്ച മുമ്പ് മിസ്സായി എന്നാണ്. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചപ്പോൾ അയാൾ പരാതി നൽകിയതായി അറിയാൻ കഴിഞ്ഞു. SI പറഞ്ഞു. സ്വന്തം വണ്ടി കില്ലർ ഒരിക്കലും ഈ പരിപാടിക്ക് യൂസ് ചെയ്യില്ലല്ലോ. എന്തായി കോൾ ലിസ്റ്റിന്റെ കാര്യം ശ്രീ? സാർ, കോൾ ലിസ്റ്റ് എടുത്തു. ശ്രീ പറഞ്ഞു തുടങ്ങിയതും SP-ക്ക് എത്രയും പെട്ടെന്ന് IG ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞു കോൾ വന്നു. SP അപ്പോൾ തന്നെ അവിടേക്ക് വിട്ടു. റോയ്, കേസ് എങ്ങനെ പോകുന്നു? 2 മർഡർ നടന്നു. ഇപ്പോൾ ഇതാ CI അനിരുദ്ധിന്റെ പെങ്ങളും. ഇനി അപ്ഡേറ്റ്? IG ചോദിച്ചു. സാർ, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ കില്ലറെ ചേസ് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ വിദഗ്ധമായി അവൻ രക്ഷപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സാർ, ഞങ്ങൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. റോയ്, തനിക്കറിയാമല്ലോ, ഭരണപക്ഷ പാർട്ടി ഈ പ്രശ്നം ഏറ്റെടുത്തിരിക്കുകയാണ്. മന്ത്രിസഭ വരെ കാര്യങ്ങളെത്തി. ആ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. ദി കേസ് ഈസ് ഹാൻഡ് ഓവറിംഗ് ടു ക്രൈം ബ്രാഞ്ച്. ആഭ്യന്തരമന്ത്രിയാണ് DGPക്ക് ഉത്തരവ് കൈമാറിയത്. എനിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ച് SP ഇനി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയിക്കോളും. അതേ ആളെത്തിയല്ലോ. സാർ, മേ ഐ കമിൻ പ്ലീസ്? 28-30 വയസ്സ് പ്രായം തോന്നിക്കുന്ന വെൽ ഡ്രസ്സ്, ഇൻസൈഡ് വൈറ്റ് ഷർട്ട് ആൻഡ് പാൻസ് ധരിച്ച് അകത്തേക്ക് കടന്നു വന്ന വ്യക്തി SP-ക്ക് കൈകൊടുത്ത് സ്വയം പരിചയപ്പെടുത്തി. ഹായ്, ഐ ആം അവന്തിക മേനോൻ, ക്രൈംബ്രാഞ്ച് SP. റോയിയുടെ മുഖത്ത് ദേഷ്യം വന്നു. എങ്കിലും കൈ കൊടുത്തു. അവന്തിക ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ തൊട്ടടുത്തുള്ള സീറ്റിലിരുന്നു. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് താൻ കില്ലറെ കണ്ടുപിടിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ച് ഒരുവിധം കില്ലറുടെ അടുത്ത് വരെ ഈ നിമിഷത്തിൽ തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കിയ ആ സ്ഥാനം മറ്റൊരാൾക്ക് അതും ഒരു പെണ്ണിന് കൊടുത്തെന്നറിഞ്ഞപ്പോൾ തൻ്റെ ഇടമുള്ള ഒരാണെന്ന നിലയിൽ SP-യുടെ ചോര തിളച്ചു വന്നു.
അവനാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥ. DGP ഓർഡറല്ലേ സാർ, ഒന്നും കൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു. വി ആർ മൂവിങ് ദ റൈറ്റ് വേ സാർ. ഞങ്ങൾ എത്രയും എഫർട്ട് എടുത്തിട്ടുണ്ട്. റോയ്, ഇറ്റ്സ് ഓക്കെ. താനിപ്പോഴും ഈ കേസിൻ്റെ ഭാഗം തന്നെയാണ്. അവന്തികയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും റോയിയോട് ചോദിക്കും. അതുപോലെ നിങ്ങളുടെ പ്ലാൻസൊക്കെ അവന്തികയുമായി ഷെയർ ചെയ്യാം. താൻ കേസിൻ്റെ ഫയലൊക്കെ അവന്തികയുടെ ഓഫീസിലോട്ട് അയച്ചേക്ക്. ഓക്കെ റോയ്, എന്നാൽ പോയിക്കോളൂ. ഞങ്ങൾക്ക് കുറച്ച് ഒഫീഷ്യൽസ് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് റോയ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോയി. അവന്തിക, മേക്ക് ഫാസ്റ്റ്. എത്രയും പെട്ടെന്ന് ഈ കേസുകൾക്കൊരു തിരശീല വീണിരിക്കണം. താനടങ്ങുന്ന ഒരു 5 മെമ്പേഴ്സ് ടീം അറേഞ്ച് ചെയ്തോളൂ. എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. ആരൊക്കെ വേണമെന്ന് തനിക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പുറത്തെത്തി ജീപ്പിൽ കയറാൻ നിന്നതും പിറകിൽ നിന്നൊരു വിളി. നോക്കിയപ്പോൾ അവന്തിക. റോയ് സാർ, കേസ് ചുമതല പോയെന്ന് കരുതി ഡോൺ അപ്സെറ്റ്. ഓക്കെ, ഇന്നലെ വരെ എന്ത് നടന്നു അതെനിക്കറിയണ്ട. ഇന്നു മുതൽ അതൊരു തുടക്കമാണ്, പുതിയൊരു തുടക്കം. റോയ് സാർ കുറച്ച് ദിവസം നന്നായി വിയർത്തതല്ലേ, ഇനി അല്പം റെസ്റ്റ് എടുക്ക്. ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ സാറേ. കോൺഫിഡൻസ് നല്ലതാണ്, ഓവറായാൽ തനിക്ക് തന്നെയാണ് ദോഷം. പിന്നെ കളിക്കുന്നതൊക്കെ കൊള്ളാം, ചോര കാണാതെ നോക്കിക്കോ. പോട്ടെ അവന്തിക മാഡം. അതും പറഞ്ഞ് അവൾക്ക് നേരെ പുച്ഛം വാരി വിതര SP റെയ്ബാൻ ഗ്ലാസ് എടുത്ത് വെച്ച് ജീപ്പിൽ കയറിപ്പോയി. ഈ കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. ഈ അവന്തിക മേനോനെ വെറുമൊരു പെണ്ണായി പുച്ഛിച്ച് തള്ളാൻ വരട്ടെ. ഐ ആം ഡിഫറെൻറ്റ്. അവന്തിക ഓഫീസിലെത്തിയപ്പോൾ കേസ് ഫയൽ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവളതെടുത്ത് നോക്കി. മീര ആൻഡ് അമേയ കൊലക്കേസ്, കൂടെ ഹിമ മിസ്സിംഗ് കേസും. അവൾ കേസ് ഫയൽ വ്യക്തമായി സമയമെടുത്ത് ഇരുന്ന് വായിച്ചു. ദി കേസ് ഈസ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ കൊല്ലപ്പെട്ടതും മിസ്സായതും എല്ലാം നോക്കിയാലും പെൺകുട്ടികൾ. എല്ലാവർക്കും പിന്നിലും സെയിം കില്ലർ. ഒരു തെളിവുകളുമില്ല. വെൽ പ്ലാൻഡ്. ഓക്കെ, നോക്കാം. നിലവിൽ ഹിമയുടെ മിസ്സിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നതിനാൽ അവൾ ഹിമയുടെ കേസ് ഫയൽ എടുത്തു. ഫോൺ ചെയ്ത് ടീം മെമ്പേഴ്സിനോടും ഓഫീസിലോട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും ക്രൈം ബ്രാഞ്ചിലുള്ള ഡിറ്റക്റ്റീവ് മെമ്പേഴ്സാണ്. ഡിറ്റക്റ്റീവ് ഇൻസ്പെക്ടർ ഹരിദാസ്, സബ് ഇൻസ്പെക്ടർ സാക്കിർ, വുമൺ സെൽ ഇൻസ്പെക്ടർ മാളവിക നായർ, DYSP എബി കുര്യൻ എന്നിവർ ഓഫീസിലെത്തി ചെയറുകളിൽ സ്ഥാനമെടുത്തു. ഓക്കെ, നമുക്ക് സമയം ഒട്ടും പാഴാക്കാനില്ല. എല്ലാവരും കേസ് ഫയൽ വായിച്ചു കാണുമല്ലോ. നേരെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഹിമ പറഞ്ഞു തുടങ്ങി. CI അനിരുദ്ധിൻ്റെ പെങ്ങൾ, വയസ്സ് 28, SST ബാങ്കിൽ അക്കൗണ്ടന്റായി ജോലി നോക്കുന്നു. കൂടാതെ ടൗണിൽ സൈഡ് ബിസിനസ്സായി ലേഡീസ് ബ്യൂട്ടി പാർലർ നടത്തുന്നു. ഇന്നലെ വൈകുന്നേരം തൊട്ട് മിസ്സിംഗ്. CCTV ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം. ഹിമ സ്വമേധയാണ് കാറിൽ കയറി പോകുന്നത്. യാതൊരുവിധ പ്രലോഭനങ്ങളോ മറ്റോ അവിടെ നടക്കുന്നില്ല. ഉച്ചയ്ക്ക് ഹിമ വൈകുന്നേരം നേരത്തെ ഇറങ്ങാൻ പെർമിഷൻ മേടിച്ചതായി ബാങ്ക് മാനേജറുടെ മൊഴിയുണ്ട്. വാട്ട് യു തിങ്ക് അബൌട്ട് ഇറ്റ്? ഹിമയ്ക്ക് നന്നായി അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കാൻ ചാൻസ് ഇല്ലേ ആ കാറിൽ? സാക്കിർ ചോദിച്ചു. ചിലപ്പോൾ ഹിമയ്ക്ക് അറിയാവുന്ന ആരെങ്കിലും പറഞ്ഞയച്ച കാറാണെങ്കിലോ? അങ്ങനെയും ആകാലോ, മാളവിക പറഞ്ഞു. ഹിമയുടെ ഫോൺ കോൾ ലിസ്റ്റ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഒരേ നമ്പറിൽ നിന്ന് 2 തവണ കോൾ വന്നിട്ടുണ്ട്. ഒരെണ്ണം ഉച്ചയ്ക്കും മറ്റൊന്ന് ഹിമ കാറിൽ കയറിപ്പോയി എന്ന് പറയുന്നതിന് തൊട്ടുമുമ്പ്. അതായത് 4നും നമ്പർ ട്രേസ് ചെയ്തപ്പോൾ ആ സിമ്മിൽ നിന്ന് ഈ 2 കോൾ മാത്രമേ പോയിട്ടുള്ളൂ. ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ ബാങ്കിൻ്റെ പരിസരത്തായാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് കാണിച്ചിരിക്കുന്നത്. ഹിമയുടെ ഫോണും ആ സെയിം ടവർ പരിധിയിൽ തന്നെയാണ് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഇതുവരെ 2 ഫോണും ഓൺ ആയിട്ടില്ല, എബി പറഞ്ഞു. അപ്പോൾ ആ വിളിച്ച വ്യക്തിയായിരിക്കണം ഒന്നെങ്കിൽ ഹിമയെ കൊണ്ടുപോയത്, അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ആരോ. മേ ബി ഹിമയെ തെറ്റിദ്ധരിപ്പിച്ചതുമായി കൂടെ. അതായിരിക്കും അവൾ അത്രയും കോൺഫിഡൻ്റായി അവൾ പ്രതീക്ഷിച്ച വ്യക്തിയാണെന്ന് കരുതി ആ കാറിൽ കയറിപ്പോയത്, SP പറഞ്ഞു. ശരിയാണ് മാം. ഇന്നലെ റോയ് സാർ അവരെ ചേസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അവർ സഞ്ചരിച്ച കാർ കണ്ടെത്തി. അതിൽ നിന്ന് ഒരു ടവലും ഒരു പെട്രോൾ പമ്പ് ബില്ലും കിട്ടിയതായി പറയുന്നുണ്ട്. ടവലിലാണെങ്കിൽ ക്ലോറോഫോം അടങ്ങിയിട്ടുണ്ട്. ആ പെട്രോൾ പമ്പിലെ CCTVയിൽ കാർ ദൃശ്യമാണ്. പക്ഷെ അയാൾ ഒരു തവണ പോലും അതിലേക്ക് നോക്കുന്നില്ല. വെരി കണ്ണിങ്, ഹരിദാസ് പറഞ്ഞു. ഹിമയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. ശത്രുക്കളോ മറ്റോ CI അനിരുദ്ധിനെ പറ്റിയും ആൻഡ് ടൗണിലെ അവരുടെ പാർലർ, അതിൽ ആർക്കെങ്കിലും പാർട്ട്ണർഷിപ്പ് ഉണ്ടോ എന്നും. മീര, അമേയ, ഹിമ ഇവർക്ക് കോമൺ ആയി വല്ല ബന്ധവും ഉണ്ടോ എന്ന് നോക്കണം. ഹിമയുടെ പാർലറിൽ വെച്ചുള്ള പരിചയമോ അല്ലെങ്കിൽ പാർലറിലെ സ്റ്റാഫ്സിൻ്റെ ആരുടെയും ഫ്രണ്ട്സ് ആണോ ഇവരെന്നും. അമേയ വർക്ക് ചെയ്ത ഷോപ്പിൽ പോയി ഹിമയെ പരിചയമുണ്ടോ എന്ന് അവളുടെ കൊളീഗ്സിനോട് അന്വേഷിക്കണം. നാളെ തന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം. ഓക്കെ മാഡം. ഞാൻ പതിയെ കണ്ണുകൾ തുറന്നു. വല്ലാത്തൊരു ഭയം തലക്കൊക്കെ. ഞാനിത് എവിടെയാണ്? അയാൾ എന്നെ എന്തിനാണ് മയക്കിയത്? ആരാണ് അയാൾ? എൻ്റെ ഫോൺ, ബാഗ്. ചുറ്റും നോക്കിയപ്പോൾ ഞാനൊരു വാനൊക്കെ പോലെയുള്ള ഒരു വലിയ വാഹനത്തിലാണെന്ന് മനസ്സിലായി. മങ്ങിയ വെളിച്ചമാണ് അതിനകത്ത്. വാഹനം ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ സീറ്റിൽ കിടത്തിയിരിക്കുകയാണ്. കിടക്കുമ്പോൾ എനിക്ക് ഡോർവശത്തുള്ള വലിയ ചില്ല് ഗ്ലാസ്സിലൂടെ പുറം വ്യക്തമായി കാണാം. എൻ്റെ 2 സൈഡിലായും വേറെയും 2 ചില്ല് ഗ്ലാസ്സുകളുണ്ട്. ചുറ്റും നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞൊരു വഴിയിലൂടെയാണ് വണ്ടി സഞ്ചരിക്കുന്നത്. മാനം കറുത്തിരുണ്ട് മൂടിയിരിക്കുന്നു. നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട്. പോരാത്തതിന് സന്ധ്യ കഴിഞ്ഞ് എങ്ങും ഇരുട്ട് വീണ് തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്ന് വണ്ടി നിന്നു.
ഞാൻ മിണ്ടാതെ കണ്ണടച്ചു കിടന്നു. ഡോർ തുറക്കുന്ന ശബ്ദമൊന്നും കേൾക്കാനില്ല. ഞാൻ വീണ്ടും കണ്ണു തുറന്നു. പതിയെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. അതിൽ ആരുമില്ല. പതിയെ സൈഡ് ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കി. അയാൾ അവിടെ എന്തോ ചെയ്യുകയാണ്. ഞാൻ ശബ്ദമുണ്ടാക്കാതെ ഡോർ പാതി തുറന്ന് പുറത്തു കടന്നു. എന്നിട്ട് പതിയെ അയാൾ എന്ത് ചെയ്യുകയാണെന്ന് വീക്ഷിച്ചു. അയാൾ പഞ്ചറായ ടയർ മാറ്റുകയാണ്. പക്ഷേ എനിക്ക് ഓപ്പോസിറ്റ് തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് മുഖം കാണാൻ കഴിയുന്നില്ല. ഇത് തന്നെ രക്ഷപ്പെടാൻ പറ്റിയ അവസരം. റോഡിന്റെ ഇരുവശത്തും വലിയ കാടാണ്. പിന്തിരിഞ്ഞോടിയാൽ ഒരുപക്ഷെ അയാൾ കാണും. അതിലും നല്ലത് ഈ കാട്ടിലേക്ക് കയറുന്നതാണ്. കുറച്ചുപോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. അയാൾ പോയെന്ന് ഉറപ്പായാൽ താഴേക്ക് ഇറങ്ങി വന്നും വല്ല വണ്ടിക്കും കൈ കാണിച്ച് രക്ഷപ്പെടാം. ഇനിയും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഞാൻ കാട്ടിലേക്ക് കയറാനായി നിന്നതും എൻ്റെ പിന്നിൽ ആരോ ഉള്ള പോലെ എനിക്ക് തോന്നി. ഞാൻ അടുത്ത നിമിഷം തിരിഞ്ഞു നോക്കി. കറുത്ത വസ്ത്രധാരിയായ മാസ്ക് ധരിച്ച അയാൾ, കയ്യിൽ ഇരുമ്പിന്റെ കമ്പിയും. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ചുണ്ടുകൾ വിറച്ചു. ആകെ പേടിച്ചു വിയർത്തു. പെട്ടെന്ന് ഞാൻ അയാളെ പിന്നിലേക്ക് തള്ളി കാട്ടിലേക്ക് ഓടി. അയാൾ എഴുന്നേറ്റ് വരുന്ന ആ സമയം മതിയായിരുന്നു എനിക്ക് കുറച്ചു ദൂരം ഓടിയെത്താൻ. എന്തോ കാലുകൾക്ക് അന്നേരം വേഗത കുറഞ്ഞു വരുന്ന പോലെ തോന്നി. ശരീരം വല്ലാതെ തളരുന്നു. ഞാൻ കിതച്ചു തുടങ്ങി. എങ്കിലും ഞാൻ കഴിയുന്ന പോലെ ഓടി. അതൊരു കൂറ്റൻ കാടായിരുന്നു. മാനം മുട്ടിയ വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞ് വെളിച്ചം നന്നേ കുറവായിരുന്നു. എൻ്റെ ഉള്ളിൽ എന്തോ പേടി തോന്നി തുടങ്ങി. എങ്ങും നിശബ്ദതയാണ്. ഓടുമ്പോൾ എൻ്റെ കാലുകളുണ്ടാകുന്ന ശബ്ദമൊഴിച്ച് ആ നിശബ്ദത എൻ്റെ ഉള്ളിലെ ധൈര്യത്തെ കാർന്നു നിന്നു. ചെയ്തത് മണ്ടത്തരമായി പോയി. ഇരുട്ട് വീടൊന്നും നേരാവണ്ണം കാണുന്നു പോലുമില്ല. എവിടെ എത്തിയെന്നറിയില്ല. എത്ര ദൂരം സഞ്ചരിച്ചു എന്നറിയില്ല. ഇനി എങ്ങനെ തിരിച്ചിറങ്ങും? ഉള്ളിലെ ഭയം കൂടിക്കൂടി വന്നു. പക്ഷെ എൻ്റെ കാലുകൾ യാന്ത്രികമായി എങ്ങോട്ടെന്നില്ലാതെ ഓടി. ഇടയ്ക്ക് തട്ടിയും വലിഞ്ഞും വസ്ത്രം കീറി. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പിന്തിരിഞ്ഞു നോക്കി. അയാൾ പിറകെ വരുന്നുണ്ടോ എന്ന്. ഇല്ല, ആരെയും കാണാനില്ല. ഞാൻ എൻ്റെ കാതു കൂർപ്പിച്ചു. ഇല ഞെരിയുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന്. ഇല്ല. ഓ വയ്യ ഇനി ഓടാൻ. അത്രയ്ക്ക് ഞാൻ തളർന്നു. അപ്പോഴാണ് എൻ്റെ മുമ്പിൽ വലിയൊരു കെട്ടിടം വെളിവായത്. ഇതിനകത്ത് കയറി ഒളിക്കാം, അതാണ് ബുദ്ധി. ഞാൻ അതിനകത്തേക്ക് ഓടിക്കയറി. അതിനകം നല്ല ഇരുട്ടായിരുന്നു. ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവിടെ ലൈറ്റ് തെളിഞ്ഞു. ഞാൻ ശരിക്കും ഞെട്ടി. പേടിച്ചെൻ്റെ തൊണ്ട പറ്റി വരണ്ടു. ഹൃദയം ഇടിക്കാൻ തുടങ്ങി. അതൊരു വലിയ ഹാളായിരുന്നു. എങ്ങും ഒരു വൃത്തികെട്ട മണം. നിലത്തെല്ലാം ചോര തളം കെട്ടിക്കിടക്കുന്നു. അതുകൂടി കണ്ടപ്പോൾ എൻ്റെ ഭയം 10 മടങ്ങ് ഇരട്ടിച്ചു. നിശബ്ദത മാറി. ഒരാളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അതെൻ്റെ അടുത്തേക്ക് വരികയാണ്. അടുത്ത നിമിഷം ആ ശബ്ദം നിന്നു. ഞാൻ തിരിഞ്ഞതും ഇരുമ്പ് കമ്പി കൊണ്ട് എൻ്റെ തലക്കടിയേറ്റതും ഞാൻ നിലത്തേക്ക് വീണു. മാഡം, കാറ് റെഡിയാണ്. ഓക്കെ, ഞാനിപ്പോൾ വരാം. ആ ഫയൽസൊക്കെ കാറിലേക്ക് വച്ചേക്ക്. ശരി മാഡം. സമയം 7 കഴിഞ്ഞു. അവന്തിക വീട്ടിലേക്ക് പോകാനായി പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ഒരാൾ കോൺസ്റ്റബിൾ മാധവനോട് സംസാരിക്കുന്നത് കേട്ടത്. സാർ, ഒന്ന് വന്ന് നോക്ക്. ഉച്ച തൊട്ട് ആ വണ്ടി അവിടെ കിടക്കുന്നു. ഇതുവരെ ആരും വണ്ടി എടുത്ത് കൊണ്ടുപോയിട്ടില്ല. അതിൽ ചാവി അടക്കമുണ്ട്. നോ പാർക്കിംഗ് ഏരിയയുമാണ്. നാളെ വന്ന് നോക്കാടോ. ഇപ്പോൾ താൻ പോ. എന്താ മാധവ, എന്താണ് പ്രശ്നം? അത് മാഡം, നമ്മുടെ ഗേറ്റ് കഴിഞ്ഞ് കുറച്ചപ്പുറത്ത് ആ ആളൊഴിഞ്ഞെടുത്ത് മതിലിനോട് ചേർന്നൊരു വണ്ടി കിടപ്പുണ്ട്. അത് നോ പാർക്കിംഗ് ഏരിയ ആണ്. ഓഹോ, ആ കാറേ ഇവിടെ കൊണ്ടുവന്നത്. നമ്പർ പ്ലേറ്റ് വെച്ച് ആളെ പൊക്കാലോ. സ്റ്റേഷനിൽ അറിയിച്ച് നാളെ ആളെ വിളിപ്പിച്ച് ഫൈൻ അടപ്പിച്ചിട്ട് വിട്ടാൽ മതി. ശരി മാഡം. മാധവൻ ഒരു ടോർച്ചെടുത്ത് അയാളുടെ കൂടെ പോയി. അവന്തിക കാറിൽ കയറി വണ്ടിയുടെ ഗേറ്റ് കടന്നതും മാഡം ഒന്ന് നിൽക്കണം. മാധവന്റെ വിളിയാണ്. ആ ശബ്ദത്തിൽ ഒരു പരിഭ്രമമുണ്ടായിരുന്നു. അവന്തിക ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് നടന്നു. മാഡം, ഇത് കണ്ടോ? മാധവൻ ടോർച്ചടിച്ച ഭാഗത്തേക്ക് അവന്തിക സൂക്ഷിച്ചു നോക്കി. കാറിന്റെ പിറകിൽ ഡിക്കിയുടെ ഭാഗത്തായി ചോരപ്പാടുകൾ. ഡിക്കി തുറക്ക്. മാധവൻ അല്പം ശങ്കിച്ച് ഡിക്കി തുറന്നു. അതിനകത്തൊരു ചാക്കായിരുന്നു. അതിന്മേലും ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. അവന്തിക തെല്ലൊന്ന് ഭയപ്പെട്ടു. ശേഷം മാധവനോട് ചാക്കിന്റെ കെട്ടഴിക്കാൻ ആവശ്യപ്പെട്ടു. മാധവൻ എങ്ങനെയൊക്കെയോ കെട്ടഴിച്ചു. അത് തുറന്നു. അവന്തിക ചാക്കിലോട്ട് ടോർച്ചടിച്ചു. മൂവരും ആ കാഴ്ച കണ്ട് ഞെട്ടി. അതിൽ ഒരു പുരുഷന്റെ മൃതശരീരമായിരുന്നു. അവന്തിക പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. തന്റെ ടീം മെമ്പേഴ്സിനോട് എത്രയും പെട്ടെന്ന് സ്പോട്ടിലെത്താൻ പറഞ്ഞു. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യേ. നാളെ രാവിലെ തന്നെ ഈ വണ്ടി ആരുടെ പേരിലാണെങ്കിലും അയാളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. പിന്നെ വണ്ടി ചെക്ക് ചെയ്യണം. ഫിംഗർ പ്രിന്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ മാഡം. പോലീസ് വന്ന ബോഡി വണ്ടിയിൽ നിന്നിറക്കി ചാക്കയച്ച് സ്ട്രെച്ചറിൽ കിടത്തി. അയാളുടെ ലിംഗം ഛേദിച്ചത് ചാക്കിൽ നിന്നും ലഭിച്ചു. ആകെ ചോരയിൽ കുളിച്ച അവസ്ഥയിലായിരുന്നു അയാൾ. ചോര ഉണങ്ങി തുടങ്ങുന്നതേ ഉള്ളൂ. മരിച്ചിട്ട് അധിക സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. ഡിക്കിയിലും ആകെ ചോര തളം കെട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ചെറുതായി ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു. ഇത് ചെയ്തത് മീരയെയും അമയെയും കൊന്നവൻ തന്നെയാണെന്നതിൽ കാഴ്ചയിൽ യാതൊരു വിധത്തിൽ സംശയവുമില്ല. എന്തെന്നാൽ ബോഡിയിൽ അമേയ, മീര എന്നിവരുടെ ബോഡിക്ക് സമാനമായി ഒരുപാട് വലുതും ചെറുതുമായ മുറിവുകളുണ്ടായിരുന്നു. എന്തിന്, അതിലും ക്രൂരമായിട്ടാണ് ഇയാളെ പീഡിപ്പിച്ചിരിക്കുന്നത്. അയാളുടെ മലദ്വാരത്തിലൂടെ എന്തോ ഒന്ന് കുത്തിക്കയറ്റിയ പോലെ കാണപ്പെടുന്നുണ്ട്. മുഖം വികൃതമാക്കിയിട്ടില്ല, എന്നാൽ വലിയ മുറിവുകളുണ്ട് താനും. മാത്രമല്ല ചാക്കിലും ബോഡിയിലും മുളകുപൊടി വിതറിയിട്ടുണ്ട്.
ഈ ഒരു സാഹചര്യത്തിൽ ആര് മരിച്ചാലും കില്ലറാണ് ചെയ്തതെന്ന ചിന്തയാണ് ആദ്യം മനസ്സിലേക്ക് വരിക. പക്ഷേ തെളിവുകളല്ലേ എന്ത് ആരോപണങ്ങളുടെയും അടിസ്ഥാനം. അതിനാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ ഉറപ്പിക്കാൻ സാധിക്കൂ. എല്ലാ പ്രൊസീജിയേഴ്സിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. മാഡം, ഇത് കണ്ടിട്ട് അവൻ തന്നെ ചെയ്തതാണെന്ന് തോന്നുന്നു. നമ്മുടെ അനുമാനങ്ങളെല്ലാം അവൻ കാറ്റിൽ പറത്തി. ഇതിപ്പോൾ 3 പെൺകുട്ടികളും ശേഷം ഒരു പുരുഷൻ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഹരിദാസ് പറഞ്ഞു. അവൻ നമ്മളെ വിദഗ്ധമായി തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. സ്ത്രീകൾ മാത്രം കൊല്ലപ്പെടുമ്പോൾ ഏതൊരാളും സ്വാഭാവികമായും ചിന്തിക്കുന്ന പോലെ ഇതൊരു സൈക്കോയുടെ വെറും ഭ്രാന്തായിരിക്കാമെന്ന തോന്നൽ അവൻ നമ്മളിലുണ്ടാക്കി. ബട്ട് നൗ ഐ ആം ഷുവർ ഇറ്റ്സ് എ റിവഞ്ച്. പക്ഷെ ഇയാളെ ആരും അറിയാതെ എവിടെയെങ്കിലും കുഴിച്ചു മൂടിയിരുന്നെങ്കിൽ നമ്മൾ ആ ചിന്തയിൽ തന്നെ തുടരുമായിരുന്നില്ലേ? അതവനെ അടുത്ത ഇരയെ കൊല്ലാൻ എളുപ്പമാകില്ലേ? പിന്നെ എന്തുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തില്ല? എബി ചോദിച്ചു. അമ്മയുടെ ബോഡി കിട്ടിയത് പെരിങ്ങോട് പാലത്തിന് താഴെ നിന്ന്. അതാരും ശ്രദ്ധിക്കാത്ത ഇടമൊന്നുമല്ല. അനധികൃതമായി മണൽ മാഫിയ പ്രവർത്തിക്കുന്ന ഇടമാണ് അതെന്ന് എല്ലാവർക്കും അറിയാം. പെട്രോളിങ്ങും അവിടെ ശക്തമാണ്. അതുപോലെ മീരയുടെ ബോഡി ലഭിച്ചത് സെമിത്തേരിയിൽ നിന്ന്. ആരും ശ്രദ്ധിക്കാത്ത ഇടത്താണ് ബോഡി കൊണ്ടിട്ടതെങ്കിലും പള്ളിക്കപ്പിയാർ കില്ലറെ കണ്ടതായി മൊഴിയിലുണ്ട്. അതായത് തന്നെ ആ പരിസരത്ത് കണ്ടതിനാൽ തീർച്ചയായും അവർ അടുത്ത ദിവസം ആ പരിസരം പരിശോധിക്കുമെന്നവൻ കണക്ക് കൂട്ടിയിരിക്കണം. ഇത്രയും ദൂരം കൊണ്ടുപോയി ഡംപ് ചെയ്തത് ഒരു ചോദ്യം തന്നെയാണ്. എന്നിരുന്നാലും ഈ 2 മരണവും പുറംലോകം അറിയണമെന്ന് തന്നെയാണ് അവൻ ആഗ്രഹിച്ചത്. അവന്റെ ലിസ്റ്റിലുള്ളവർ കൊല്ലപ്പെട്ടു തുടങ്ങുമ്പോൾ ആ വാർത്ത മറ്റു ചിലരുടെ ഉള്ളിൽ ആദി കൂട്ടും. ആ പേടി, ഭയം, അതാണ് അവന് വേണ്ടത്. അവൻ മറിഞ്ഞിരുന്ന് എല്ലാം ആസ്വദിക്കുകയാണ്. മാം, ഈ ബോഡി ഇവിടെ കൊണ്ടുവന്നിടാൻ കാര്യം? അതും ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നമ്മുടെ ജോലി എളുപ്പമാക്കി തന്ന പോലെ. അതവൻ നമ്മളെ ചലഞ്ച് ചെയ്തതാണ്. നമ്മുടെ മൂക്കിൻ തുമ്പത്തെത്തിയാൽ പോലും നമുക്കവനെ കിട്ടില്ല എന്നുള്ള അഹങ്കാരമാണ് അവന്. ഇതാ ഒരു വഴിത്തിരിവ് തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. പറ്റുമെങ്കിൽ എന്നെ കണ്ടുപിടിക്കുന്നാണ് അവനിപ്പോൾ ചെയ്തതിൻ്റെ അർത്ഥം. ഐ അക്സെപ്റ്റ് യുവർ ചാലഞ്ച് ആൻഡ് ഐ വിൽ ഫൗണ്ട് യു ബ്ലഡി. അവന്തിക കൈ ശക്തമായി കാറിലടിച്ചു. ഗേറ്റിന്റെ ഭാഗത്തുള്ള CCTV പരിശോധിക്കുക. ഈ വണ്ടി അതിൽ പതിയാൻ ചാൻസ് ഇല്ല. കാരണം വണ്ടി കിടക്കുന്ന പൊസിഷൻ വെച്ച് അത് ആ സൈഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവൻ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നിറങ്ങി ഒന്നുകിൽ തിരിഞ്ഞു നടന്നു കാണും. അതിന് നോ വേ. പിന്നെ ചാൻസ് ആരെങ്കിലും വന്ന് കൊണ്ടുപോകാനാണ്. അവന് സഹായികളുണ്ടാകാം. എങ്കിലും വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ആരെങ്കിലും കണ്ടു കാണില്ലേ? ഈ പരിസരത്ത് വേറെ CCTV ഒന്നുമില്ലേ? മേഡം, ഇതല്ലാതെ 5 കിലോമീറ്റർ ചുറ്റളവിൽ നോ CCTV, എബി പറഞ്ഞു. ഇനി ഉണ്ടെങ്കിലും അവൻ ആ CCTVയിൽ കണ്ട ലുക്കിലായിരിക്കുമല്ലോ. ഈ ചുറ്റുപാടിലെ എല്ലാ കടകളിലും ആരെങ്കിലും ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നിട്ടത് കണ്ടോ? അതിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടോ എന്ന് അന്വേഷിക്കണം. ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. അവർ അടുത്തുള്ള ഓരോ കടയിലും കയറി ഇറങ്ങിയ ആ വണ്ടിയെക്കുറിച്ച് അന്വേഷിച്ചു. വണ്ടി കിടന്നിടത്ത് നിന്ന് ഒരു 50 അടി ദൂരെയുള്ള ഒരു പെട്ടിക്കടയിൽ ബോഡി കിട്ടിയ കാറ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ആ കാറ് ഇങ്ങോട്ട് കൊണ്ടുവന്നിടുന്നത് നിങ്ങൾ കണ്ടോ? ആ കാറാണോ? അത് കൊണ്ടുവന്നിട്ടത് കണ്ടില്ല. പക്ഷെ അതിലെ സാർ ഇവിടെ നിന്നാണ് സിഗരറ്റ് വാങ്ങിയത്. കറക്റ്റ് പൈസയും തന്നു. മാഡം, സാക്കിർ അവന്തികയെ കൈ കാണിച്ച് വിളിച്ചു. അവന്തിക അയാളുടെ അടുത്ത് വന്ന് ഓരോന്ന് ചോദിച്ചറിഞ്ഞു. അയാൾ എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? മുഖം കണ്ടോ? എങ്ങോട്ടാ പോയത്? എന്തേലും പറഞ്ഞോ? ഏകദേശം എത്ര മണിയായി കാണും? സമയം ഒരു 2-2:30 കാണും. അയാളൊരു കറുത്ത ഈ റെയിൻകോട്ടൊക്കെ ഇല്ലേ, അതുപോലെ ഒന്നാണ് ഇട്ടിരിക്കുന്നത്. കയ്യിൽ ഗ്ലൗസ് ഉണ്ടായിരുന്നു. തല താഴ്ത്തിയാണ് അവിടുന്ന് ഇവിടം വരെ വന്നത്. സിഗരറ്റ് വേണമെന്ന് പറഞ്ഞതും അങ്ങനെ തന്നെ. അതുകൊണ്ട് മുഖം കണ്ടില്ല. എങ്കിലും താടിയുള്ള പോലെ തോന്നി. പൈസ എത്രയാന്ന് ചോദിച്ചില്ല, കൃത്യമായി തന്നു. ചെറുതായി മഴയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വേഷം ധരിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു. പിന്നെ സിഗരറ്റ് വാങ്ങിയ ഉടൻ അയാൾ തിരിഞ്ഞു നടന്ന് ആ വളവിൽ മറഞ്ഞു. ഷിറ്റ്, ആ വളവിൽ അവനെ കാത്ത ആരെങ്കിലും നിൽപ്പുണ്ടാവണം. ഓഫീസ് കഴിഞ്ഞ് കുറച്ചുപോയി ഒരു വളവ് കഴിഞ്ഞാൽ 2 റോഡ് വരുന്നുണ്ട്. ഒന്നൊരു പോക്കറ്റ് റോഡാണ്, ടൗണിൽ നിന്നുള്ളതാണ്. ഓഫീസിന് മുമ്പിലെ CCTV ചെക്ക് ചെയ്തപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. അടുത്ത ദിവസം ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് റിപ്പോർട്ട് കിട്ടി. അമേയ മീര പോസ്റ്റ്മോർട്ടത്തിന് സമാനമായ റിപ്പോർട്ട്. മരിച്ചിട്ട് 26 മണിക്കൂർ. ബോഡിയിൽ ക്ലോറോഫോമിന്റെ സാന്നിധ്യം. നോ ഫിംഗർ പ്രിന്റ്സ്. RT ഓഫീസിൽ നിന്ന് വണ്ടിയുടമയുടെ ഡീറ്റെയിൽസ് കിട്ടി. വിശ്വനാഥ്, വയസ്സ് 40, കാരക്കോട് ടൗണിൽ നിന്ന് 35 കിലോമീറ്റർ മാറി പാലച്ചോട് എന്ന സ്ഥലത്ത് സ്വന്തമായൊരു റിസോർട്ട് നടത്തുന്നു. അല്ലാതെ മറ്റു ചെറുകിട ബിസിനസ്സുകളും. വീട് ടൗണിൽ തന്നെ. അവന്തികയും ടീമും അയാളുടെ വീട്ടിൽ വിവരം അറിയിച്ചു. ഭാര്യ വന്ന ബോഡി തിരിച്ചറിഞ്ഞു. ബാക്കി ചടങ്ങുകൾക്കായി ബോഡി വിട്ടുകൊടുത്തു. ചടങ്ങുകൾക്ക് ശേഷം അവന്തികയും ടീമും അയാളുടെ വീട്ടിലേക്ക് ചെന്നു. ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം. വിശ്വനാഥിനെ കാണാതായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ വിവരം അറിയിച്ചില്ല? അങ്ങനെയല്ല മാഡം, അങ്ങേര് ബിസിനസ് മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പോയാൽ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലോട്ട് വരൂ. 12-ാം തീയതി ഇതുപോലെ ഏതോ മീറ്റിംഗ് ഉണ്ട്, ഒരാഴ്ച കഴിഞ്ഞ് വരൂ എന്ന് പറഞ്ഞ് വൈകിട്ട് പോയതാ. പിന്നെ ഇപ്പോഴാ കാണുന്നത്. ഫോൺ വിളിക്കാറില്ലേ? ഇല്ല, അതൊന്നും പതിവില്ല. അങ്ങോട്ട് വിളിക്കുന്നതും ഇഷ്ടമല്ല. അവരവിടെ നിന്നും റിസോർട്ടിലോട്ട് വിട്ടു. അവിടെയുള്ള സ്റ്റാഫ്സിനോടെല്ലാം വിശ്വനാഥിനെ കുറിച്ച് അന്വേഷിച്ചു. എല്ലാവരും വർഷങ്ങളായി അവിടെ ജോലി ചെയ്യുന്നവരാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ. രജിസ്ട്രേഷൻ ബുക്കും കൃത്യം. മറ്റേ ബുക്ക് എടുക്കണോ? ഹരിദാസ് ചോദിച്ചു. ഏത് ബുക്ക് സാർ?
അതേതാണെന്ന് നിനക്ക് ഞങ്ങൾ പറഞ്ഞു തരണോടോ? സാക്കിർ ചോദിച്ചു. സാക്കിർ റിസപ്ഷനിലിരുന്ന ചെക്കനോട് ചൂടായി കോളറിൽ കയറി പിടിച്ചു. ഏയ് സാക്കിർ വേണ്ട. അവന്തിക കയ്യിലെ 3 ഫോട്ടോസ് എടുത്ത് പൊക്കി കാണിച്ചു. അമേയ, ഹിമ, മീര അവരുടേതായിരുന്നു. ഇതിൽ ആരെങ്കിലും അറിയോ? കമോൺ, ധൈര്യമായി പറയൂ. അറിയോ? ഇതിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ആരുമില്ല എന്ന് തലയാട്ടി. മേഡം, എൻ്റെ കൈ തരിച്ചു വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് പെരുമാറിയാൽ ഇവരേക്ക് വാ തുറക്കൂ, എബി പറഞ്ഞു. വേണ്ട, നമുക്ക് പോകാം. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തേക്ക്. സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന നേരം അവന്തിക റിസോർട്ട് ചുറ്റും നടന്നു. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു. അന്നേരം അവളുടെ അടുത്തേക്ക് ഒരു സ്റ്റാഫ് വന്നു. അവൾ വല്ലാതെ പരിഭ്രമിക്കുന്നുണ്ടായിരുന്നു. ആരെങ്കിലും അവളെ കാണുമോ എന്നൊരു ഭയം. ചുറ്റും കണ്ണോടിച്ച് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതും അവൾ അവന്തികയെ നോക്കി. മേഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പക്ഷേ ഞാനാണ് പറഞ്ഞതെന്ന് ആരും അറിയരുത്. ഇല്ല, പറയൂ, എന്താണ് കാര്യം? മേഡം, ഫോട്ടോസ് കാണിച്ചില്ലേ? അതിലൊരാളെ എനിക്കറിയാം. ആരെയും അറിയാം? ഹിമ. അവന്തിക ഒന്ന് ഞെട്ടി. പിന്നെ കൂടുതൽ അറിയാൻ അവൾ വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചു. എങ്ങനെ അറിയാം? അവളിവിടെ 2-3 തവണ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് പറയാനുണ്ട് മേഡം. എനിക്കിവിടെ കൂടുതൽ നേരം നിൽക്കാൻ കഴിയില്ല. ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചാൽ മേഡത്തിന്റെ നമ്പർ ഒന്ന് തരുമോ? ഞാൻ വിളിക്കാം. ഓക്കെ. സ്റ്റേറ്റ്മെന്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് സാക്കിറും മാളവികയും ഹരിദാസും ജീപ്പിന്റെ അടുത്തേക്ക് എത്തി. എബി അവിടെ നിൽപ്പുണ്ടായിരുന്നു. എവിടെ മേഡം? മേഡം അപ്പുറത്തൊരു പെൺകുട്ടിയായി സംസാരിക്കുന്നത് കണ്ടു. ഇപ്പോൾ വരുമായിരിക്കും. എന്തായി? വിശ്വനാഥനെ കുറിച്ച് വല്ലതും കിട്ടിയോ? എവിടെന്ന്? ഇവരെന്തൊക്കെയോ മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ. ഒന്ന് കുടഞ്ഞെടുത്താ എല്ലാം വാ തുറന്നോളും. പിന്നെ മേഡം വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാ, സാക്കിർ പറഞ്ഞു. താൻ പറഞ്ഞത് ശരിയാ. ഞാൻ ഒരുത്തിനിട്ട് നല്ലൊന്ന് കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞത് അവനിവിടെ വന്നിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. ജോലിക്ക് കയറിയപ്പോൾ തന്നെ വിശ്വനാഥ് പറഞ്ഞിട്ടുണ്ട് അത്രേ, ഇവിടെ ആളാവാൻ ശ്രമിച്ചാൽ അവൻ പിന്നെ പുറംലോകം കാണില്ല. നിലക്ക് നിന്നാലേ അവന് കൊള്ളാമെന്ന്. വേറെയൊന്നും അവനറിയില്ല എന്ന് പറഞ്ഞു. മേഡം, എന്താണ് അവിടെ? ആരാണ് ആ പെൺകുട്ടി? എല്ലാം പറയാം. കുറച്ച് ക്ലാരിഫിക്കേഷൻ കിട്ടാനുണ്ട്. നമുക്കിപ്പോൾ ഹിമ വർക്ക് ചെയ്ത ബാങ്കിലോട്ട് പോകാം. യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മരിച്ച 3 പേരുടെയും കാണാതായ ഹിമയുടെയും കോൾ ഡീറ്റെയിൽസ് എടുത്ത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം. ഇവർ 4 പേരും തമ്മിൽ എന്തെങ്കിലും വിധേന പരിചയമുണ്ടോ എന്നും തീർച്ചയായും ഒരു റിലേഷൻ ഉണ്ടാവാതിരിക്കില്ല. അത് കണ്ടുപിടിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഇന്ന് രാത്രി തന്നെ ഇതിനൊരു കൺക്ലൂഷൻ എന്നെ അറിയിക്കണം. ഓരോ നിമിഷം വൈകുന്നോറും ഹിമയുടെ ജീവൻ ആപത്തായി കൊണ്ടിരിക്കുകയാണ്. ഹിമയെങ്കിലും നമുക്ക് രക്ഷിച്ചേ തീരൂ. ഹിമയുടെയും ആ കില്ലറിന്റെയും സെൽഫോൺ പിന്നെ ആക്റ്റീവായോ? ഇതുവരെ ഇല്ല മേഡം. എന്തെങ്കിലും കിട്ടിയാൽ സൈബർ സെൽ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മാളവിക പറഞ്ഞു. മേഡം, നമുക്ക് ആ കില്ലർ പുറത്തിറങ്ങുമ്പോഴുള്ള അവന്റെ വേഷവും കാര്യങ്ങളും മനസ്സിലായ സ്ഥിതിക്ക് അത് മീഡിയയിലൂടെ പുറത്തുവിട്ടാലോ? അങ്ങനെയെങ്കിൽ ഇനി അവനെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കില്ലേ? എബി പറഞ്ഞു. തീർച്ചയായും. എനിക്ക് നാളെ കാലത്തേക്ക് ഒരു പ്രസ് മീറ്റിംഗ് വെക്ക്. അതിൽ നമുക്ക് വെളിപ്പെടുത്താം. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത വിവരവും പുറത്തുവിടാം. അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യേ. പിന്നെ SP അലക്സ് റോയിയെ വിവരം അറിയിക്കണം. നാളത്തെ മീറ്റിംഗിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. എന്തെന്നാൽ ഈ കേസിന്റെ ഫസ്റ്റ് പാർട്ട് കൈകാര്യം ചെയ്തത് റോയി ആണെന്ന നിലയ്ക്ക് ഈ മീറ്റിംഗിൽ അങ്ങേരുണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഓക്കെ മേഡം, എബി പറഞ്ഞു. അവനെന്തായാലും ഒളിക്കാൻ ഒരു ഇടമുണ്ട്. ഇവിടെ ഈ ടൗണിന് ചുറ്റുപാടുകളിൽ അധികം ആൾനോട്ടം എത്താത്ത ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളോ കെട്ടിടങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. സ്റ്റേഷനിൽ അറിയിച്ച് അതിനുള്ള ഏർപ്പാടുണ്ടാക്കുക. എത്രയും പെട്ടെന്ന് വേണം. അതുപോലെ അവന് സഹായികളുമുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇത്ര പെർഫെക്റ്റായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ കഴിയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറിയ വിവരം ഇതുവരെ മീഡിയ വഴി പുറത്തുവിട്ടിട്ടില്ല. തികച്ചും കോൺഫിഡൻഷ്യലായ ആ കാര്യം എങ്ങനെ കില്ലർ അറിഞ്ഞു? അതുകൊണ്ടല്ലേ അവൻ ബോഡി ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുമ്പിൽ തന്നെ കൊണ്ടിട്ടത്? ശരിയാണല്ലോ മേഡം, അതെങ്ങനെ സംഭവിച്ചു? സാക്കിർ ചോദിച്ചു. അത് തന്നെയാണ് പറഞ്ഞത്. അവന് സഹായികളുണ്ട്. നമ്മുടെ ഓരോ നീക്കങ്ങളും മീഡിയ വഴിയല്ലാതെ അവൻ അറിയുന്നുണ്ട്. ഒന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ മേഡം. ഫുൾ കൺഫ്യൂഷൻസ്. ആര് എന്തിനു വേണ്ടി ഒന്നും മനസ്സിലാവുന്നില്ല. ഇത്രയും കുഴപ്പം പിടിച്ചൊരു കേസ് ഞാൻ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല, എബി പറഞ്ഞു. മേഡം, എനിക്കൊരു ഡൗട്ട്. അവൻ ആ കാറിൽ നിന്നിറങ്ങി നേരെ പോയത് കടയിലേക്ക്. എന്തുകൊണ്ട് അയാൾ ശ്രദ്ധിക്കാത്തവണ്ണം നേരെ നടന്ന് അവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല? അത് ചെയ്യാതെ എന്തിന് കടക്കാരൻ്റെ അടുത്തേക്ക് ചെന്നു? അത്രയും സമയം എന്തിനു വേസ്റ്റ് ചെയ്തു? സ്വാഭാവികമായും ആ കാറ് കിടക്കുന്നതിന് അടുത്തായതിനാൽ നമ്മൾ ആ കടയിൽ അന്വേഷിക്കുമെന്നും കടക്കാരൻ കണ്ടതൊക്കെ നമ്മളുടെ അടുത്ത് പറയുമെന്നും അത് വെച്ച് ഇങ്ങനെ ഒരു മൂവ്മെന്റ് നമ്മൾ ചെയ്യുമെന്നും അവൻ നേരത്തെ മനസ്സിലാക്കി കാണില്ലേ? എന്നിട്ട് അവൻ എന്തിന് അങ്ങനെ ചെയ്തു? ഹരിദാസ് ചോദിച്ചു. ഡ്രസ് ഒരിക്കലും നമുക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷൻ അല്ല. വർഗീസ് അവനെ കണ്ടത് അവനെ നന്നായി അറിയാം. അതുപോലെ തന്നെ ഹിമയെ കൊണ്ടുപോയപ്പോഴും അവൻ വെളിച്ചത്ത് വന്നതാണ്. അവന്റെ ഡ്രസ് സ്റ്റൈൽ അവിടെ വെച്ച് നമുക്ക് വളരെ ഈസിയായി ലഭിക്കും. പക്ഷെ അതിലൊന്നും അവൻ ബോധേഡല്ല. പിന്നെ എന്തായിരിക്കും അതിനു പിന്നിലെ ഇന്റൻഷൻ? ഹരിദാസ് ചോദിച്ചു. എല്ലാത്തിനും ഒരു ഉത്തരവുണ്ട്. നമ്മളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും, അവന്തിക പറഞ്ഞു. ജീപ്പ് ബാങ്കിലെത്തി അവർ അവിടെയുള്ള സ്റ്റാഫിനോടെല്ലാം ഹിമയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും പ്രത്യേകിച്ചൊന്നും തന്നെ കിട്ടിയില്ല. ഹിമ എല്ലാവരുമായും നല്ല അടുപ്പമാണെങ്കിലും ആരുമായും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലായി ആർക്കും ഒന്നും അറിയില്ല.
അന്ന് രാത്രി അവന്തിക വീട്ടിലിരുന്ന് ഫയൽസ് എല്ലാം നോക്കുവാണ്. ടി വിയിൽ ന്യൂസ് ഓടുന്നുണ്ട്. വിഷയം ഇത് തന്നെ, വിശ്വനാഥും ഈ 3 പെൺകുട്ടികളും. അവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതിലേക്കാണ് സമൂഹം എത്തി നോക്കുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ വല്ല പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന കൊള്ളസംഘമോ മറ്റോ ആണോ പ്രവർത്തിക്കുന്നതെന്നുള്ള ഭയം ഒരുവിധം വിശ്വനാഥന്റെ ബോഡി കിട്ടിയപ്പോൾ ആളുകൾക്ക് ഇല്ലാണ്ടായി. അപ്പോഴാണ് അവന്തികയ്ക്ക് കോൾ വന്നത്. റിസോർട്ടിൽ നിന്ന് കണ്ട പെൺകുട്ടിയായിരുന്നു അത്. അവൾ അവന്തികയോട് എന്തൊക്കെയോ സംസാരിച്ചു. മാഡം, എന്നെ ഒരിക്കലും ഈ കേസിലേക്ക് വലിച്ചയക്കരുത്. അതോർത്ത് താൻ പേടിക്കണ്ട. എന്തായാലും കൂടുതൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. ഓക്കെ? ഓക്കെ മാഡം. അവൾ ഫോൺ വെച്ചു. ലാപ്പ് തുറന്നപ്പോൾ എബിയുടെ മെയിൽ വന്നിട്ടുണ്ട്. കോൾ ഡീറ്റെയിൽസിനെ കുറിച്ചാണ്. 4 പേരുടെയും കോൾ ലിസ്റ്റിൽ ഒരു കോമൺ കോൾ പോലുമില്ല. അവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. അവന്തിക ചിന്തയിലാണ്ടു. പിന്നെ ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഹിമയും വിശ്വനാഥും തമ്മിലുള്ള ഒരു കോളും ഉണ്ടായതായി കാണുന്നില്ല. പക്ഷെ ഹിമയെ അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത്, ഹിമ എന്തിനായിരിക്കും അവിടെ പോയിട്ടുണ്ടാവുക? അവളും വിശ്വനാഥും തമ്മിൽ പരിചയമുണ്ടായിരിക്കുമോ? ഇനി ആരും അറിയാത്തൊരു സെൽഫോൺ? അതിന് ചാൻസ് ഉണ്ട്. ഉണ്ടെങ്കിൽ അതിൽ നിന്നായിരിക്കാം അവൾ വിശ്വനാഥിനെ വിളിച്ചിട്ടുണ്ടാവുക. ആ നമ്പർ ആർക്കും അറിയാൻ വഴിയുണ്ടാകില്ല. വിശ്വനാഥിന്റെ കോൾ ലിസ്റ്റിൽ നിന്ന് ഹിമയുടെ സെക്കൻഡ് സെൽ ഫോൺ നമ്പർ കണ്ടുപിടിച്ചാൽ ആ നമ്പർ ആക്ടിവേറ്റ് ആണോ എന്ന് നോക്കിയാൽ ഹിമയെ കണ്ടുപിടിക്കാൻ കഴിയില്ലേ? അവന്തിക ഓരോന്ന് സ്വയം കണക്കുകൂട്ടി. ശേഷം ഫോൺ എടുത്ത് എബിയെ വിളിച്ചു. എബി, ഹിമയ്ക്ക് ഒരു സെക്കൻഡ് സെൽ ഫോൺ ഉണ്ടോ എന്ന് അന്വേഷിക്കണം. വിശ്വനാഥിന്റെ കോൾ ലിസ്റ്റിലെ എല്ലാ നമ്പറും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതിൽ ഹിമയുടെ പേരിൽ വേറെ സിം ഉണ്ടോ എന്ന് നോക്കണം. നാളെ തന്നെ ഡീറ്റെയിൽസ് കിട്ടണം. ശരി മാഡം. ഇനി കൂടുതൽ നാൾ നീ മറയത്ത് വാഴില്ലടാ. നിന്റെ അടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനി അവന്തികയെ SP റോയിയെ വിഡ്ഢിയാക്കിയ പോലെ നിസാരകാരിയാക്കി പറ്റിക്കാമെന്ന് നീ കരുതണ്ട. ഇനി നിന്റെ ഒരു പ്ലാനും നടക്കില്ല. അവന്തികയുടെ ചിന്തകൾ കാട് കയറി. അടുത്ത ദിവസം പ്രസ് മീറ്റിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അവന്തികയും റോയിയും എല്ലാം എത്തിയിട്ടുണ്ട്. സാക്കിറേ, തനിക്കറിയോ ഇന്ന് മേഡം എന്തിനാണ് റോയ് സാർ ഇവിടേക്ക് വിളിപ്പിച്ചതെന്ന്? എബി ചോദിച്ചു. മീറ്റിംഗ് കൂടാൻ. അതുമാത്രമല്ല, സാറ് കണ്ടുപിടിക്കാത്ത പലതും മേഡം കണ്ടുപിടിച്ചില്ലേ? ഇപ്പോൾ ഇതാ കില്ലറുടെ അടുത്തെത്തിക്കഴിഞ്ഞു. അപ്പോൾ സാറിന് പറ്റാത്തത് ഒരു പെണ്ണായ താൻ ചെയ്തു എന്ന് സാറെ നേരിട്ട് ബോധ്യപ്പെടുത്താനും ഒന്ന് കൊച്ചാക്കാനും വേണ്ടിയാണ്. ആ, മേഡം ആള് കൊള്ളാലോ. ഉറക്കനെയുള്ള ചിരിയുടെ ശബ്ദം കേട്ടാണ് ഞാൻ മയക്കത്തിൽ നിന്ന് ഉണർന്നത്. തല വല്ലാതെ വേദനിക്കുന്നുണ്ട്. എന്നെ ഒരു ചെയറിൽ കെട്ടിയിരിക്കുവാണ്. എനിക്ക് എണീക്കാൻ കഴിയുന്നില്ല. ഞാനിരിക്കുന്ന മുറിക്ക് ഡോറില്ല. അതിനപ്പുറമുള്ള റൂമിൽ നിന്നാണ് ചിരി കേൾക്കുന്നത്. അയാളായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഞാൻ കാതോർത്തു. TV-യിൽ ന്യൂസിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കൂടുതലൊന്നും വ്യക്തമായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലായി. എന്നെ കാണാനില്ല എന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞുവെന്ന്. അപ്പോൾ തീർച്ചയായും പോലീസ് എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ഇയാളെക്കുറിച്ച് അവർക്ക് വല്ല വിവരവും കിട്ടിക്കാണുമോ? അവർ വന്നെന്നെ രക്ഷിക്കുന്നതിന് മുമ്പ് ഇയാൾ എന്നെ എന്തെങ്കിലും ചെയ്താൽ പേടിയാവുന്നു. എന്തിനാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തത്? ആരാണ് ഇയാൾ? ഞാൻ എന്ത് ചെയ്തിട്ടാ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും? ഒരു വഴി കാണിച്ചു തരൂ ദൈവമേ. അപ്പോഴാണ് റൂമിന്റെ ഒരു മൂലയിൽ കുറെ സാധനങ്ങൾ കൂട്ടിക്കിടക്കുന്നത് കണ്ടത്. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, എന്തൊക്കെയോ കുപ്പികൾ, സിറിഞ്ചുകൾ, അങ്ങനെ എന്തൊക്കെയോ കൂട്ടിയിട്ട് ആ കൂമ്പാരത്തിൽ ഞാൻ എൻ്റെ ബാഗ് കണ്ടു. ഈശ്വര, എൻ്റെ ബാഗ്! അതിനകത്ത് ഞാൻ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ച എൻ്റെ സെക്കൻഡ് ഫോൺ ഉണ്ടാവില്ലേ? അതെൻ്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന കാര്യം പോലീസിനെ അറിയിക്കാം. പക്ഷേ കസാരയിൽ നിന്ന് എണീക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ അതെടുക്കും? ഇല്ല, പരാജയപ്പെടാൻ ഞാൻ ഒരുക്കമല്ല. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. അതിനയാളുടെ കണ്ണ് വെട്ടിച്ച് എനിക്ക് ഒരിക്കലും ഇവിടുന്ന് പോകാൻ കഴിയില്ല. ഫോൺ ചെയ്യാതെയല്ലാതെ വേറൊരു മാർഗമില്ല. അയാൾ ആ TV-യുടെ മുമ്പിൽ നിന്ന് ഇപ്പോൾ ഒന്നും എണീക്കാൻ ചാൻസ് ഇല്ല. ഇതാണ് പറ്റിയ അവസരം. കയറുകൊണ്ട് ചെയറിൽ വരിഞ്ഞു കെട്ടിയിരിക്കുകയാണ് 2 കൈയും. ഞാൻ അതിശക്തമായി കൈവലിച്ചു. കഴിയുന്നില്ല. ഒടുവിൽ ഞാൻ തല കൈയുടെ അടുത്തേക്ക് എങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് പല്ലുകൊണ്ട് കെട്ടഴിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ വയർ വല്ലാണ്ട് വേദനിക്കുന്നുണ്ടെങ്കിലും ഞാനത് കാര്യമാക്കിയില്ല. കുറച്ചു നേരത്തെ പരിശ്രമം കൊണ്ട് വലത്തെ കൈയിൽ കെട്ടഴിഞ്ഞു. ഹാവ്! പിന്നെ വേഗം തന്നെ മറ്റേ കൈയിലെയും അഴിച്ചു. ഒട്ടും സമയം കളയാതെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ബാഗ് എടുത്തു. അപ്പോഴും TV-യുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ ബാഗിന്റെ അകത്തെ അറ തുറന്നു. അതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ പാഡ് കവറിന്റെ അകത്തായിരുന്നു ഫോൺ വെച്ചിരിക്കുന്നത്. ആരെങ്കിലും ബാഗ് തുറന്നാൽ ഒറ്റയടിക്ക് ശ്രദ്ധിക്കരുതെന്ന് കരുതി തന്നെയാണ് അങ്ങനെ ചെയ്തത്. നോക്കിയപ്പോൾ ഫോൺ അവിടെ തന്നെ ഉണ്ട്. അവന്റെ ശ്രദ്ധയിൽ ഇത് പെടാത്തത് ഭാഗ്യം. ഞാനതെടുത്തു. ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. ആവശ്യങ്ങൾക്ക് മാത്രമേ ഓൺ ആക്കാറുള്ളൂ. ഞാൻ വേഗം തന്നെ സ്വിച്ച് ഓൺ ആക്കി. പെട്ടെന്ന് ചുമരിൽ മറ്റൊരു നിഴൽ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ ഞെട്ടി. ഫോണിന്റെ കയ്യിൽ നിന്നും നിലത്തേക്ക് വീണു. തിരിഞ്ഞു നോക്കിയതും ഞാൻ പേടിച്ച് പിന്നോട്ട് മാറി ചുമരിൽ തട്ടി നിന്നു. അത് അയാളായിരുന്നു. മാസ്ക് ഇട്ട് മുഖം കാണിക്കാതെ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഞാൻ അതിയായി കിതച്ചു. അയാൾ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിരാശയോടെ നിലത്ത് വീണ് കിടക്കുന്ന ഫോണിലേക്ക് നോക്കി. അത് സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടായിരുന്നു. അയാൾ ആ ഫോൺ കണ്ടു. അതിലേക്കും എന്നിലേക്കും മാറി മാറി നോക്കി. ഞാൻ അലറി, ദുഷ്ട, തനിക്കെന്നെ അറിയില്ല. എന്നോട് കളിച്ചാൽ താൻ വിവരം അറിയും. പോലീസ് നിന്നെ വെറുതെ വിടില്ല. മര്യാദയ്ക്ക് എന്നെ വെറുതെ വിട്ടോ? അത് കേട്ടതും അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ചീ,
ചിരിക്കുന്നോളം നായേ. ഞാൻ അയാളുടെ മാസ്ക് ഇട്ട മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. അയാൾ എൻ്റെ അടുത്തേക്ക് വരാൻ തുനിഞ്ഞതും ഞാൻ അയാളെ തള്ളി മാറ്റി അവിടെ നിന്നും രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി. പക്ഷെ നടന്നില്ല. പിന്നിൽ നിന്ന് എൻ്റെ മുടി ശക്തമായി വലിച്ച് എൻ്റെ തല ചുമലിൽ ചെന്നിരിപ്പിച്ച് ഞാൻ നിലത്തേക്ക് കമിഴ്ന്നു വീണു. അയാൾ എൻ്റെ പിറകിൽ വന്ന് നിലത്ത് കിടന്നിരുന്ന് എൻ്റെ ഷോൾ കഴുത്തിലൂടെ മുറുക്കി. ഞാൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. എൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി. ശരീരം തളരുന്ന പോലെ നാവ് കുഴഞ്ഞു. അയാൾ ആ ഷാൾ അങ്ങനെ തന്നെ മുറുക്കി കെട്ടി പിന്നിലേക്കാക്കി എൻ്റെ കയ്യും. എന്നിട്ട് എന്നെ മലർത്തി കിടത്തി. ഞാൻ അപ്പോഴും ജീവന് വേണ്ടി പിടയുകയാണ്. അയാൾ എൻ്റെ അടിവയറിൽ അതിശക്തമായി ചവിട്ടി. ശേഷം മുഖം മൂടി മാറ്റി. കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായുള്ള ആ മുഖം കണ്ട് ഞാൻ ഭയന്നു. ആളെ മനസ്സിലാവാൻ എനിക്കധികം സമയം വേണ്ടി വന്നില്ല. അടുത്ത നിമിഷം ഒരു കത്തിയെടുത്ത് എൻ്റെ നെഞ്ചിൽ കുത്തിയിറക്കി. എൻ്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങി. അബോധാവസ്ഥയിലേക്ക് വീണ അവളുടെ മുഖത്തേക്കും സ്വകാര്യ ഭാഗത്തേക്കും ആസിഡ് ഒഴിച്ച് വികൃതമാക്കി. അപ്പോൾ അവളൊന്ന് പിടഞ്ഞു. വീണ്ടും വീണ്ടും അവളുടെ ദേഹമാസകലം കത്തികൊണ്ട് കുത്തിക്കീറി കില്ലർ പൊട്ടിച്ചിരിച്ചു. കാഴ്ചയിൽ ഭയാനകമായിരുന്നത്. കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടോ? അവന്തിക ചോദിച്ചു. പത്രക്കാർ ഓരോരുത്തർ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. ആദ്യം 3 പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ ഇതൊരു പുരുഷനും. കില്ലറുടെ ലിസ്റ്റ് ഇനിയും നീളുമോ? നിലവിൽ ഒന്നും തന്നെ പറയാനായിട്ടില്ല. പിന്നെ ഹിമ എന്ന 3ാമത്തെ പെൺകുട്ടിയുടെ ബോഡി ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ മരിച്ചു എന്ന് ഉറപ്പാക്കാനായിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഒരാളാണ് ചെയ്യുന്നതെന്ന് ഉറപ്പിക്കാൻ കഴിയുമോ? ഈ ന്യൂസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സമാനമായ രീതിയിൽ കൊലപ്പെടുത്തി മറ്റാരെങ്കിലും ഈ അവസരം മുതലെടുത്തതാവാൻ വഴിയില്ലേ? നിലവിൽ ഞങ്ങൾക്ക് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഒരാൾ തന്നെയാണെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. കില്ലർക്ക് ചിലപ്പോൾ സഹായികൾ ഉണ്ടായേക്കാം. എന്തായാലും കില്ലറുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടല്ലോ. ആരെങ്കിലും അങ്ങനെ ഒരാളെ എവിടെയെങ്കിലും വെച്ച് ഈ ഉള്ള ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലോ ഇനി കണ്ടാലോ പോലീസിൽ അറിയിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു. പ്രസ് മീറ്റിംഗ് കഴിഞ്ഞു. അപ്പോഴാണ് എബിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. സൈബർ സെല്ലിൽ നിന്നുള്ള കോളായിരുന്നു. സൈബർ സെല്ലിൽ നിന്ന് പാസ് ചെയ്ത ഇൻഫർമേഷൻ അത്രയും കോൺഫിഡൻഷ്യലായിരുന്നു. എബി അവന്തികയുടെ അടുത്തേക്ക് ചെന്നു. അവന്തിക റോയിയോട് സംസാരിച്ച് നിൽക്കുകയായിരുന്നു. മേഡം ഒന്ന് വരുമോ? ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ ഉണ്ട്. എബി അവന്തികയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോയി. എന്താ ബി, എന്താ കാര്യം? മേഡം, നമുക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അപ്പോഴേക്കും സാക്കിറും ഹരിദാസും മാളവികയും അങ്ങോട്ട് വന്നു. മാഡം, ഇന്നലെ പറഞ്ഞ പോലെ വിശ്വനാഥിൻ്റെ ഫോൺ ലിസ്റ്റിൽ ഹിമയുടെ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ സൈബർ സെല്ലിൽ ഏൽപ്പിച്ചിരുന്നു. അവരിപ്പോൾ എന്നെ വിളിച്ചിരുന്നു. നമ്പർ കിട്ടി. മറ്റൊന്നും കൂടിയുണ്ട്. കുറച്ചു മുമ്പ് വരെ സ്വിച്ച് ഓഫിലായിരുന്ന ഫോൺ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ആ ഫോൺ സ്വിച്ച് ഓൺ ആയതായി കാണിച്ചു. 2 മിനിറ്റ് നേരത്തേക്ക് മാത്രമായിരുന്നുവെങ്കിലും നമുക്ക് ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, റിയലി? ഏതാണ് ആ സ്ഥലം? ടൗണിൽ നിന്ന് 15 കിലോമീറ്റർ മാറി ഒരു പോക്കറ്റ് റോഡുണ്ട്. അതിലൂടെ പോയാൽ പിന്നൊരു വനപ്രദേശമാണ്. അവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. അത് റോഡിൻ്റെ 2 സൈഡിലുമായുള്ള ഒരു ചെറിയ ഫോറസ്റ്റാണ് മാഡം. ഓക്കെ, നമുക്കിപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം. വൈകിച്ചാൽ ഹിമയുടെ ജീവനാപത്താണ്. മീഡിയ ഈ വിവരം അറിയണ്ട. അത് കില്ലർക്ക് രക്ഷപ്പെടാൻ വഴിയൊരുക്കും. സ്റ്റേഷനിലേക്ക് വിളിച്ച് പോലീസ് ഫോഴ്സിനെ ഏർപ്പാടാക്കി അവരോട് ഫോറസ്റ്റിന് ചുറ്റും വളയാൻ പറഞ്ഞേക്ക്. ഫോറസ്റ്റിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം കയറിയാൽ മതിയെന്ന് പറഞ്ഞേക്ക്. ആരോടും എന്താണ് മാറ്റർ എന്ന് ഇപ്പോൾ പറയണ്ട. അവൻ ഇത്തവണ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പാടില്ല. ഏത് വിധേനയും നമ്മൾ അവനെ പിടിച്ചിരിക്കും. ശരി മാഡം. അവർ 5 പേരും അപ്പോൾ തന്നെ ലൊക്കേഷനിലേക്ക് വിട്ടു. ജീപ്പിൽ. മാഡം, വിശ്വനാഥും ഹിമയും തമ്മിൽ ബന്ധമുണ്ടെന്ന് മാഡം എങ്ങനെ മനസ്സിലാക്കി? എബി ചോദിച്ചു. ഇന്നലെ ഞാൻ റിസോർട്ടിൽ വെച്ച് സംസാരിച്ച പെൺകുട്ടിയില്ലേ, അവളാണ് പറഞ്ഞത് റിസോർട്ടിൽ വെച്ച് ഹിമയെ 2-3 തവണ കണ്ടിട്ടുണ്ട് എന്ന്. അവൾ പറഞ്ഞത് വെച്ച് ഈ വിശ്വനാഥ് അത്ര നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല. വരട്ടെ. ഹിമയെ കിട്ടിയാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കും. ഈ ഹിമയ്ക്കൊരു സീക്രട്ട് ഫോൺ ഉള്ളതുപോലെ വിശ്വനാഥിനും അങ്ങനെ ഒരു നമ്പർ, ഒരു സാധ്യതയില്ലേ? സാക്കിർ ചോദിച്ചു. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അന്വേഷിക്കണം. വിശ്വനാഥിൻ്റെ കോൾ ലിസ്റ്റിൽ നിന്ന് ഹിമയുടെ സെക്കൻഡ് നമ്പർ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ആ വഴിയൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. എന്തായാലും ഇന്നത്തോടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം. അരമണിക്കൂറിനകം അവർ പറഞ്ഞ ലൊക്കേഷൻ പരിസരത്തെത്തി. അധികം ആരും ശ്രദ്ധിക്കാത്തൊരു ഭാഗമായിരുന്നു അത്. ജീപ്പ് അവർ റോഡ് സൈഡിൽ നിർത്തി. ഇനി വളരെ സൂക്ഷ്മമായി വേണം മൂവ് ചെയ്യാൻ. ജീപ്പ് കാട്ടിലെ വഴിയിലൂടെ പോകുമെങ്കിലും അത് അപകടമാണ്. കില്ലർ ശബ്ദം കേട്ട് രക്ഷപ്പെട്ടാൽ അത് പാടില്ല. അതുകൊണ്ട് അതിന് കുറച്ചു മുമ്പായാണ് അവർ ജീപ്പ് നിർത്തിയത്. മാഡം, കാട്ടിലൂടെയുള്ള വഴി നേരെ പോയാൽ 1 കിലോമീറ്റർ അപ്പുറമാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. പക്ഷെ ഇവിടുന്ന് നമ്മൾ ഈ വഴി വളഞ്ഞു പോയാൽ 500 മീറ്റർ മതി. എത്രയും പെട്ടെന്ന് അവിടെ എത്താം. എബി കാണിച്ച ഭാഗത്തൂടെ അവർ കാട്ടിലേക്ക് കയറി. വളരെ സൂക്ഷ്മമായി തന്നെ ശബ്ദമുണ്ടാക്കാതെ അവർ നീങ്ങി. പറഞ്ഞ പോലെ 500 മീറ്റർ എത്താറായപ്പോഴേക്കും ദൂരെ ഒരു കെട്ടിടം വെളിവായി. മാഡം, അത് തന്നെ. എബി മാപ്പിലേക്ക് നോക്കി. ഓക്കെ, എങ്കിൽ നമുക്ക് 2 ടീമായി സ്പ്ലിറ്റ് ചെയ്യാം. ഹരിയും ഞാനും മുൻവശത്തൂടെ പോകാം. മാളവികയും സാക്കിറും എബിയും പിന്നിലൂടെ പൊക്കോളൂ. പിന്നെ എന്തുണ്ടെങ്കിലും അറിയിക്കണം. ഓക്കെ, ലെറ്റ്സ് മൂവ്. എല്ലാവരുടെ പക്കലും വാക്കി ടോക്കി, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും തോക്കും ഉണ്ടായിരുന്നു.
അവന്തികയും ഹരിയും കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള മരത്തിന് പിന്നിലെത്തി. അതൊരു വലിയ പഴക്കം ചെന്ന കെട്ടിടമായിരുന്നു. ഇങ്ങനെ ഒരു കാട്ടിൽ, അതും കണ്ടാൽ പേടി തോന്നുന്ന ചുറ്റുപാടുള്ള ഈ കെട്ടിടത്തിലാണ് അവൻ ഇത്രയും ദിവസം ഒളിച്ചു താമസിച്ചതെന്ന് ഓർത്തപ്പോഴാണ് കില്ലറുടെ ഒരു മനസ്ഥിതി അവർക്ക് ബോധ്യമായത്. കാറ്റ് നന്നായി വീശുന്നുണ്ടായിരുന്നു. മാനം ഇരുണ്ടു തുടങ്ങി. ഒട്ടും ശബ്ദമുണ്ടാക്കാതെ അവർ മുൻവശത്തേക്ക് നീങ്ങി. പാതി അടഞ്ഞു കിടക്കുന്ന ഡോർ പതിയെ തുറന്നു. എന്നിട്ട് തോക്ക് ചൂണ്ടി അകത്തേക്ക് കടന്നു. അവിടെയാകെ ഇരുട്ടായിരുന്നു. ഹരി ഫോണിലെ ലൈറ്റ് തെളിയിച്ച് ചുറ്റും നോക്കി. ചുമരിൽ കണ്ട ലൈറ്റ് ഇട്ടു. മങ്ങിയ ലൈറ്റ് തെളിഞ്ഞതും രണ്ടുപേരും ആ റൂം കണ്ട് ഞെട്ടി. തികച്ചും ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത്. ആകെ ദുർഗന്ധം തളം കെട്ടി നിൽക്കുന്നു. കമോൺ സെർച്ച്. അവന്തിക ആ മുറി വ്യക്തമായി നോക്കി. ആകെ മാറാല കെട്ടിക്കിടക്കുകയാണ് അവിടെ. ചുമരുകളെല്ലാം ഓരോന്ന് കുത്തിക്കുറിച്ച് വൃത്തികേടാക്കിയിട്ടുണ്ട്. കൂടുതൽ ദൈവചിഹ്നങ്ങളാണ്. അതിലെല്ലാം പാപത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമൊക്കെയാണ് പറയുന്നത്. നിലത്തെല്ലാം ചോരപ്പാടുകൾ. മാത്രമല്ല ആകെ മുളകുപൊടി വിതറിയിട്ടുണ്ട് എല്ലായിടത്തും. അവിടെ ഒരു ടേബിളിൽ ഒരുപാട് ആയുധങ്ങൾ, അതിലൊക്കെയും ചോരപ്പാടുകൾ. കാലിയായിട്ടുള്ള ക്ലോറോഫോം ബോട്ടിലുകൾ, ഉപയോഗിച്ചു കഴിഞ്ഞ സിറിഞ്ചുകൾ. എല്ലാ കൊലപാതകങ്ങളും കില്ലർ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ച് തന്നെയായിരിക്കണം. അവിടെ തന്നെ ഒരു മൂലയിലായി ഒരു TV, അതിൻ്റെ മുമ്പിൽ ഒരു കസേരയും. അപ്പോൾ ഇതിലൂടെയെല്ലാം അവൻ അറിയുന്നുണ്ട്. അപ്പോഴേക്കും ഹരിയുടെ വിളി കേട്ടു. അവന്തിക ആ ഭാഗത്തേക്ക് നീങ്ങി. അവിടെ എത്തിയതും ആ കാഴ്ച കണ്ട് അവന്തിക ഭയന്നു. ബാക്കി നമുക്ക് അടുത്ത പാർട്ടി പറയാം. ചില മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് സ്റ്റോറി വഴുകുന്നത്. നിങ്ങൾക്കൊന്നും തോന്നരുത്. തികച്ചും പേഴ്സണലായിട്ടുള്ള ചില മാനസിക പ്രശ്നങ്ങൾ, മനുഷ്യനല്ലേ, ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും അതിൽ നിന്നൊന്ന് റിക്കവറായി വന്നോളൂ. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അടുത്ത പാർട്ട് ഉടൻ തന്നെ ഞാൻ വരാം. തീർച്ചയായും. ലവ് യു ഓൾ. ബൈ.